ഒരു സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താ മക്കളെ? നല്ലൊരു ജോലി വാങ്ങിക്കുക, അച്ഛനും അമ്മേനൊക്കെ നല്ല പോലെ നോക്കുക, ഒഴിവ് സമയങ്ങളൊക്കെ ലൈഫിൽ കിട്ടുമ്പം കൂടുതൽ മൊമെൻറ്റും അവരോടൊപ്പം സ്പെൻഡ് ചെയ്യുക, അവരെ പുറത്ത് കൊണ്ടുപോവുക, ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക, ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ ആയിരിക്കും ഏറ്റവും വലിയ സ്വപ്നം. കല്യാണം കഴിക്കുക എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ സ്വപ്നമായിരിക്കാം ഒട്ടുമിക്കവരുടെയും, അല്ല മെജോറിറ്റി പേരുടെയും. എൻ്റെ പൊന്നുമക്കളെ, എല്ലാവരുടെയും ലൈഫിൽ പ്രതിസന്ധികൾ ഉണ്ടാകും. പ്രതിസന്ധികളില്ലാത്ത ലൈഫ് ഉണ്ടോടാ? എല്ലാം വിരൽത്തുമ്പിൽ കൊണ്ടുതരുന്നത്, എല്ലാം നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കുന്ന ഒന്നിനെ ലൈഫ് എന്ന് വിളിക്കാൻ പറ്റില്ലടാ. എല്ലാ സാധാരണക്കാരൻ്റെ ലൈഫിലും പ്രശ്നങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. പടച്ചോൻ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസിനെയും നിങ്ങളുടെ ലൈഫിൽ തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളായിട്ട് തന്നെ അതിനെ കണ്ടുപിടിക്കണം. യു മസ്റ്റ് ഫൈൻഡ് ഇറ്റ്, യു മസ്റ്റ് ലേൺ ഹൗ ടു സോൾവ് ഇറ്റ്. നിങ്ങൾ അത് പരിഹരിക്കാൻ നിങ്ങൾ തന്നെ പഠിക്കണം മക്കളെ. നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങളെ ആലോചിച്ച് വീണ്ടും വീണ്ടും നിങ്ങൾ സമയം കളയുന്നു. നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങളെ ആലോചിച്ച് വീണ്ടും വീണ്ടും നിങ്ങൾ ഡിപ്രസ്ഡ് ആകുന്നു. പഠിക്കാൻ സമയമില്ല സാറേ, ഒരു ചാപ്റ്ററും അറിയില്ല സാറേ, ഈ എക്സാം ടഫായി സാറേ, എനിക്ക് ബയോളജി ഒന്നും അറിയില്ല സാറേ, എനിക്ക് കെമിസ്ട്രി ഫിസിക്സും മാത്സും ഒന്നും അറിയില്ല സാറേ എന്ന് വിഷമിച്ച് നിന്റെ പ്രശ്നങ്ങളെ ആലോചിച്ച് വീണ്ടും വീണ്ടും നീ സമയം കളയുമ്പം തൊട്ടപ്പുറത്തൊരു കൂട്ടമുണ്ടടാ. ഈ സമയം കടന്നു പോകും. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് നല്ലൊരു ജീവിതം വരുന്നുണ്ട്, നാളെ നല്ലൊരു കാലം എനിക്ക് വരുന്നുണ്ട്, ഇന്നത്തെ ഈ ദുരിതങ്ങൾ കഴിഞ്ഞാൽ നാളെ എനിക്കൊരു പ്രത്യാശയുടെ കാലമുണ്ട് എന്ന് കരുതി വീണ്ടും വീണ്ടും പഠിക്കുന്ന ഒരു കൂട്ടം കുട്ടികളുണ്ട് മക്കളെ. അവരെ കണ്ടു പഠിക്കടാ. തീരെ സമയം കളയാതെ, തീരെ കിട്ടിയ ജീവിതത്തെ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്താതെ, വീണ്ടും വീണ്ടും നല്ല കാലം വരും, ഈ സമയവും കടന്നു പോകും എന്ന് കരുതി പഠിക്കുന്ന ഒരു കുട്ടികളുണ്ട് മക്കളെ. എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഡിപ്രസ്ഡ് ആകുമ്പം അവരിലേക്കൊന്ന് നോക്കുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാ, ഇഫ് യു നെവർ നോ ഫെയിലിയർ, ലൈഫിലെ ദുരിതങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ, ലൈഫിലെ പ്രശ്നങ്ങൾ ലൈഫിൽ വന്നില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് സക്സസിൻ്റെ വാല്യൂ മനസ്സിലാകില്ല. നിങ്ങൾക്ക് ദുരിതങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലായാലേ നിങ്ങൾക്ക് ലൈഫിലെ സക്സസിൻ്റെ സന്തോഷം മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയല്, അങ്ങ് പഠിച്ചേക്കാടാ. പഠനം മേക്ക് യു ബിഗ് റെവല്യൂഷൻ ഇൻ യുവർ ലൈഫ്. എനിക്കതേ പറയാനുള്ളൂ. ഇംഗ്ലീഷ് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല. ഓക്കെ ഗൈസ്, ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. തീരെ സമയം കളയാതെ നല്ലപോലെ അങ്ങ് പഠിക്കുക. ഓക്കെ ഗൈസ്, നമുക്ക് പഠിക്കാൻ പോകുന്നത് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ഒരു ഒന്നാം തരം ചാപ്റ്ററാ. ഇവൻ്റെ അനിയനെ കുറിച്ച് നമ്മൾ പഠിച്ചു, റെസ്പിറേഷനെ കുറിച്ച് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ചേട്ടൻ വലിയ ചാപ്റ്ററാ, ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്, പ്രകാശ സംശ്ലേഷണം ഇൻ വലിയ ചെടികൾ എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 6 to 7 മാർക്കിനാണ് വെയിറ്റേജ് കേട്ടോ. 6 മാർക്ക് ഷുവറാണ്. ഇത് പഠിച്ചാൽ തന്നെ 5-1 കംപ്ലീറ്റ് ആയി. ബോട്ടണിയിലെ 5-1 കംപ്ലീറ്റ് ആയി ഈ ഒറ്റ ചാപ്റ്റർ പഠിച്ചാൽ തന്നെ. ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്. ഓക്കെ ഗൈസ്, ആദ്യം തന്നെ ഫോട്ടോസിന്തസിസ് എന്താ സാറേ? 6 കാർബൺ ഡയോക്സൈഡ് 6 വാട്ടറുമായി ചേരും. 6 കാർബൺ ഡയോക്സൈഡ് 6 വാട്ടറുമായി ചേർന്ന് എന്താ ഉണ്ടാകാന്ന് അറിയാമോടാ? C6H12O6. എന്താ C6H12O6 എന്ന് പറഞ്ഞാൽ? ഗ്ലൂക്കോസ് ഉണ്ടാകും. കൂടെ ആരും ഉണ്ടാകും? 6 ഓക്സിജനും ഉണ്ടാകും. ഇതാ ഫോട്ടോസിന്തസിസ്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ചേർന്നിട്ട് ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാകുന്നു. ഗ്ലൂക്കോസും ഓക്സിജനുമാണ് മെയിൻ പ്രൊഡക്റ്റുകൾ. ഫോട്ടോസിന്തസിസിലെ മെയിൻ പ്രൊഡക്റ്റ് ആരാ? ഗ്ലൂക്കോസും ഓക്സിജനുമാ. ഇത് നടക്കണമെങ്കിൽ എനർജി വരണം. എനർജി ആരാ കൊടുക്കുക? സൺലൈറ്റ് ആണ് കൊടുക്കുക. ഇത് സെല്ലിൽ എവിടെ വെച്ചാൽ നടക്കാന്ന് അറിയാമോ? സെല്ലിന്റെ ഉള്ളിലെ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ. എവിടെ വെച്ചാ? ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ വെച്ചാൽ നടക്കുക. ഇത്രയും പഠിച്ചാൽ ഇൻട്രൊഡക്ഷൻ ആയി. 6 കാർബൺ ഡൈ ഓക്സൈഡും 6 വാട്ടറും സൺലൈറ്റിന്റെ ഉപയോഗിച്ച് ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ വെച്ച് പ്രവർത്തിച്ച് ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാക്കും. ഇതാണ് മക്കളെ ഫോട്ടോസിന്തസിസ്. ഈ ഗ്ലൂക്കോസ് എപ്പോഴാണ് ഉണ്ടാകാന്ന് അറിയാമോ? ഈ ഗ്ലൂക്കോസ് ഉണ്ടാകുന്നത് ഡാർക്ക് റിയാക്ഷൻ ഇല്ല. ഈ ഗ്ലൂക്കോസ് എപ്പോഴാണ് ഉണ്ടാകുക? ഡാർക്ക് റിയാക്ഷൻ അറിയാലോ. ഫോട്ടോസിന്തസിസിലെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്റ്റോമയിൽ വെച്ചാൽ നടക്കുക. ഈ ഓക്സിജൻ എവിടെ ഉണ്ടാകാന്ന് അറിയാമോ? ഈ ഓക്സിജൻ ഉണ്ടാകുന്നത് ലൈറ്റ് റിയാക്ഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഗ്രാനയിൽ വെച്ചാണ് നടക്കുക. ഈ 2 സ്റ്റെപ്പാണ് ഫോട്ടോസിന്തസിസിലുള്ളത്, ലൈറ്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷനും. ലൈറ്റ് റിയാക്ഷനിൽ ഓക്സിജൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാകും. ഡാർക്ക് റിയാക്ഷനിൽ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാകും. 2 പ്രൊഡക്റ്റും അറ്റ് എ ടൈം അല്ല ഉണ്ടാകുക ഫോട്ടോസിന്തസിസിൽ. 2 പ്രൊഡക്റ്റാണ് ഫോട്ടോസിന്തസിസിൽ. ഒന്ന് ഗ്ലൂക്കോസ്, ഒന്ന് ഓക്സിജൻ. ഓക്സിജൻ ആണ് ആദ്യം ഉണ്ടാകുന്ന പ്രൊഡക്റ്റ്. ഏത് വഴി? ലൈറ്റ് റിയാക്ഷൻ വഴി. രണ്ടാമത് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ആരാ? ഗ്ലൂക്കോസാ. ഗ്ലൂക്കോസ് ഏത് റിയാക്ഷൻ വഴി ഉണ്ടാകുക? രണ്ടാമത്തെ സ്റ്റെപ്പ് ഡാർക്ക് റിയാക്ഷൻ വഴിയാണ് ഉണ്ടാകുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്നുള്ളൂ മക്കളെ. വേഗം സയന്റിസ്റ്റുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്.
സയന്റിസ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിലെ ഓരോ സയന്റിസ്റ്റിന്റെ എക്സ്പെരിമെന്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. ബെൽജാർ എക്സ്പെരിമെന്റ്, കോർണീലിയസ് വാൻ നീൽ എക്സ്പെരിമെന്റ്, ഏഞ്ചൽമാൻ എക്സ്പെരിമെന്റ്, ജോസഫ് പ്രിസ്ലി എക്സ്പെരിമെന്റ്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേര്, ചോദിക്കാറുണ്ട് ഇടയ്ക്ക്. വേഗം വാ മക്കളെ. ഈ ഗ്രാഫ് തന്നിട്ട് എന്താന്ന് ചോദിക്കും. ഈ ഗ്രാഫ് കണ്ടോ സാറേ, ഒരുപാട് മലയുണ്ട് സാറേ. ഇത് എന്താണെന്നറിയോ? ഇത് ഫോട്ടോസിന്തസിന്റെ റേറ്റാ. ഇത് നോക്കടാ, ഇത് ഫോട്ടോസ്, ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്. ഈ എക്സ് ആക്സിസിൽ എന്താണെന്നറിയാമോ? ലൈറ്റ് ആണ്. ലൈറ്റ് അല്ലെങ്കിൽ വേവ് ലെങ്ത്. ലൈറ്റിലെ വേവ് ലെങ്ത്. ഇവിടെ എന്താണെന്നറിയാമോടാ? ഇവിടെ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ്. ഇത് ഏതാണെന്നറിയോ സാറേ? വയലറ്റ്, ഇത് ഇൻഡിഗോ, ഇത് ബ്ലൂ, ഇത് ഗ്രീൻ, ഇത് യെല്ലോ, ഇത് ഓറഞ്ച്, റെഡ്. ആ ലൈറ്റിലെ 7 കളർ എഴുതി ഞാൻ. മക്കളെ, ഫോട്ടോസിന്തസിസ് പതുക്കെയായിരിക്കും വയലറ്റിലും ഇൻഡിഗോയിലും ഒക്കെ. പക്ഷെ എപ്പോഴാണോ ബ്ലൂ ലൈറ്റ് വരിക, അപ്പോൾ ഫോട്ടോസിന്തസിസ് കൂടും. ബ്ലൂ ലൈറ്റിൽ ഫോട്ടോസിന്തസിസ് കൂടുതലാ. പിന്നെ ഗ്രീനിലേക്ക് വരുമ്പോഴോ കുറഞ്ഞു, യെല്ലോയിലും കുറവാ, ഓറഞ്ചിലും കുറവാ. പക്ഷെ എപ്പോഴാണോ റെഡിലേക്ക് വരിക, പിന്നെ ഫോട്ടോസിന്തസിസ് കൂടും. ഇതാണ് മക്കളെ ഈ ഗ്രാഫ്. ഈ കാണുന്ന കണ്ടോ, ഇതാണ് ബ്ലൂ ലൈറ്റ്. ഇത് ബ്ലൂ ലൈറ്റ്. ഇതേതാ സാറേ? ഇതാണ് നമ്മുടെ റെഡ് ലൈറ്റ്. ബ്ലൂ ലൈറ്റിലും റെഡ് ലൈറ്റിലും ഫോട്ടോസിന്തസിന്റെ റേറ്റ് കൂടുതലാ, സ്പീഡ് കൂടുതലാ. ബ്ലൂ ലൈറ്റിലും റെഡ് ലൈറ്റിലും ഫോട്ടോസിന്തസിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂടുതലായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഫോട്ടോസിന്തസിന്റെ റേറ്റും ലൈറ്റിലെ വേവ് ലെങ്തും തമ്മിലുള്ള ഗ്രാഫ്. ഈ ഗ്രാഫിനെ വിളിക്കുന്ന പേരെന്താണെന്നറിയാമോടാ? ഈ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ആക്ഷൻ സ്പെക്ട്രം. എന്താ വിളിക്കുക? ആക്ഷൻ സ്പെക്ട്രം. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസ്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി എന്നാണല്ലോ. ഇവിടുത്തെ പ്രവൃത്തി എന്താ? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രവൃത്തിയും ലൈറ്റും തമ്മിലുള്ള ഗ്രാഫ്. അതാണ് ആക്ഷൻ സ്പെക്ട്രം. ഈ ആക്ഷൻ സ്പെക്ട്രം കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആരാന്നറിയാമോടാ? 1 മാർക്കിന് ചോദിക്കും. ആക്ഷൻ സ്പെക്ട്രം കൊണ്ടുവന്നത് ആരാ? ഏഞ്ചൽമാൻ, മാലാഖ മനുഷ്യൻ. ആക്ഷൻ സ്പെക്ട്രം കണ്ടുപിടിച്ചതാരാ? ഏഞ്ചൽമാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആടാ. വൈ ഫോട്ടോസിന്തസിസ് മാക്സിമം ഇൻ ബ്ലൂ ആൻഡ് റെഡ് റീജിയൻ. ഞാൻ പറഞ്ഞല്ലോ, വയലറ്റ് ഉണ്ട്, ഇൻഡിഗോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിസ് എവിടൊക്കെയാ? ബ്ലൂവിലും റെഡിലുമാ. എവിടൊക്കെയാ? ബ്ലൂവിലും റെഡിലുമാണ് കൂടുതൽ ഫോട്ടോസിന്തസിസ്. അടുത്ത ചോദ്യം അതാ, എന്തുകൊണ്ട് സാറേ ബ്ലൂവിലും റെഡിലും കൂടുതൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നു? സിമ്പിളാ മക്കളെ, അതിന് ഈ ഗ്രാഫ് അറിയണം. ഇതാണ് മക്കളെ ബ്ലൂ ലൈറ്റ്, ഇതാണ് മക്കളെ റെഡ് ലൈറ്റ്. നിങ്ങൾ കണ്ടോ ബ്ലൂ ലൈറ്റ്? നോക്കണം. ഫോട്ടോസിന്തസിസിലെ പിഗ്മെന്റുകൾ ഏതൊക്കെ? ഫോട്ടോസിന്തസിസിൽ കുറെ പിഗ്മെന്റുകൾ ഉണ്ട്. ഫോട്ടോസിന്തസിസിൽ എന്തുണ്ട് മക്കളെ? ഫോട്ടോസിന്തസിസ് നടക്കാൻ കാരണം പിഗ്മെന്റ്സുകൾ ഉള്ളത് കൊണ്ടാ. ഏതൊക്കെയാ സാറേ പിഗ്മെന്റ്? ഏറ്റവും ഇമ്പോർട്ടന്റ് പിഗ്മെന്റ് ക്ലോറോഫിൽ എ. രണ്ടാമത്തെ ആരാ? ക്ലോറോഫിൽ ബി ഉണ്ട് സാറേ. മൂന്നാമത്തെ പറ സാന്തോഫിൽ ഉണ്ട് സാർ. നാലാമത്തെ ഏതാ സാറേ? കരോട്ടീൻ ഉണ്ട്. ഏതാടാ? കരോട്ടീൻ ഉണ്ട്. ഈ 4 പിഗ്മെന്റുകളും ലൈറ്റിനെ വലിച്ചെടുക്കുന്നത് കൊണ്ടാ ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഈ 4 പിഗ്മെന്റുകൾ ലൈറ്റിനെ വലിച്ചെടുക്കും, അപ്പൊ ഫോട്ടോസിന്തസിസ് നടക്കും. പറഞ്ഞ മനസ്സിലായ മക്കളെ? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതാണ് ബ്ലൂ ലൈറ്റ്. ഇത് ലൈറ്റ് ആണ് കേട്ടോ. ഈ ആക്സിസിൽ ഇതൊരു ഗ്രാഫാണ്. ഇത് എക്സ് ആക്സിസാ. എക്സ് ആക്സിസിൽ എന്താ? ഒരുപാട് ലൈറ്റിന്റെ വേവ് ലെങ്ത്. ഈ വൈ ആക്സിസിൽ എന്താണെന്നറിയാമോ? ഓരോ ലൈറ്റിനെയും അബ്സോർബ് ചെയ്യുന്നത്. ഇത് ഒരുപാട് പിഗ്മെന്റുകൾ ഉണ്ടല്ലോ. ക്ലോറോഫിൽ ബി, ക്ലോറോഫിൽ എ, കരോട്ടിനോയിഡ്. കരോട്ടിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ സാന്തോഫിലിനെ കരോട്ടിനോയിഡ്സിനെ ചേർത്തിട്ടാണ് എന്ത് വിളിക്കുക? കരോട്ടിനോയിഡ്സ് എന്ന് വിളിക്കുക. കരോട്ടിനോയിഡ്സ് പിഗ്മെന്റ് എന്നാ വിളിക്കുക. സാന്തോഫിലിനെ കരോട്ടിനെ ചേർത്ത് എന്താ വിളിക്കുക? കരോട്ടിനോയിഡ്സ്. അപ്പൊ കരോട്ടിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ കരോട്ടീൻ ആണെന്ന് കരുതല്ലേ. കരോട്ടീനെയും സാന്തോഫിലിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് കരോട്ടിനോയിഡ്സ്. നോക്ക്, ഇത് ലൈറ്റ്, ഇത് വയലറ്റ് ഉണ്ട്, ഇൻഡിഗോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്. ഓരോ കളർ എഴുതി, വേവ് ലെങ്ത് എഴുതി. ഇവിടെ എന്താ സാറേ? ഈ ഓരോ കളറും ഓരോ പിഗ്മെന്റ് എത്രമാത്രം അബ്സോർബ് ചെയ്യും, അതാണ് വൈ ആക്സിസിലെ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് ബൈ ക്ലോറോപ്ലാസ്റ്റ് പിഗ്മെന്റ്. ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലുള്ള പിഗ്മെന്റ് എത്രമാത്രം ലൈറ്റിനെ അബ്സോർബ് ചെയ്യും, അതാണ് ഈ ഗ്രാഫ്. ഈ ആക്സിസിൽ നിങ്ങൾ നോക്കടാ. ബ്ലൂ ലൈറ്റ് ഇതാണ്, റെഡ് ലൈറ്റ് ഇതാണ്. ബ്ലൂ ലൈറ്റ് നോക്കടാ,
ബ്ലൂ ലൈറ്റിലേക്ക് വാ. ബ്ലൂ ലൈറ്റിനെ കണ്ടോ, ആര് അബ്സോർബ് ചെയ്യുന്നുണ്ട്? ക്ലോറോഫിൽ ബി അബ്സോർബ് ചെയ്യുന്നുണ്ട്. നമുക്ക് ബ്ലൂ ലൈറ്റിനെ ആര് അബ്സോർബ് ചെയ്യുന്നുണ്ട്? ക്ലോറോഫിൽ എ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ബ്ലൂ ലൈറ്റിനെ ആര് അബ്സോർബ് ചെയ്യുന്നുണ്ട്? കരോട്ടിനോയിഡ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പം നോക്ക്, ബ്ലൂ ലൈറ്റിലേക്ക് വന്നാൽ 3 പിഗ്മെന്റ് കൂടുതൽ അബ്സോർബ് ചെയ്യും. നോക്ക്, ഗ്രീന്, യെല്ലോ, ഓറഞ്ചും വയലറ്റും ഇന്ത്യയും ഒക്കെ കുറച്ചേ അബ്സോർബ് ചെയ്യുന്നുള്ളൂ. എന്നാൽ ബ്ലൂ ലൈറ്റിലേക്ക് വരുമ്പോഴോ എല്ലാ പിഗ്മെന്റും കുറെ അബ്സോർബ് ചെയ്യുന്നുണ്ട് ബ്ലൂ ലൈറ്റിനെ. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കാൻ കാരണം പിഗ്മെന്റുകൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഈ പിഗ്മെന്റ്സ് കൂടുതൽ പ്രവർത്തിക്കുന്നത് ബ്ലൂ ലൈറ്റിലാണ്. ബ്ലൂ ലൈറ്റിനെ നല്ല പോലെ ക്ലോറോഫിൽ എയും ബിയും കരോട്ടിനോയിഡ്സും ഒക്കെ വാങ്ങിക്കുന്നുണ്ട്, വലിച്ചെടുക്കുന്നുണ്ട്. ബ്ലൂ ലൈറ്റിൽ ഈ 3 പിഗ്മെന്റും നല്ല ആക്റ്റീവാ, അതുകൊണ്ടാണ് നല്ല പോലെ ഫോട്ടോസിന്തസിസ് കാണിച്ചേ. അതേപോലെ റെഡ് ലൈറ്റിലേക്ക് വാ. റെഡ് ലൈറ്റിലേക്ക് വരുമ്പോൾ എന്താ പറ്റുക? ഇത് ക്ലോറോഫിൽ എയാ, സോറി ഇത് കരോട്ടിനോയിഡ്സാ, സോറി ഇത് ക്ലോറോഫിൽ ബിയാ, ഇത് ക്ലോറോഫിൽ ബി, ഇത് ക്ലോറോഫിൽ എ. കണ്ടോ, ഇവിടെ കരോട്ടിനോയിഡ്സ് കുറവായിരിക്കും കേട്ടോ. കരോട്ടിനോയിഡ് ബ്ലൂ ലൈറ്റിലാണ് കൂടുതൽ ആക്റ്റീവ് ആകുക. റെഡ് ലൈറ്റിലേക്ക് വരുമ്പോൾ കരോട്ടിനോയിഡ്സ് അത്ര അബ്സോർബ് ചെയ്യാറില്ല. പക്ഷെ ക്ലോറോഫിൽ ബിയും എയും ബ്ലൂ ലൈറ്റിലും ആക്റ്റീവാണ്, റെഡിലും ആക്റ്റീവാ. ഓക്കെ, റെഡ് ലൈറ്റിലേക്ക് വരുമ്പോഴോ ക്ലോറോഫിൽ ബി അബ്സോർബ് ചെയ്തു റെഡിനെ, ക്ലോറോഫിൽ എയും നല്ലപോലെ അബ്സോർബ് ചെയ്തു. അപ്പൊ നോക്ക്, ബ്ലൂ ലൈറ്റിലും റെഡ് ലൈറ്റിലും ആ ഫോട്ടോസിന്തസിസിലെ പിഗ്മെന്റ് നല്ല പോലെ പ്രവർത്തിക്കുക. ബ്ലൂവിലും റെഡിലും നല്ല പോലെ ഫോട്ടോസിന്തസിസിലെ പിഗ്മെന്റുകൾ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ബ്ലൂവിലും റെഡിലും നല്ല പോലെ ഫോട്ടോസിന്തസിസ് കാണുക. ഫോട്ടോസിന്തസിസ് നടക്കാൻ കാരണം ആരാ? ഈ ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, സാന്തോഫിൽ, കരോട്ടിനോയിഡ്, ഇവർ ലൈറ്റിനെ വലിച്ചെടുക്കുന്നത് കൊണ്ടാണ്. ലൈറ്റ് വന്ന് പതിക്കുമ്പം ബ്ലൂ ലൈറ്റിനെയും റെഡ് ലൈറ്റിനെയും ഈ 4 പിഗ്മെന്റുകളും കുറേ വലിച്ചെടുക്കും. ഈ 4 പിഗ്മെന്റുകളും ബ്ലൂ ലൈറ്റ് കണ്ടാലോ റെഡ് ലൈറ്റ് കണ്ടാലോ കൂടുതൽ വലിച്ചെടുക്കും. കൂടുതൽ ബ്ലൂ ലൈറ്റിനെ റെഡ് ലൈറ്റിനെ വലിച്ചെടുക്കുന്നുണ്ടാ ബ്ലൂവിലും റെഡിലും കൂടുതൽ ഫോട്ടോസിന്തസിസ് കാണുന്നത്. അപ്പോൾ എന്താ കാരണം സാർ? വൈ ഫോട്ടോസിന്തസിസ് മാക്സിമം ഇൻ ബ്ലൂ ആൻഡ് റെഡ് ലൈറ്റ്? Because pigments are more active. Pigments are more active in ബ്ലൂ ആൻഡ് റെഡ് ലൈറ്റ്. ബ്ലൂ ലൈറ്റിലും റെഡ് ലൈറ്റുമാണ് പിഗ്മെന്റ് കൂടുതൽ ആക്റ്റീവ് ആകുക. പിഗ്മെന്റ്സ് കൂടുതൽ ആക്റ്റീവ് ആയതുകൊണ്ട് അവിടുത്തെ ഫോട്ടോസിന്തസിസും കൂടുതലായി. മനസ്സിലായ മക്കളെ ഞാൻ പറഞ്ഞത്? മനസ്സിലായല്ലോടാ? ഇതാരും നോക്കത്തില്ല. ഈ ഗ്രാഫ് ഇന്നേ വരെ ചോദിച്ചിട്ടുമില്ല. നിങ്ങൾ ഭാഗ്യമുള്ള ബാച്ചായതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് മക്കളെ. എഴുതി വെച്ചോ, ബ്ലൂവിലും റെഡിലുമാണ് കൂടുതൽ. ഇത് കണ്ടാൽ നിങ്ങൾ എന്തെഴുതണം? ആക്ഷൻ സ്പെക്ട്രം. ഈ ഗ്രാഫ് ഇതാണ്. ഈ ഗ്രാഫിൻ്റെ പേരാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഓരോ പിഗ്മെന്റും എത്രമാത്രം ലൈറ്റിനെ വലിച്ചെടുക്കും എന്നുള്ള ഗ്രാഫല്ലേ. ഇതും എന്താ? അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഇത് ആക്ഷൻ സ്പെക്ട്രം എന്ന് എഴുതണം. ഈ ഗ്രാഫിനെ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് എഴുതണം. ഇത് കണ്ടുപിടിച്ചതും അവൻ തന്നെ. ആരെ? മാലാക മനുഷ്യൻ. ആരാടാ? മാലാക ഉള്ള മനുഷ്യൻ. ഓ, മാലാക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തലയിൽ ഒടുക്കാത്ത ബുദ്ധിയാണ്. മാലാക മനുഷ്യൻ, ഏഞ്ചൽ മാൻ. ഓക്സിജൻ ഡിസ്കവേർഡ് ബൈ. ഓക്സിജനെ കണ്ടുപിടിച്ചത് ആരാ സാറേ? ഓക്സിജനെ കണ്ടുപിടിച്ചത് ആരാ? എഴുതി വെച്ചോ. ഓക്സിജനെ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി. ആരാ? ജോസഫ് പ്രീസ്ലി. ഓക്സിജനെ കണ്ടുപിടിച്ച വ്യക്തിന്റെ പേര് ഇത് NCERT കൊടുത്തിട്ടുണ്ട്. ഞാനായിട്ട് ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ഒന്നുമല്ല. NCERT പറയുന്നുണ്ട് ഓക്സിജൻ ഡിസ്കവേർഡ് ബൈ ജോസഫ് പ്രീസ്ലി. 1 മാർക്കിന് വേണേൽ ചോദിക്കാൻ. നല്ല ഭാഗ്യമുള്ള ബാച്ചാണല്ലോ നിങ്ങൾ. ഓക്സിജൻ ഡിസ്കവേർഡ് ചെയ്തത് ആരാടാ? ജോസഫ് പ്രീസ്ലി. മൂപ്പർ നടത്തിയ എക്സ്പെരിമെന്റിന്റെ പേരെന്താ? ഒന്ന് ഓർത്ത് വെച്ചോ. ബെൽ ജാർ എക്സ്പെരിമെന്റ്. ബെല്ലെ ജാറ് ഓർമ്മയുണ്ട്? ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചു, അതിൻ്റെ ഉള്ളിൽ ഒരു എലി വെച്ചു, എന്നിട്ട് ഒരു മിന്റ് പ്ലാന്റ് വെച്ചു, ബെൽ ജാർ അടച്ചു വെച്ചു. എന്നിട്ട് എന്താ? മിന്റ് പ്ലാന്റ് ഉള്ളതുകൊണ്ട് എലി ചാകില്ല, മെഴുകുതിരി കെടില്ല. ഓർമ്മയുണ്ടോ? ഈ എക്സ്പെരിമെന്റ് ആ ബെൽ ജാർ എക്സ്പെരിമെന്റ്. ഇത് ചെയ്തത് ജോസഫ് പ്രീസ്ലിയാണ്. അദ്ദേഹം തന്നെയാണ് ഓക്സിജനെ കണ്ടുപിടിച്ചത്. അടുത്ത മക്കളെ, ഇത് ഞാൻ എപ്പോഴും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാറുള്ളതാണ്. ഈ വട്ടം ഞാൻ അധികം ഇതിനെ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല, കാരണം എല്ലാ വട്ടവും ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ക്ലോറോപ്ലാസ്റ്റിന്റെ ഡയഗ്രാം. ഇതാണ് ക്ലോറോപ്ലാസ്റ്റിന്റെ ഡയഗ്രാം. ഇത് 2 മെമ്പറൈൻ ഉണ്ട്. ക്ലോറോപ്ലാസ്റ്റ് പഠിച്ചാണല്ലോ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിൽ. 2 മെമ്പറൈൻ ഉള്ളത് 3 പേർക്കാ. ആരൊക്കെ? 1 ന്യൂക്ലിയസ്, 2 ക്ലോറോപ്ലാസ്റ്റ്, 3 മൈറ്റോകോൺട്രിയ. ഈ 3 പേർക്കും 2 മെമ്പറൈൻ ഉണ്ട്. വേണമെങ്കിൽ ചോദിക്കാം, ഡബിൾ മെമ്പറൈൻ ഉള്ള സെൽ ഓർഗണൽ ആരാ? ന്യൂക്ലിയസ് ഉണ്ട് സാറേ, മൈറ്റോകോൺട്രിയ ഉണ്ട് സാറേ, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട് സാറേ. ഏറ്റവും പുറത്തെ മെമ്പറൈൻ്റെ പേര് ഔട്ടർ മെമ്പറൈൻ, അകത്തത് ഇന്നർ മെമ്പറൈൻ. ഉള്ളിൽ കാണുന്ന സ്ഥലമുണ്ടല്ലോ, ഈ സ്ഥലത്തെ നമ്മൾ സ്റ്റോമ എന്നാ വിളിക്കുക. സ്റ്റോമയിലാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുക. ഈ കാണുന്ന നാണയങ്ങൾ കണ്ടോ, ഇതിനെ ഓരോന്നിനെ തൈലക്കോഡ് എന്നാ വിളിക്കുക. തൈലക്കോഡുകൾ ഒരുമിച്ചിരുന്നാൽ ഗ്രാന എന്നാ വിളിക്കുക. ഗ്രാനയിലാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുക. ഡാർക്ക് റിയാക്ഷൻ സ്റ്റോമയിൽ നടക്കും, ലൈറ്റ് റിയാക്ഷൻ ഗ്രാനയിൽ നടക്കും. നോക്കടാ, ഇതൊരു ഗ്രാനയാ,
ഇത് ഗ്രാനയ, ഗ്രാന, 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 ഗ്രാന. ഗ്രാനേനെ കണക്ട് ചെയ്യുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഗ്രാനകളെ കണക്ട് ചെയ്യുന്ന ഈ ഭാഗം, ഗ്രാനകളെ കണക്ട് ചെയ്യുന്ന ഭാഗത്തിന്റെ പേരാണ് സ്ട്രോമ ലാമെല്ല. എന്താ വിളിക്കുക? സ്ട്രോമ ലാമെല്ല എന്നാ വിളിക്കുക. എന്താ സാറേ ഗ്രാന എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിച്ചോടാ, ഇതാണ് സാറേ ഒരു നാണയം. നാണയം പോലെ കാണാം, കണ്ടോ? നാണയങ്ങൾ പോലെ ഇങ്ങനെയല്ലേ കാണാം നാണയങ്ങൾ. ഈ നാണയത്തിൻ്റെ പേര് തൈലക്കോട് എന്നാ. ഇത് അടുത്ത നാണയം തൈലക്കോട്, അടുത്ത നാണയം തൈലക്കോട്, അടുത്ത നാണയം തൈലക്കോട്. എൻ്റെ പൊന്നുമക്കളെ ഒരുപാട് തൈലക്കോട് ഉണ്ട്. ഈ തൈലക്കോടിൻ്റെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ഗ്രാന. എന്താ സാറേ തൈലക്കോടും ഗ്രാനയും തമ്മിലുള്ള വ്യത്യാസം? ഒരു നാണയം, നാണയം എന്ന് പറഞ്ഞാൽ കൊയിൻ പോലെ, നാണയം പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നുള്ളൂ. നാണയങ്ങൾ കൊണ്ട് ക്ലോറോപ്ലാസ്റ്റ് വെച്ചു എന്നല്ല. ഇവിടെ പോക്കറ്റിലും പേഴ്സിലും ഇട്ട് നടക്കാൻ നാണയമില്ല. പിന്നെ പ്ലാന്റിന്റെ സെല്ലിൽ കൊണ്ടുപോയി നാണയം വെക്കാൻ പോണത്. നാണയത്തെ പ്പോൾ ഇരിക്കുന്ന സ്ട്രക്ചർ അതാരാ? തൈലക്കോയിഡാ മക്കളെ. ഇതാണ് തൈലക്കോട്. തൈലക്കോട്, തൈലക്കോട്, തൈലക്കോട്. തൈലക്കോട് ഗ്രൂപ്പായിട്ട് ഇരിക്കുമ്പോൾ എന്താ വിളിക്കുക? ഗ്രാന, ഗ്രാന. ഇത് നോക്ക് മക്കളെ, ഇത് അടുത്ത ഗ്രാന. ഇതെന്താ സാറേ? ഇത് അടുത്ത ഗ്രാന. ഇത് ഗ്രാന, ഇത് ഗ്രാന. ഈ രണ്ട് ഗ്രാനകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രക്ചർ, ഇത് ഗ്രാന, ഇത് ഗ്രാന. രണ്ട് ഗ്രാനകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രക്ചറിന്റെ പേരാണ് സ്ട്രോമ ലാമല്ല. രണ്ട് ഗ്രാനകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രക്ചറിന്റെ പേരെന്താ? സ്ട്രോമ ലാമല്ല. രണ്ട് ഗ്രാനകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രക്ചർ ആരാടാ? സ്ട്രോമ ലാമല്ലയാ. വൈ ക്ലോറോപ്ലാസ്റ്റ് അറേഞ്ച്ഡ് പാരലൽ ടു ദ സെൽ ദാൻ പെർപെൻഡിക്കുലർ സെൽ വോള്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ NCERT കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനാണ്, പക്ഷെ നിങ്ങൾ കാണില്ല. ഇതെന്താന്നിരിക്കട്ടെ? ഒരു സെല്ല്. ഇതെന്താടാ? സെല്ല്. പ്ലാന്റ് സെല്ലിന്റെ ഏറ്റവും പുറത്തെ ലെയർ ഏതാ? സെൽ വോൾ. പിന്നെ അകത്തെ ലെയർ ഏതാ? പിന്നെ അകത്തെ ലെയർ ഏതാ? ഇത് സെല്ലാണ് കേട്ടോ വരയ്ക്കുന്നത്. ഇത് സെൽ വോള്, ഏറ്റവും പുറത്തുള്ളത് സെൽ വോള്. പിന്നെ അകത്തുള്ള ലെയർ ഏതാ മക്കളെ? സെൽ മെമ്മറൈൻ ആണ് അകത്ത് കാണുക. ഓക്കെ, ഇത് പിന്നെന്താ? ഇവിടെ കുറെ വെള്ളം കാണും. സെല്ലിലെ വെള്ളത്തിന്റെ പേരെന്താ? ഇത് ക്ലോറോപ്ലാസ്റ്റ് അല്ല കേട്ടോ, ഇത് ക്ലോറോപ്ലാസ്റ്റ് അല്ല, ഇത് ക്ലോറോപ്ലാസ്റ്റ് ഇരിക്കുന്ന സെല്ലാണ്. സെല്ലിലെ വെള്ളത്തിന്റെ പേരെന്താ മക്കളെ? സെല്ലിലെ വെള്ളത്തിന്റെ പേര് സൈറ്റോപ്ലാസം എന്നാ വിളിക്കുക. സെല്ലിലെ വെള്ളത്തെ നമ്മൾ എന്താ വിളിക്കുക? സൈറ്റോപ്ലാസം എന്നാ വിളിക്കുക. നോക്ക് മക്കളെ, ഈ സെല്ലിലാണ് ആര് കാണുക? ഈ സെല്ലിലാണ് ആര് കിടക്കുന്നത്? ഈ സെല്ലിലാണ് മക്കളെ ആര് കിടക്കുക? ക്ലോറോപ്ലാസ്റ്റ് കിടക്കുക. പക്ഷെ ഒരു പ്രശ്നമുണ്ട് സാറേ. എന്താ പ്രശ്നം? ഈ ക്ലോറോപ്ലാസ്റ്റ് എങ്ങനെ കിടക്കാന്നറിയാമോ? ഇതല്ലേ സെൽ വോള്, ഇതാണ് സെൽ വോള്. ഈ സെൽ വോളിന് പാരലലായിട്ട് ഇങ്ങനെ കിടക്കുക. ഇതാണ് സെൽ വോള്, ഇതാണ് ക്ലോറോപ്ലാസ്റ്റ്. അവർ സെൽ വോൾ ഇങ്ങനെയാണ്, ക്ലോറോപ്ലാസ്റ്റും ഇങ്ങനെയാണ്, രണ്ട് പാരലായിട്ടാണ് കിടക്കുക. ഇതാണ് സെൽ വോൾ എന്നിരിക്കട്ടെ, ഇതിന് പാരലായിട്ടാ ക്ലോറോപ്ലാസ്റ്റ് കിടക്കുക. ഇതാണ് സെൽ വോള്, അതിന് പാരലായിട്ടാ സെൽ വോള് കിടക്കുക. അല്ലാതെ ഇങ്ങനല്ല കിടക്കുക. ഇതാണ് സെൽ വോളെങ്കിൽ, ഇതാണ് സെൽ വോളെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ല കിടക്കുക. ഇതെല്ലാം 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ടല്ല കിടക്കുക. സെൽ വോളിന് പാരലൽ ആയിട്ടാ കിടക്കുക. അല്ലാതെ സെൽ വോളിന് പെർപെൻഡിക്കുലർ ആയിട്ട് കിടക്കാറില്ല. ഇതാണ് പാരലൽ, ഇത് പാരലലാണ്. ഇതെന്താ? പെർപെൻഡിക്കുലർ ആണ്. സെൽ വോളിന് പാരലൽ ആയിട്ടാണ് ക്ലോറോപ്ലാസ്റ്റ് കിടക്കുക. സെൽ വോളിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ല കിടക്കുക. കാരണം എന്താണെന്നറിയാമോ? മക്കളെ? ഇങ്ങനെ പാരലായിട്ട് കിടക്കാൻ കാരണം എന്താ? ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് കിടക്കുന്നതിനേക്കാൾ കൂടുതൽ പാരലായിട്ടാണ് കിടക്കുക. കാരണം എന്താ? ലൈറ്റിനെ കൂടുതൽ അബ്സോർബ് ചെയ്യാൻ. ഇങ്ങനല്ലേ ലൈറ്റ് വന്ന് പതിക്കുക. ഈ പതിക്കുന്ന ലൈറ്റിനെ കൂടുതൽ അബ്സോർബ് ചെയ്യാനാ പാരലായിട്ട് കിടക്കുക. നോക്കി, ഇങ്ങനെ ലൈറ്റ് വരിക, അപ്പൊ കൂടുതൽ ലൈറ്റിനെ മാർക്ക് കിട്ടും. പാരലായിട്ട് കിടക്കുന്ന കാരണം കൂടുതൽ ലൈറ്റിനെ മാർക്ക് കിട്ടും. പെർപെൻഡിക്കുലർ ആയിട്ട് കിടന്നാലോ ഈ ലൈറ്റ് ഈ ഒരു ഭാഗത്തിന് മാത്രമല്ലേ കിട്ടുക. എന്നാൽ പാരലായിട്ട് കിടക്കുമ്പോഴോ ഈ ഭാഗത്തിന് എല്ലാ ഭാഗത്തിനും ലൈറ്റിനെ കിട്ടും. എന്നാൽ പെർപെൻഡിക്കുലർ ആയിട്ട് കിടന്നാലോ ഈ ഒരു ഭാഗത്തിന് മാത്രമേ ലൈറ്റിനെ വൃത്തിക്ക് കിട്ടൂ. മനസ്സിലായോ? എന്തുകൊണ്ടാ സാറേ ക്ലോറോപ്ലാസ്റ്റ് സെൽ വോളിനെ പാരലായിട്ട് സെല്ലിൽ കിടക്കുന്നത്? ടു അബ്സോർബ് മാക്സിമം സൺലൈറ്റ്. സൺലൈറ്റിൽ നിന്ന് കൂടുതൽ ലൈറ്റിനെ വലിച്ചെടുക്കാനാണ് ഇങ്ങനെ കിടക്കുന്നത്. ക്ലോറോപ്ലാസ്റ്റ് സെൽ വോളിനെ പാരലായിട്ട് കിടക്കുന്നത്. ക്ലോറോപ്ലാസ്റ്റ് എന്തുകൊണ്ടാണ് സെൽ വോളിനെ പാരലായിട്ട് കിടക്കുന്നത്? കൂടുതൽ ലൈറ്റിനെ വലിച്ചെടുക്കാൻ. പെർപെൻഡിക്കുലർ ആയിട്ട് കിടന്നാൽ എന്താ പ്രശ്നം? ഈ ഒരു ഭാഗം മാത്രമേ ലൈറ്റ് കിട്ടുകയുള്ളൂ. എന്നാൽ പാരലായിട്ട് കിടന്നാലോ എല്ലാ ഭാഗത്തിനും ലൈറ്റിനെ കിട്ടും. ഓക്കെ, ആക്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം ഡിസ്കവേർഡ് ബൈ ആരാ കണ്ടുപിടിച്ച്? ആക്ഷൻ സ്പെക്ട്രവും അല്ലെങ്കിൽ അബ്സോർപ്ഷൻ സ്പെക്ട്രവും രണ്ട് കണ്ടുപിടിച്ചതാരാ? സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. സ്പെക്ട്രം ഉദ്ദേശിക്കുന്നത് ഇവിടെ ഗ്രാഫ് എന്നാ. സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്ന? ഗ്രാഫ്. ആക്ഷൻ സ്പെക്ട്രം ആയിക്കോട്ടെ അബ്സോർപ്ഷൻ സ്പെക്ട്രം ആയിക്കോട്ടെ, രണ്ടും കണ്ടുപിടിച്ച ഒരേ സയന്റിസ്റ്റ് ആരാടാ? ഏഞ്ചൽമാനാ മക്കളെ, ഏഞ്ചൽമാൻ.
ഇനി നോക്കാം മക്കളെ, ഫോട്ടോസിന്തസിന്റെ ഇക്വേഷൻ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ചേർന്നിട്ട് എന്തുണ്ടായി? C6H12O6. ഇതാരാ? ഗ്ലൂക്കോസ്. കൂടെ ആരുമുണ്ടായി? ഓക്സിജനും ഉണ്ടായി. എന്റെ പൊന്നുമക്കളെ, ഈ ഓക്സിജനെ കണ്ടോടാ. ഈ ഓക്സിജൻ ആരുടെ ഓക്സിജൻ ആണെന്നറിയാമോ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉള്ളിലെ ഓക്സിജൻ അല്ല, വാട്ടറിന്റെ ഉള്ളിലെ ഓക്സിജൻ ഇല്ലേ, വാട്ടറിന്റെ ഉള്ളിലെ ഓക്സിജൻ ആണ് ഈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഓക്സിജൻ. ഫോട്ടോസിന്തസിന്റെ സമയത്ത് രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാകുക, ഒന്ന് ഗ്ലൂക്കോസ്, ഒന്ന് ഓക്സിജന്. ഈ പുറത്തു പോകുന്ന ഓക്സിജൻ ഇല്ലേ, ഈ പുറത്തു പോകുന്ന ഓക്സിജൻ വാട്ടർ റിലീസ് ചെയ്യുന്ന ഓക്സിജനാ. വാട്ടറിന്റെ ഉള്ളിലെ ഓക്സിജനാ മക്കളെ പ്രൊഡക്റ്റ് ആയിട്ട് പുറത്തു പോവാ. വാട്ടറിന്റെ ഉള്ളിലെ ഓക്സിജനാ മക്കളെ പ്രൊഡക്റ്റ് ആയിട്ട് പുറത്തു പോവാ. ഓക്സിജൻ റിലീസ്ഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് സമയത്ത് ഫോട്ടോസിന്തസിസ് നടന്നിട്ട് ഈ റിലീസ് ആകുന്ന ഓക്സിജൻ കമ്മിങ് ഫ്രം, വരുന്നത് എവിടെ നിന്നാ വരിക? വാട്ടർ. ഇത് എവിടെ നിന്നാ വരിക? വാട്ടർ. ഫോട്ടോസിന്തസിസിന്റെ സമയത്ത് പുറത്തു പോകുന്ന ഓക്സിജൻ എവിടെ നിന്ന് വരുന്ന ഓക്സിജനാ സാറേ? വാട്ടറിൽ നിന്ന് വരുന്ന ഓക്സിജനാ. ഇത് കണ്ടുപിടിച്ച സയന്റിസ്റ്റാ, ഇത് ഡിസ്കവർ ചെയ്ത സയന്റിസ്റ്റിന്റെ പേരോട് ഓർത്ത് വെച്ചോ, കോർണീലിയസ് വാൻ നീൽ. ആ സയന്റിസ്റ്റിന്റെ പേരെന്താ? കോർണീലിയസ് വാൻ നീൽ. കോർണീലിയസ് വാൻ നീൽ എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ഉണ്ട്. മൂപ്പരാ കണ്ടുപിടിച്ചേ വാട്ടറിന്റെ ഉള്ളിലെ ഓക്സിജൻ ആണ് പുറത്തേക്ക് ഫ്രീ ആയിട്ട് പോകുന്ന ഓക്സിജൻ, പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്ന ഓക്സിജൻ. വാട്ടറിന്റെ ഉള്ളിലെ ഓക്സിജൻ ആ സാറേ പുറത്ത് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ഇത് കണ്ടുപിടിച്ചത് കോർണീലിയസ് വാൻ നീൽ. കോർണീലിയസ് വാൻ നീൽ. വായിൽ കിട്ടൂല, ആദ്യമായിട്ട് പഠിക്കുന്ന ചിലർ കാണും, വീണ്ടും വീണ്ടും പറയാ കോർണീലിയസ് വാൻ നീൽ. അടുത്ത മക്കളെ, വാരിഗേറ്റഡ് ലീഫ് എക്സ്പെരിമെന്റ്. എന്താ വാരിഗേറ്റഡ് ലീഫ് എന്ന് പറഞ്ഞാൽ? ഒരു ലീഫ് എടുത്താൽ ചിലയിടത്ത് നല്ല പച്ച കളർ, ചിലയിടത്ത് അത്ര പച്ച കാണില്ല, ചിലയിടത്ത് നല്ല പച്ച കളർ, ചിലയിടത്ത് അത്ര പച്ച കാണില്ല. ഇങ്ങനെ പച്ച കളർ ഇടവിട്ട് കാണുന്ന ലീഫിന്റെ പേരാ വാരിഗേറ്റഡ് ലീഫ് എക്സ്പെരിമെന്റ്. ഈ ലീഫ് എന്താ? ഈ ലീഫിൽ പച്ച കളർ എവിടാണോ നല്ല പോലെ കാണുക അവിടെ നല്ല പോലെ സ്റ്റാർച്ച് കാണും. എവിടെയാണോ പച്ച കളർ കുറവ് അവിടെ ഫോട്ടോസിന്തസിസ് കുറവായിരിക്കും. അപ്പൊ അവിടെ എന്ത് കുറവായിരിക്കും? സ്റ്റാർച്ച് കുറവായിരിക്കും. അപ്പൊ നോക്ക് സാർ, എന്താ വാരിഗേറ്റഡ് ലീഫ് എന്ന് പറഞ്ഞാൽ? ചില ലീഫ് എടുത്താൽ ചിലയിടത്ത് നല്ല പച്ച കാണും, ചിലയിടത്ത് അത്ര പച്ച കാണില്ല. പച്ച കളർ നല്ല പോലെ കാണുകയും പച്ച കളർ കുറവ് കാണുകയും ഇങ്ങനെ ഇടവിട്ട് പച്ച കളർ കാണുന്ന ലീഫാണ് വാരിഗേറ്റഡ്. പറ, എൻ്റെ ഒപ്പം പറ, വാരിഗേറ്റഡ് ലീഫ് എന്ന് പറഞ്ഞാൽ ഈ ലീഫ് വെച്ച് ചെയ്ത പരീക്ഷണം എന്താ? വാരിഗേറ്റഡ് ലീഫ് എക്സ്പെരിമെന്റ്. പച്ച കളർ എവിടെയാണോ കൂടുതൽ അവിടെ എന്ത് കൂടുതലാ? ക്ലോറോഫിൽ പിഗ്മെന്റ് കൂടുതലായിരിക്കും. അവിടെ ഫോട്ടോസിന്തസിസ് കൂടുതലായിരിക്കും. അവിടെ എന്ത് കൂടുതലായിരിക്കും? ഗ്ലൂക്കോസ് കൂടുതലായിരിക്കും. ഫോട്ടോസിന്തസിസ് നടത്തല്ലേ ഗ്ലൂക്കോസ് ഉണ്ടാകുക. ഗ്ലൂക്കോസിനെ പ്ലാന്റ് എന്തായിട്ടാണ് സ്റ്റോർ ചെയ്യുക? സ്റ്റാർച്ച് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. ഓർത്തോണം, ഫോട്ടോസിന്തസിസിന്റെ സമയത്ത് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നുണ്ട്. ഈ ഗ്ലൂക്കോസിനെ പ്ലാന്റ് എങ്ങനെ സ്റ്റോർ ചെയ്യാന്നറിയാമോ? ഈ ഗ്ലൂക്കോസിനെ പ്ലാന്റ് സ്റ്റോർ ചെയ്യുന്നത് ഏത് രൂപത്തിലാണെന്നറിയാമോടാ? ഈ ഗ്ലൂക്കോസിനെ പ്ലാന്റ് സ്റ്റോർ ചെയ്യുക സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ്. ഈ ഗ്ലൂക്കോസിനെ പ്ലാന്റ് എങ്ങനെ സ്റ്റോർ ചെയ്യുക? സ്റ്റാർച്ച് ആയിട്ടാ സ്റ്റോർ ചെയ്യുക. ഇത് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരൂടെ പഠിച്ചു വെച്ചോ, ജൂലിയസ് വോൺ സാഷ്. ആരാടാ? ജൂലിയസ് വോൺ സാഷ്. എന്താ കോർണീലിയസ് വാൻ നീൽ കണ്ടുപിടിച്ച മക്കളെ? വാട്ടറിന്റെ ഉള്ളിലെ ഓക്സിജൻ ആണ് പുറത്തു പോകുന്നത്. എന്താണ് ജൂലിയസ് വോൺ സാഷ് കണ്ടുപിടിച്ചത്? ഫോട്ടോസിന്തസിസ് സമയത്ത് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നുണ്ട്. ഈ ഗ്ലൂക്കോസിനെ പ്ലാന്റ് സ്റ്റോർ ചെയ്യുന്നത് ഗ്ലൂക്കോസ് ആയിട്ട് തന്നെ അല്ല. ഈ ഗ്ലൂക്കോസിനെ പ്ലാന്റ് സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ്. ഗ്ലൂക്കോസ് ഈസ് സ്റ്റോർഡ് ആസ് സ്റ്റാർച്ച്. ഇത് പറഞ്ഞതാരാ? ജൂലിയസ് വോൺ സാഷ. സ്റ്റാർച്ച് എന്ന് എവിടെ കേട്ടോ ബോട്ടണിയിൽ? അത് ഒരു സയന്റിസ്റ്റിന്റെ പേര് ചോദിച്ചിട്ടാണ് സ്റ്റാർച്ച് എന്ന് കണ്ടെങ്കിൽ എഴുതി വെച്ചോ, അത് ജൂലിയസ് വോൺ സാഷ. അടുത്ത നോക്ക് മക്കളെ, അടുത്ത വാരിഗേറ്റഡ് ലീഫിന്റെ പ്രത്യേകത എന്താ? ഈ പച്ച കളർ ഉള്ളിടത്ത് ഫോട്ടോസിന്തസിസ് കൂടുതലായിരിക്കും, പച്ച കളർ കുറവുള്ളിടത്ത് ഫോട്ടോസിന്തസിസ് കുറവായിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് കുറയും, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്റ്റാർച്ചും കുറയും. ഗ്ലൂക്കോസിനാണല്ലോ സ്റ്റാർച്ച് ആക്കുക. കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ കൂടുതൽ സ്റ്റാർച്ച് ഉണ്ടാകും, കുറവ് ഗ്ലൂക്കോസ് ആണെങ്കിൽ കുറവ് സ്റ്റാർച്ച് ഉണ്ടാകും. അപ്പോൾ വാരിഗേറ്റഡ് ലീഫിന് എന്ത് മനസ്സിലായി? ടെസ്റ്റ് ദ ലീവ്സ് ഫോർ സ്റ്റാർച്ച്. വാരിഗേറ്റഡ് ലീഫ് എടുത്തിട്ടാണ് നമ്മൾ സ്റ്റാർച്ചിന് വേണ്ടി ടെസ്റ്റ് ചെയ്യാറ്. അടുത്ത ലിമിറ്റിംഗ് ഫാക്ടർ. ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? കുറവുള്ള ഫാക്ടർ. ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? കുറവുള്ള ഫാക്ടർ. ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചതാരാ? ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചതാരാ മക്കളെ? ഏഞ്ചൽമാൻ ഉണ്ട്, കോർണീലിയസ് വാൻ നീൽ ഉണ്ട്, കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് ഉണ്ട്, ജോസഫ് പ്രീസ്ലി ഉണ്ട്. ഇതിലൊന്നുമായിട്ട് ലിമിറ്റിംഗ് ഫാക്ടർ മാച്ച് അല്ലല്ലോ. ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ കുറവുള്ളതാ. ലിമിറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചത് സത്യത്തിൽ ബ്ലാക്ക് മാൻ ആണ്.
ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ ബ്ലാക്ക്മാൻ്റെ ആണ്. അത് ഇതിനകത്തില്ല കേട്ടോ. നമുക്ക് നോക്കാം, ബാക്കി നോക്കാം. മിന്റ് പ്ലാൻ ബെൽജാർ എക്സ്പെരിമെന്റ് ചെയ്ത ആരാ? ജോസഫ് പ്രീസ്ലിയ. ആക്ഷൻ സ്പെക്ട്രം ആയിക്കോട്ടെ, അബ്സോർപ്ഷൻ സ്പെക്ട്രം ആയിക്കോട്ടെ, ആക്ഷൻ സ്പെക്ട്രം അബ്സോർപ്ഷൻ സ്പെക്ട്രം കണ്ടുപിടിച്ചത് ആരാ മക്കളെ? ഏഞ്ചൽ മാന. ആക്ഷൻ സ്പെക്ട്രവും അബ്സോർപ്ഷൻ സ്പെക്ട്രവും കണ്ടുപിടിച്ചത് ആരാ? ഏഞ്ചൽ മാന കണ്ടുപിടിച്ചത്. അടുത്തത് ATP സിന്തസിസ്. ATP ഉണ്ടാകുന്നത് ഏത് വഴിയാ? കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് വഴിയാ. അടുത്ത ഫോട്ടോസിന്തസിസ് ഇസ് എ ലൈറ്റ് ഡിപ്പെൻഡന്റ് റിയാക്ഷൻ. ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ ലൈറ്റ് വേണം. അത് കറക്റ്റാ? അത് വേണമെന്ന് പറഞ്ഞത് ഇനിയിപ്പം മിച്ചമുള്ളത് കോർണീലിയസ് വാൻ നീലും വിബ്ജി ഓർമ. ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് വിബ്ജി ഓറുമായിട്ട് അതിനെ മാച്ച് ചെയ്യാം. വിബ്ജി ഓർ ലൈറ്റിലുള്ള സാധനമല്ലേ. അപ്പോൾ ഇവിടെ ആകെ മിച്ചമുള്ളത് ആരാ? കോർണീലിയസ് വാൻ നീലും ലിമിറ്റിംഗ് ഫാക്ടർ. സത്യത്തിൽ കോർണീലിയസ് വാൻ നീൽ അല്ല വരേണ്ടത്, ഇവിടെ അവർക്ക് മാറിപ്പോയായിരിക്കും. ഇവിടെ അവർക്ക് വരേണ്ടത് ബ്ലാക്ക്മാൻ ആണ് കേട്ടോ. ബ്ലാക്ക്മാൻ ആണ് വരേണ്ടത്. നിങ്ങൾ അങ്ങനെ വെച്ച് പഠിച്ചാൽ മതി. ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചത് ആരാ മക്കളെ? ബ്ലാക്ക്മാൻ ഒന്ന് ഓർത്ത് വെച്ചേര്. ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചത് ബ്ലാക്ക്മാൻ ആണ്. ബ്ലാക്ക്മാൻ. അടുത്ത ഈ ചാപ്റ്ററിലാണ് ഏറ്റവും കൂടുതൽ കമ്പാരിസൺ ടേബിൾ പഠിക്കാനുള്ളത് കേട്ടോ. PS1 ഫോട്ടോസിസ്റ്റം 1ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം, സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷനും നോൺ സൈക്ലിക്കും തമ്മിലുള്ള വ്യത്യാസം. ഇത് നിങ്ങളുടെ മോഡൽ എക്സാമിന് വന്നു, ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. C3 C4 പൊന്നുമക്കളെ കുറേ നാളായി ഇത് വന്നിട്ട് ഇത് വരാൻ ചാൻസ് ഉണ്ട്. ലൈറ്റ് റിയാക്ഷൻ ഡാർക്ക് റിയാക്ഷൻ നമ്മൾ വ്യത്യാസം ഇതും വരാൻ ചാൻസ് ഉണ്ട്. ഇത് അങ്ങനെ ഇതുവരെ ചോദിക്കാത്ത ചോദ്യമാണ്, വരാം. ഓക്കെ, നിങ്ങളെല്ലാം പഠിച്ചു വെച്ചോ. PS1ഉം PS2ഉം നമ്മളെ വ്യത്യാസം എന്താ? സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷനും നോൺ സൈക്ലിക്കും നമ്മളെ വ്യത്യാസം എന്താ? C3 പ്ലാന്റും C4 പ്ലാന്റും നമ്മളെ വ്യത്യാസം എന്താ? ലൈറ്റ് റിയാക്ഷൻ ഡാർക്ക് റിയാക്ഷൻ നമ്മളെ വ്യത്യാസം എന്താ? ആദ്യം നമ്മൾ പഠിക്കാൻ പോണത് ലൈറ്റ് റിയാക്ഷനും, എൻ്റെ പൊന്നുമക്കളെ, ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും നമ്മളെ വ്യത്യാസം. ശ്രദ്ധിച്ചിരുന്നേക്കണേടാ. ഞാൻ നല്ല എഫേർട്ട് എടുത്തിട്ടാടാ ഓരോ ക്ലാസ്സും ഇടുന്നത്. നിങ്ങൾക്കറിയാലോ, സാധാരണ പോരല്ല, ഞാൻ നല്ല സൗണ്ടൊക്കെ എടുത്തിട്ട് പറയുന്ന ഒരാളാണ്. എൻ്റെ രീതി അങ്ങനെയാണ് മക്കളെ. നിങ്ങൾ വിചാരിക്കും എന്തിനാ ഈ ചങ്ങായി ഇങ്ങനെ തൊള്ളയിടുന്നത്, എന്തിനാ ഇങ്ങനെ അലറി പഠിപ്പിക്കുന്നത്, ഇയാൾക്ക് സാവധാനം പഠിപ്പിച്ചൂടെ? ഓരോ മാഷന്മാരും ഓരോ രീതിയിൽ യുണീക്കാടാ. അഖിൽ സാറിൻ്റെ ബ്രാൻഡ് എന്താ? ഞാനൊരു കമൻറ്റിൽ കൊടുത്ത പോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലെ കമൻറ്റ് ഞാൻ കൊടുത്തതാ. എൻ്റെ ബ്രാൻഡ് എന്താണെന്നറിയാമോടാ? കിങ്ങിണി സാറിൻ്റെ ബ്രാൻഡ് എന്താണെന്നറിയാമോടാ? ഈ സൗണ്ടാ, ഈ ആക്ഷനാ. ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. എൻ്റെ രീതി ഇങ്ങനെ പണ്ട് മുതലേ എന്താ പറയുക, ഞാൻ കുറച്ചുകൂടെ എക്സ്ട്രോവേർട്ടാണ്. എക്സ്ട്രോവേർട്ടായതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഞാൻ എക്സ്ട്രോവേർട്ടാണ്. ചാടി മറന്ന് നടക്കും. ഓക്കെ, ഓരോരുത്തർക്ക് ഒരേ രീതി ആയതുകൊണ്ട് കേട്ടോ മക്കളെ, എന്നെ ആരും ഒന്നും പൈക്കരുത് കേട്ടോ, എന്നെ കുറ്റമൊന്നും പറയില്ലേടാ. ഓക്കെ, ശ്രദ്ധിച്ചോടാ. ലൈറ്റ് റിയാക്ഷൻ ഡാർക്ക് റിയാക്ഷൻ നമ്മളെ വ്യത്യാസം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ. ലൈറ്റ് റിയാക്ഷൻ്റെ പ്രത്യേകത എന്താ? ലൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്ട്ലി ഡിപ്പെൻഡ്സ് ഓൺ ലൈറ്റ്. ലൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റിനെ ഡയറക്റ്റ് ആയിട്ട് വേണം. ലൈറ്റ് റിയാക്ഷൻ നടക്കണോ, ഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കിട്ടണം. ഇന്ന് ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, സാറേ ലൈറ്റ് ഒട്ടും വേണ്ട, ഡാർക്കിൽ നടക്കുന്ന പരിപാടിയല്ലേ? അങ്ങനല്ല. ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? ഡയറക്റ്റ് ആയിട്ട് വേണ്ടെങ്കിലും ഇൻഡയറക്ട്ലി ഡിപ്പെൻഡ്സ് ഓൺ ലൈറ്റ്. ലൈറ്റ് റിയാക്ഷൻ ഡയറക്റ്റ് ആയിട്ട് ലൈറ്റിന് ആവശ്യമുള്ള സ്റ്റെപ്പാണ്. ഡാർക്ക് റിയാക്ഷനോ ലൈറ്റിന് ഡയറക്റ്റ് ആയിട്ട് ആവശ്യമില്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് ലൈറ്റിന് ആവശ്യമുണ്ട്. അതെങ്ങനെയാണെന്ന് പഠിക്കണ്ട. നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോട്ടോസിന്തസിസിൻ്റെ ലൈവ് ഞാൻ എടുത്തിട്ടുണ്ട്, 2.5 മണിക്കൂറുണ്ട്. അത് കാണാം. നല്ല ലെക്ചറാന്ന് തോന്നുന്നു, കുട്ടികൾ പറയാറുണ്ട് നല്ല ലെക്ചറാന്ന്. നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കുക കേട്ടോ. ലൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ സാറേ? ഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് വേണ്ട സ്റ്റെപ്പാണ്. ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞാലോ ഇൻഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് വേണ്ട സ്റ്റെപ്പാണ്. ഓക്കെ, അത് മനസ്സിലായി. രണ്ടാമത്തെ എന്താണെന്നറിയാമോ? ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് എവിടെ വെച്ചാണെന്നറിയാമോ? ഗ്രാനയിൽ വെച്ചാണ് നടക്കുക. ഡാർക്ക് റിയാക്ഷൻ എവിടെ വെച്ചാൽ നടക്കാമെന്നറിയാമോ? സ്ട്രോമയിൽ വെച്ചാണ് നടക്കുക. ലൈറ്റ് റിയാക്ഷനിൽ സത്യത്തിൽ എന്താ സംഭവിക്കാമെന്നറിയാമോ? ലൈറ്റ് റിയാക്ഷനിൽ ലൈറ്റ് ഉണ്ടല്ലോടാ, ലൈറ്റിനെ നമ്മുടെ ഫോട്ടോ സിസ്റ്റങ്ങളുണ്ട്. ഫോട്ടോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പിഗ്മെന്റുകൾ, ഫോട്ടോസിന്തസിസിലെ പിഗ്മെന്റുകൾ അടുക്കി വെച്ചിരിക്കുന്ന ബോക്സാണ് ഫോട്ടോ സിസ്റ്റം. ഈ ഫോട്ടോ സിസ്റ്റങ്ങൾ തൈലക്കൂറിൻ്റെയും സോമാലാമല്ലിൻ്റെയും ഒക്കെ മെമ്മറൈനിലാണ് കാണുക. ഈ ഫോട്ടോ സിസ്റ്റങ്ങളുടെ സഹായത്തിൽ ലൈറ്റ് എന്തായി മാറുമെന്നറിയാമോ? ATP പോലുള്ള കെമിക്കൽ എനർജിയും NADPH പോലുള്ള കെമിക്കൽ എനർജിയുമായി മാറും.
സൺലൈറ്റ് ഫോട്ടോ സിസ്റ്റം ഉപയോഗിച്ച് ATP NADPH പോലുള്ള എനർജികളായി മാറും. സൺലൈറ്റ് ഫോട്ടോ സിസ്റ്റം ഉപയോഗിച്ച് ATP NADPH പോലുള്ള എനർജികളായി മാറും. അതാണ് മക്കളെ ലൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. എന്താ സാറേ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? സിമ്പിളാടാ. ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കാർബൺ ഡയോക്സൈഡിനെ പിടിച്ച് നേരെ എന്തുണ്ടാക്കുക? ഗ്ലൂക്കോസ് ഉണ്ടാക്കുക. കാർബൺ ഡയോക്സൈഡിനെ ഗ്ലൂക്കോസ് ആക്കുന്ന സ്റ്റെപ്പാണ് ഡാർക്ക് റിയാക്ഷൻ. ഈ കാർബൺ ഡയോക്സൈഡ് ഗ്ലൂക്കോസ് ആകണമെങ്കിൽ എന്ത് വേണമെന്ന് അറിയാമോ മക്കളെ? എനർജി വേണം. കാർബൺ ഡയോക്സൈഡ് ചുമ്മാതെ ഗ്ലൂക്കോസ് ആകില്ല. കാർബൺ ഡയോക്സൈഡ് ഗ്ലൂക്കോസ് ആണെങ്കിൽ എനർജി വേണം. ആ എനർജി എവിടെ നിന്നാണ് കിട്ടുക അറിയാമോ? ലൈറ്റ് റിയാക്ഷൻ നടന്നിട്ട് ഓൾറെഡി ലൈറ്റിനെ ATP ആയിട്ടും NADPH ആയിട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ലൈറ്റ് റിയാക്ഷനിൽ ഉണ്ടായ ATP NADPH ഒക്കെ എടുത്തിട്ടാ മക്കളെ എനർജി ആയിട്ട് ഉപയോഗിക്കും. ഈ ലൈറ്റ് റിയാക്ഷനിൽ ഉണ്ടായ ATP NADPH ഒക്കെ എടുത്ത് എനർജി ആയിട്ട് ഉപയോഗിച്ചാണ് മക്കളെ കാർബൺ ഡയോക്സൈഡിനെ എന്താക്കുക? ഗ്ലൂക്കോസ് ആക്കുക. ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡിനെ പിടിച്ച് എന്താക്കുക? ഗ്ലൂക്കോസ് ആക്കുക. ഞാൻ ആദ്യത്തെ വട്ടം തന്നെ പറഞ്ഞതാ, ഗ്ലൂക്കോസ് ഉണ്ടാകുന്നത് ഡാർക്ക് റിയാക്ഷനിലാണ്, ഓക്സിജൻ ഉണ്ടാകുന്നത് ലൈറ്റ് റിയാക്ഷനിലാണ്. ATP NADPH ഒക്കെ ഒപ്പം വാട്ടർ സ്പ്ലിറ്റ് ആയിട്ട് ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഓക്സിജൻ ഉണ്ടാകുന്നത് ലൈറ്റ് റിയാക്ഷനിലാണ്. ഈ കാർബൺ ഡയോക്സൈഡിനെ ഗ്ലൂക്കോസ് ആക്കുന്ന സ്റ്റെപ്പിന്റെ പേരെന്താ? ഡാർക്ക് റിയാക്ഷൻ എന്നാ വിളിക്കുക. ഇത് നടക്കണമെങ്കിൽ എൻ്റെ പൊന്നു സാറേ എന്ത് വേണം? എനർജി വേണം. ഈ എനർജി എവിടെ നിന്നാ കിട്ടുക? ലൈറ്റ് റിയാക്ഷൻ നടത്തിയിട്ട് ഓൾറെഡി ATPയും അതേപോലെ NADPH പോലുള്ള എനർജി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ATPയും NADPH ഒക്കെ വെച്ചിട്ടാണ് കാർബൺ ഡയോക്സൈഡിനെ ഗ്ലൂക്കോസ് ആക്കുക. ലൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സൺലൈറ്റിനെ ATPയും NADPH ആക്കുക. ഈ ATP NADPH എടുത്തിട്ടാണ് സാറേ ഡാർക്ക് റിയാക്ഷനിൽ കാർബൺ ഡയോക്സൈഡിനെ ഗ്ലൂക്കോസ് ആക്കുക. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഡാർക്ക് റിയാക്ഷനിൽ കാർബൺ ഡയോക്സൈഡ് ഗ്ലൂക്കോസ് ആകണമെങ്കിൽ എനർജി വേണം. ആ എനർജി തരുന്നത് ആരാ? ലൈറ്റ് റിയാക്ഷനിൽ നിന്നാ. ലൈറ്റ് റിയാക്ഷൻ നടന്നിട്ട് ATP NADPH ഒക്കെ ഉണ്ടായാലേ, ലൈറ്റ് റിയാക്ഷൻ നടന്നിട്ട് ATP NADPH ഒക്കെ ഉണ്ടായാലേ ഡാർക്ക് റിയാക്ഷനിൽ കാർബൺ ഡയോക്സൈഡിനെ ഗ്ലൂക്കോസ് ആക്കാൻ പറ്റുള്ളൂ. ഇതുകൊണ്ടാണ് പറയാ dark reaction depends on products of light reaction. Dark reaction depends on products of light reaction. Light reaction product ഏതൊക്കെയാ? ATPയും NADPH ഇത് കിട്ടിയാലേ കാർബൺ ഡയോക്സൈഡിനെ ഗ്ലൂക്കോസ് ആക്കാൻ പറ്റുള്ളൂ ഡാർക്ക് റിയാക്ഷനിൽ. അപ്പോൾ ഡാർക്ക് റിയാക്ഷനിൽ കാർബൺ ഡയോക്സൈഡിനെ ഗ്ലൂക്കോസ് ആക്കണമെങ്കിൽ ലൈറ്റ് റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് ആയ ATPയും NADPH ഒക്കെ വരണം. അപ്പോൾ ഡാർക്ക് റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ പ്രൊഡക്റ്റ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ. ഡാർക്ക് റിയാക്ഷൻ ഡിപ്പെൻഡ് ഓൺ പ്രൊഡക്റ്റ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ. അടുത്ത സ്റ്റെപ്പ് അടുത്തല്ല മക്കളെ. അടുത്ത നമുക്ക് ഇനി പഠിക്കാനുള്ളത് എന്താ അറിയോ? ഫോട്ടോ സിസ്റ്റം 1ഉം ഫോട്ടോ സിസ്റ്റം 2ഉം തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. എന്താ ഫോട്ടോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചാണല്ലോ. എന്താ ഫോട്ടോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ക്ലോറോഫിൽ A ഉണ്ട്, ക്ലോറോഫിൽ B ഉണ്ട്, സാന്തോഫിൽ ഉണ്ട്, കരോട്ടിനോയിഡ് ഉണ്ട്. ഇതിനെയൊക്കെ ക്ലോറോപ്ലാസ്റ്റിൽ ഒരു ബോക്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ബോക്സ് ആക്കിയാൽ വെച്ചേക്കണത് ഈ 4 പിഗ്മെന്റിനെയും. ഈ ബോക്സുകളുടെ പേരാണ് മക്കളെ എന്ത്? ഫോട്ടോ സിസ്റ്റം. ഇത് എവിടേക്കാണ് കാണാമെന്നറിയാം? ക്ലോറോപ്ലാസ്റ്റിൽ. ഒന്ന് തൈലക്കോഡിൻ്റെ മെമ്മറൈനിൽ, തൈലക്കോഡിൻ്റെ ഉള്ളിലല്ല, തൈലക്കോഡിൻ്റെ മെമ്മറൈൻ. ഇതാണ് തൈലക്കോഡെങ്കിൽ ഈ മെമ്മറൈനിലാണ് അവർ കാണുക. അടുത്ത എവിടെയാണെന്നറിയാമോ? സ്ട്രോമാ ലാമെല്ലയുടെ മെമ്മറൈനിൽ. എവിടെ? സ്ട്രോമാ ലാമെല്ലയുടെ ഉള്ളിലല്ല, സ്ട്രോമാ ലാമെല്ലയുടെ മെമ്മറൈനിൽ. സ്ട്രോമാ ലാമെല്ല അറിയാലോ, 2 ഗ്രാനിനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കി 4 പിഗ്മെന്റുകളെ അടുക്കി വെച്ചിരിക്കുന്ന ബോക്സ് ആണ് ഫോട്ടോ സിസ്റ്റം. ഈ ഫോട്ടോ സിസ്റ്റം തൈലക്കോഡിന്റെ മെമ്പറൈലിനെ കാണാം, സ്ട്രോമാ ലാമെല്ലയുടെ മെമ്പറൈലിനെ കാണാം. ഫോട്ടോ സിസ്റ്റം 1ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറ സാറേ. എന്തൊക്കെയാ വ്യത്യാസം? ഫോട്ടോ സിസ്റ്റം 1ഉം ഉണ്ട് 2ഉം ഉണ്ട്. 2 ടൈപ്പ് ഫോട്ടോ സിസ്റ്റം ഉണ്ട്. ഫസ്റ്റ് ഡിസ്കവേർഡ്, ആദ്യം കണ്ടുപിടിച്ചതാണ് സാറേ എന്ത്? ഫോട്ടോ സിസ്റ്റം 1. ആദ്യം കണ്ടുപിടിച്ചത് കൊണ്ടാണ് അവന് 1 എന്ന് പേര് കൊടുത്തത്, അല്ലാതെ അവൻ 1ാം ക്ലാസ്സിൽ ഉഷാറായതുകൊണ്ടല്ല. ഓ ഇവൻ ഉഷാറാണല്ലോ, ഇവൻ കിടുവാണല്ലോ, ഇവൻ പൊളിയാണല്ലോ, ഇവൻ അഖിൽ സാറിനെ പോലെ പവറാണല്ലോ, ഇവന് 1 എന്നങ്ങ് കൊടുത്തേക്കാം, PS 1 എന്നങ്ങ് കൊടുത്തേക്കാം. ഫോട്ടോ സിസ്റ്റം പൊന്നിയൻ സെൽവൻ 1 അല്ല. സോറി ഗൈസ്, ചെറുതായിട്ടൊരു ചെളി അടിച്ചാട്ടോ. PS എന്ന് പറഞ്ഞാൽ ഫോട്ടോ സിസ്റ്റം. ഫോട്ടോ സിസ്റ്റം 1 എന്ന് പറഞ്ഞാൽ എന്താ? PS 1 എന്ന് കൊടുക്കാൻ കാരണം എന്താ? ഇവന് 1 എങ്ങനെ വന്നേ? ഇവൻ ആദ്യം കണ്ടുപിടിച്ചത് കൊണ്ടാ, അല്ലാതെ ഇവനേക്കാൾ ഇവൻ ഉഷാറായത് കൊണ്ടല്ല. ഫസ്റ്റ് കണ്ടുപിടിച്ചത് കൊണ്ട് ഫോട്ടോ സിസ്റ്റം 1 എന്ന് കൊടുത്തു. രണ്ടാമത് കണ്ടുപിടിച്ചത് ഏതാ? ഫോട്ടോ സിസ്റ്റം 2 ലേറ്റർ ഡിസ്കവേർഡ്. ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട് കണ്ടുപിടിച്ചു. ആദ്യം കണ്ടുപിടിച്ചത് കൊണ്ട് അവനെ ഫോട്ടോ സിസ്റ്റം 1 എന്ന് കൊടുത്തു, പിന്നീട് കണ്ടുപിടിച്ചത് കൊണ്ട് അവനെ ഫോട്ടോ സിസ്റ്റം 2 എന്ന് കൊടുത്തു. അടുത്ത ഫോട്ടോ സിസ്റ്റം 1 എവിടേക്കാണ് കാണുക?
ഫോട്ടോസിസ്റ്റം 1 തൈലക്കോട്. ഫോട്ടോസിസ്റ്റങ്ങൾ ഒന്നെങ്കിൽ തൈലക്കോടിലും അല്ലെങ്കിൽ പിന്നെ എവിടെ കാണുക, സ്ട്രോമാ ലാമെല്ലയിലുമാണ് കാണുക. ഈ ഫോട്ടോസിസ്റ്റം 1 ഉണ്ടല്ലോ, ഈ ഫോട്ടോസിസ്റ്റം 1 തൈലക്കോടിന്റെ മെമ്മറയിൽ, ഫോട്ടോസിസ്റ്റം 1 ഇത് തൈലക്കോട്, ഇത് സ്ട്രോമാ ലാമെല്ല. തൈലക്കോടിന്റെ മെമ്മറയിലും ഫോട്ടോസിസ്റ്റം 1 കാണും, സ്ട്രോമാ ലാമെല്ലിന്റെ മെമ്മറയിലും ഫോട്ടോസിസ്റ്റം 1 കാണും. ഫോട്ടോസിസ്റ്റം 1 എവിടേക്കാണ് കാണുക സാറേ? തൈലക്കോടിന്റെ മെമ്മറയിലും സ്ട്രോമാ ലാമെല്ലിന്റെ മെമ്മറയിലും, രണ്ട് മെമ്മറയിലും കാണും. എന്നാൽ ഫോട്ടോസിസ്റ്റം 2 എവിടെ മാത്രമേ കാണുള്ളൂ? തൈലക്കോടിന്റെ മെമ്മറയിൽ മാത്രമേ കാണൂ. ഫോട്ടോസിസ്റ്റം 2 തൈലക്കോടിന്റെ മെമ്മറയിൽ മാത്രമേ കാണൂ. ഫോട്ടോസിസ്റ്റം 2 സ്ട്രോമാ ലാമെല്ലിന്റെ മെമ്മറയിൽ കാണില്ല. PS1 തൈലക്കോടിന്റെ സ്ട്രോമാ ലാമെല്ലിന്റെ രണ്ടിന്റെ മെമ്മറയിൽ കാണും. PS2 തൈലക്കോടിന്റെ മെമ്മറയിൽ മാത്രമേ കാണൂ. അടുത്തെന്താ അറിയാമോ? PS1 അടുത്തെന്താ പ്രത്യേകത അറിയാമോ? PS1 അബ്സോർബ് മാക്സിമം 700 നാനോമീറ്റർ വേവ് ലെങ്ത്, 700 നാനോമീറ്റർ വേവ് ലെങ്ത് ഫ്രം ലൈറ്റ്. ഈ PS1ന്റെ പ്രത്യേകത എന്താ? PS1 എന്ന് പറഞ്ഞാൽ പിഗ്മെന്റ്സിന്റെ കൂട്ടമാ. ഏത് ഫോട്ടോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? പിഗ്മെന്റിന്റെ കൂട്ടമാ. ഫോട്ടോ സിസ്റ്റം 1 ഉണ്ടല്ലോ, സൺലൈറ്റിന് 700 നാനോമീറ്റർ വരെ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ വാങ്ങിക്കും. മാക്സിമം അവർ വാങ്ങിക്കുക 700 നാനോമീറ്ററാ. അബ്സോർബ് മാക്സിമം 700 നാനോമീറ്റർ വേവ് ലെങ്ത് ഫ്രം ലൈറ്റ്. എന്നാൽ ഫോട്ടോ സിസ്റ്റം 2 അബ്സോർബ് മാക്സിമം 680 നാനോമീറ്റർ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. എന്നാ നോക്കടാ, ഫോട്ടോ സിസ്റ്റം 1 700 നാനോമീറ്റർ വരെയുള്ള ലൈറ്റിനെ വലിച്ചെടുക്കുമ്പം ഫോട്ടോ സിസ്റ്റം 2 680 നാനോമീറ്റർ വരെയുള്ള ലൈറ്റിനെ വലിച്ചെടുക്കാറുള്ളൂ. അടുത്ത നോക്കാം മക്കളെ, ലാസ്റ്റ് വ്യത്യാസം നോക്കടാ. എന്താ സാറേ ലാസ്റ്റ് വ്യത്യാസം? ഇമ്പോർട്ടൻ്റാ. ഫോട്ടോ സിസ്റ്റം 1 ഹാവ് no ability for water split ആയിട്ടാണല്ലോ ലൈറ്റ് റിയാക്ഷനിൽ ഓക്സിജൻ പുറത്ത് വരിക. ഈ വാട്ടറിനെ സ്പ്ലിറ്റ് ആക്കാനുള്ള കഴിവ് ഫോട്ടോ സിസ്റ്റം 1-നില്ല. പക്ഷെ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ആർക്കുണ്ടെന്നറിയാമോ? ഫോട്ടോ സിസ്റ്റം 2-നുണ്ട്. ഓർത്ത് വെച്ചാൽ മതി. ഫോട്ടോ സിസ്റ്റം 1 ആദ്യം കണ്ടുപിടിച്ചു, ഇത് പിന്നീട് കണ്ടുപിടിച്ചു. ഇവൻ തൈലക്കോണിന്റെ മെമ്മറയിലും സ്ട്രോമാ ലാമെല്ലയിലെ മെമ്മറയിലും കാണും. ഇവൻ തൈലക്കോണിന്റെ മെമ്മറയിൽ മാത്രമേ കാണൂ. ഈ ഫോട്ടോ സിസ്റ്റം 1 മാക്സിമം 700 നാനോമീറ്റർ വലിച്ചെടുക്കും സൺലൈറ്റിൽ നിന്ന്. എന്നാൽ ഫോട്ടോ സിസ്റ്റം 2 മാക്സിമം 680 നാനോമീറ്ററേ വലിച്ചെടുക്കാറുള്ളൂ. ഫോട്ടോ സിസ്റ്റം 1 വാട്ടറിനെ മുറിക്കാൻ കഴിവുള്ളവനല്ല. ഫോട്ടോ സിസ്റ്റം 1 വാട്ടറിനെ മുറിക്കാൻ കഴിവ് ഉള്ളവനാരാ? ഫോട്ടോ സിസ്റ്റം 2 ആണ് മക്കളെ. ലൈറ്റ് റിയാക്ഷൻ ഡാർക്ക് റിയാക്ഷൻ നമ്മൾ വ്യത്യാസം പറഞ്ഞു. PS1 PS2 നമ്മൾ വ്യത്യാസം പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോണത് എന്താണെന്നറിയാമോടാ? ഇനി നമ്മൾ പറയാൻ പോണത് സാറേ C3 പ്ലാന്റും C4 പ്ലാന്റും. വെരി ഇമ്പോർട്ടൻറ്റ്. C3 പ്ലാന്റും C4 പ്ലാന്റും നമ്മളെ വ്യത്യാസം. C3 പ്ലാന്റിൻ്റെ ആദ്യം എക്സാമ്പിൾ പഠിച്ചോ. C3 പ്ലാന്റിൻ്റെ എക്സാമ്പിൾ നമ്മുടെ റൈസ് വീറ്റ്, അരിയും ഗോതമ്പൊക്കെയാണ് C3 പ്ലാന്റ്. C4 പ്ലാന്റിൻ്റെ എക്സാമ്പിൾ ചോദിക്കാറുണ്ടടാ. മെയ്സ്, ചോളം. അടുത്ത സ്വർഗം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ചെറിയ ചോളം, അരിച്ചോളം എന്നാ വിളിക്കുക. ഷുഗർ കെയിൻ. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാ സാറേ? C3 പ്ലാന്റിന് എക്സാമ്പിളാണ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാടാ? C3 പ്ലാന്റിന് എക്സാമ്പിളാണ് മക്കളെ. ഇതൊക്കെ C3 പ്ലാന്റിന് എക്സാമ്പിളാ. അടുത്ത് നോക്കടാ, ഇതൊക്കെ C3 പ്ലാന്റിന് എക്സാമ്പിളാ. ഇനി ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചോ. C3 പ്ലാന്റിന് ലെസ് ടെമ്പറേച്ചറാണ് ഇഷ്ടം. ഇവർക്ക് ഇഷ്ടമേതാ? ലെസ് ടെമ്പറേച്ചർ, 35 to 40 ഡിഗ്രി. ഇതാണ് ഇവർക്ക് പറ്റുന്ന ടെമ്പറേച്ചർ. എന്നാൽ C4 പ്ലാന്റിനോ ഹൈ ടെമ്പറേച്ചർ ഇഷ്ടമാണ്. എബോവ് 40 ഡിഗ്രി, 40 ഡിഗ്രിക്കാൾ കൂടുതൽ ഇവർക്ക് ഇഷ്ടമാണ്. ഈ വാല്യൂ ഓരോ സ്കൂളിലും ഓരോന്നായിട്ടാണ് പഠിപ്പിക്കുക. എന്താണെന്നറിയില്ല. NCERT ഇതാണ് കൊടുത്തേക്കുന്നത്. ഓരോന്ന് പറയാറുണ്ട്, നെറ്റിലുമൊക്കെ ഓരോന്ന് പറയാറുണ്ട്. C3 പ്ലാന്റിന് കുറഞ്ഞ ടെമ്പറേച്ചറാണ് ഇഷ്ടം. C4 പ്ലാന്റിന് ഹൈ ടെമ്പറേച്ചറാണ് ഇഷ്ടം. C3 പ്ലാന്റിൽ എന്തില്ല സാറേ? ഫോട്ടോ റെസ്പിരേഷൻ പ്രസന്റ്. ഇതൊരു വൃത്തികെട്ട പ്രോസസ്സാണ്, ഒരു ഗുണവുമില്ലാത്ത പ്രോസസ്സാണ് ഫോട്ടോ റെസ്പിരേഷൻ. അത് C3 പ്രസന്റ് ആണ്. എന്നാൽ C4 അതെന്താ സാർ? ആബ്സെന്റ് അല്ലെങ്കിൽ കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഫോട്ടോ റെസ്പിറേഷൻ C3 പ്ലാന്റിൽ നല്ല കൂടുതലാണ്, C4 പ്ലാന്റിൽ കുറവാണെന്ന് പറയാം, അല്ലെങ്കിൽ ആബ്സെന്റ് ആണെന്ന് പറയാം. പ്രശ്നമില്ല. C3 പ്ലാന്റിന് എന്താണെന്നറിയാമോടാ? നോർമൽ അനാട്ടമി എന്ന് പറഞ്ഞാൽ എന്താ? ലീഫ് എടുത്തോ മക്കളെ. ലീഫിൽ മീസോഫിൽ സെൽ ഇവിടെ ആണെങ്കിൽ ബണ്ടിൽ ഷീത്ത് സെൽ ഇവിടെ കാണും.
അടുത്ത മീസോഫിൽ സെൽ ഇവിടെ ആണെങ്കിൽ ബണ്ടിൽ ഷീത്ത് മീസോഫിലൊക്കെ ചെതറിക്കിടക്കുക. ഇതാണ് നോർമൽ അനാട്ടമി. എന്നാൽ C4ന്റെ പ്രത്യേകത എന്താണെന്നറിയാമോടാ? C4ൽ ഒരു സ്പെഷ്യൽ അനാട്ടമി ഉണ്ട്. അതിൻ്റെ പേരെന്താ? ക്രാൻസ് അനാട്ടമി. നോർമൽ അനാട്ടമി എന്താ? C3യിലെ ബണ്ടിൽ ഷീത്ത് സെല്ലും മീസോഫിൽ സെല്ലും ഒക്കെ ലീഫിൽ ചെതറി അല്ലെ പ്ലാന്റിൽ എവിടെയെങ്കിലൊക്കെ ചെതറിക്കിടക്കുക, അതാ പറ്റുക. എന്നാൽ C4ലെ ക്രാൻസ് അനാട്ടമി അതെന്താ പ്രത്യേകം എന്നറിയാമോ? ഇത് ലീഫാന്നിരിക്കട്ടെടാ, ഇത് C4 പ്ലാന്റിലെ ലീഫാന്നിരിക്കട്ടെ. ഇതാണ് സൈലം ഫ്ലോയം. സൈലോം ഫ്ലോയത്തെ ഒരുമിച്ച് എന്താ വിളിക്കുക? സൈലോം ഫ്ലോയം ഒരുമിച്ച് വാസ്കുലാർ ബണ്ടിൽ എന്നാ വിളിക്കുക. സൈലത്തെയും ഫ്ലോയത്തെയും ഒരുമിച്ച് എന്താ വിളിക്കുക? വാസ്കുലാർ ബണ്ടിൽ എന്നാ വിളിക്കുക. ഈ സൈലത്തിന്റെ ചുറ്റും ആര് നിൽക്കും അറിയാമോ? വട്ടത്തിൽ സൈലത്തിന് ചുറ്റും ആര് നിൽക്കും? സൈലം 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 എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരിക? വാസ്കുലാർ ബണ്ടില. ഫ്ലോയം 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 എന്ന് കേൾക്കുമ്പോൾ എന്താ ഓർമ്മ വരിക? ഷുഗർ കൊണ്ടുവന്ന വാസ്കുലാർ ബണ്ടില. സൈലത്തെയും ഫ്ലോയത്തെയും ഒരുമിച്ച് എന്താ വിളിക്കുക? വാസ്കുലാർ ബണ്ടിൽ എന്നാ വിളിക്കുക. രണ്ടിനെ ഒരുമിച്ചാണ് വാസ്കുലാർ ബണ്ടിൽ എന്ന് വിളിക്കുക. ഈ വാസ്കുലാർ ബണ്ടിലിന് ചുറ്റും ആര് നിൽക്കും എന്നറിയാമോ? ബണ്ടിൽ ഷീത്ത് സെല്ല് നിൽക്കും. ഈ ബണ്ടിൽ ഷീത്ത് സെല്ലിന് ചുറ്റും, ഈ ബണ്ടിൽ ഷീത്ത് സുല്ലല്ല സെല്ല്, ബണ്ടിൽ ഷീത്ത് സെല്ലിന് ചുറ്റും ആര് നിൽക്കും എന്നറിയാമോടാ? നമ്മുടെ മീസോഫിൽ സെല്ല് നിൽക്കും. കണ്ടോ? മീസോഫിൽ സെല്ല് നിൽക്കും. ബണ്ടിൽ ഷീത്ത് സെല്ലിന് ചുറ്റും ഇതാണ് ക്രാൻസ് അനാട്ടമി. എന്താ ക്രാൻസ് അനാട്ടമി? സൈലം കാണും, ഫ്ലോയം കാണും. സൈലം ഫ്ലോയം ഒരുമിച്ച് വാസ്കുലാർ ബണ്ടിൽ എന്ന് വിളിക്കാം. ഇതിന് ചുറ്റും നേരെ ആര് കാണും? ഇതിന് ചുറ്റും നേരെ ആര് കാണും എന്നറിയാമോടാ? ബണ്ടിൽ ഷീത്ത് സെല്ല് കാണും. പിന്നെ ആരാ കാണുമെന്നറിയാമോടാ? പിന്നെ നമ്മുടെ ആര് കാണുമെന്നറിയാമോ മക്കളെ? പിന്നെ നമ്മുടെ ആര് കാണുമെന്നറിയാമോ? നമ്മുടെ മീസോഫിൽ സെല്ല് കാണും. പിന്നെ ആര് കാണും? മീസോഫിൽ സെല്ല് കാണും. ഇതാണ് ക്രാൻസ് അനാട്ടമി. ഇതാണ് സാറേ എന്ത്? ക്രാൻസ് അനാട്ടമി. എന്താ ക്രാൻസ് അനാട്ടമി? വാസ്കുലാർ ബണ്ടിൽ, സൈലോം ഫ്ലോയമാണല്ലോ വാസ്കുലാർ ബണ്ടിൽ. വാസ്കുലാർ ബണ്ടിലിന് ചുറ്റും മീസോഫിൽ സെല്ലും ബണ്ടിൽ ഷീത്ത് സെല്ലും ഇങ്ങനെ വട്ടത്തിൽ സർക്കുലാറായിട്ട് അറേഞ്ച് ചെയ്യുന്നു. എങ്ങനെയാണെന്നറിയാമോ? റീത്ത് പോലെ. എങ്ങനെയാടാ? റീത്ത് ലൈക്ക്. റീത്ത് കണ്ടിട്ടുണ്ടോ? റീത്ത്, മരിച്ചവരുടെ മുകളിൽ വെക്കുന്ന റീത്ത്. മരിച്ചു പോയെങ്കിൽ റീത്ത് വെക്കും. റീത്തിൽ പൂക്കൾ കണ്ടിട്ടുണ്ടോ? നടുക്കൊരു പൂ വെക്കും, പിന്നെ വട്ടത്തിൽ ഇങ്ങനെ പൂ അറേഞ്ച് ചെയ്യും. ഇതാണ് റീത്ത്. അതേപോലെ ഇവിടെയും സൈലോം ഫ്ലോയും വാസ്കുലാർ ബണ്ടിൽ നടുക്കുണ്ട്, പിന്നെ മീസോഫിൽ ബണ്ടിൽ ഷീത്താണ് നീലക്കടലുള്ളത്. ബണ്ടിൽ ഷീത്ത് സെല്ല് വെച്ചു, പിന്നെ വട്ടത്തിൽ ആര് വെച്ചു? മീസോഫിൽ സെല്ലിനെ വെച്ചു. വാസ്കുലാർ ബണ്ടിലിനെ നടുക്ക് വെച്ച് ബണ്ടിൽ ഷീത്ത് സെല്ലും മീസോഫിൽ സെല്ലും ഇങ്ങനെ വട്ടത്തിൽ അറേഞ്ച് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരെന്താ സാറേ? ക്രാൻസ് അനാട്ടമി എന്നാണ് വിളിക്കാറ്. ഈ ക്രാൻസ് അനാട്ടമിയാണ് C4ൽ കാണുക. C3ൽ അങ്ങനല്ല. C3ന്റെ ലീഫ് എടുത്തിരിക്കട്ടെ. ഇത് മീസോഫിൽ സെൽ, ഇത് ബണ്ടിൽ ഷീത്ത് സെൽ. ഇവിടെ ആയിരിക്കും സൈലം, ഇവിടെ ആയിരിക്കും ഫ്ലോയം, ഇവിടെ മീസോഫില്, ഇവിടെ ബണ്ടിൽ ഷീത്തും മീസോഫിലും സൈലോം ഫ്ലോയൊക്കെ ചെതറിക്കിടക്കുക. C4ൽ അങ്ങനല്ല. സൈലോം ഫ്ലോയും അടങ്ങിയ വാസ്കുലാർ ബണ്ടിലിന് ചുറ്റും മീസോഫില് കാണും, പിന്നെ ആദ്യം ബണ്ടിൽ ഷീത്ത് കാണും, പിന്നെ പുറത്ത് മീസോഫില് കാണും. ലൈക്ക് റീത്ത്. റീത്തിലെ പൂക്കൾ പോലെയാ ക്രാൻസ് അനാട്ടമി കാണുക. ക്രാൻസ് എന്ന് പറഞ്ഞാൽ റീത്ത് എന്നാണ് അർത്ഥം. റീത്ത് പോലുള്ള അനാട്ടമി, അതാണ് ക്രാൻസ് അനാട്ടമി. റീത്ത് പോലുള്ള അനാട്ടമീൻ്റെ പേരാണ് സാറേ ക്രാൻസ് അനാട്ടമി. റീത്ത് പോലുള്ള അനാട്ടമീൻ്റെ പേരെന്താ സാർ? ക്രാൻസ് അനാട്ടമി എന്നാണ് വിളിക്കുക. അടുത്ത ഞാൻ പറഞ്ഞ കേട്ടോ മക്കളെ. അടുത്ത നമ്മൾ പഠിക്കാമെന്നറിയാമോ? അടുത്ത നമുക്ക് ഫോട്ടോസിന്തസിസ് നടക്കാൻ C3, ഇത് C3 ആണല്ലോ, ഇതെന്താ C4 ആണല്ലോ. C3യിൽ ഫോട്ടോസിന്തസിസ് നടക്കാൻ മീസോഫിൽ സെൽ മാത്രം മതി. എന്നാൽ C4ലോ മീസോഫിലും ബണ്ടിൽ ഷീത്തും വേണം, 2 സെല്ലും വേണം. ഈ 2 സെൽ ഉണ്ടെങ്കിൽ C4ൽ ഫോട്ടോസിന്തസിസ് നടക്കൂ. C3യിൽ ഫോട്ടോസിന്തസിസ് നടക്കാൻ മീസോഫിൽ സെൽ മാത്രം മതിയെങ്കിൽ C4ൽ മീസോഫിൽ സെല്ലും ബണ്ടിൽ ഷീത്ത് സെല്ലും വേണം. C3 പ്ലാന്റിൽ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? C3 പ്ലാന്റിലെ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഒറ്റ സൈക്കിളാണ്. അതിൻ്റെ പേരെന്താ? കാൽവിൻ സൈക്കിൾ. C3 പ്ലാന്റിൽ ഡാർക്ക് റിയാക്ഷൻ നടന്നു എന്ന് പറഞ്ഞാൽ അവിടെ കാൽവിൻ സൈക്കിൾ നടന്നു എന്ന് അർത്ഥം. C4 പ്ലാന്റിൽ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കാൽവിൻ സൈക്കിൾ മാത്രമല്ല മക്കളെ, അവിടെ ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ ഉണ്ട്. ഇതൊരു സൈക്കിളാണ്. ഈ സൈക്കിളിനൊപ്പം അവിടെ അതേപോലെ എന്തുമുണ്ട്? കാൽവിൻ സൈക്കിളും ഉണ്ട്. എൻ്റെ പൊന്നുമക്കളെ, C3 പ്ലാന്റിലെ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കാൽവിൻ സൈക്കിൾ മാത്രമാ. C4 പ്ലാന്റിലേക്ക് വന്നാലോ അവിടെ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കാൽവിൻ സൈക്കിൾ മാത്രമല്ല, കൂടെ വേറൊരു സൈക്കിളും കൂടെ ഉണ്ട്, ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേയും കാൽവിൻ സൈക്കിളും രണ്ടും കൂടെ നടന്നാലേ C4ലെ ഡാർക്ക് റിയാക്ഷൻ കംപ്ലീറ്റ് ആകൂ. കാൽവിൻ സൈക്കിൾ മാത്രം നടന്നാൽ C3ലെ ഡാർക്ക് റിയാക്ഷൻ കംപ്ലീറ്റ് ആയി.
C3 ഡാർക്ക് റിയാക്ഷൻ കംപ്ലീറ്റ് ആക്കാൻ കാൽവിൻ സൈക്കിൾ മാത്രം മതി. C4 ഡാർക്ക് റിയാക്ഷൻ കംപ്ലീറ്റ് ആക്കാൻ ഹാച്ച്-ആൻഡ്-സ്ലാക്ക് പാത്തും വേണം, കാൽവിൻ സൈക്കിളും വേണം കേട്ടോ. ഇത് രണ്ടും കൂടെ നടന്നാലേ ഇവിടുത്തെ ഡാർക്ക് റിയാക്ഷൻ കംപ്ലീറ്റ് ആകൂ. ഇതിനെ നമ്മൾ C4 പാത്വേ എന്നാ വിളിക്കുക. ഹാച്ച്-ആൻഡ്-സ്ലാക്ക് പാത്വേ നമ്മൾ എന്താ വിളിക്കുക? C4 പാത്വേ എന്നാ വിളിക്കുക. കാൽവിൻ സൈക്കിൾ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാ C3 പാത്വേ അല്ലെങ്കിൽ C3 സൈക്കിൾ എന്ന് വിളിക്കും. C4 പാത്വേ എന്ന് കേട്ട് അന്തം വിടല്ലേ, അത് ഹാച്ച്-ആൻഡ്-സ്ലാക്ക് പാത്വേ തന്നെയാ. C4 എന്ന് കേട്ടാൽ അത് ഹാച്ച്-ആൻഡ്-സ്ലാക്ക് പാത്വേ, C3 പാത്വേ എന്ന് കേട്ടാൽ കാൽവിൻ സൈക്കിൾ, C3 സൈക്കിൾ എന്ന് കേട്ടാൽ കാൽവിൻ സൈക്കിൾ, C4 സൈക്കിൾ എന്ന് കേട്ടാൽ ഹാച്ച്-ആൻഡ്-സ്ലാക്ക് പാത്വേ. ആദ്യം നടക്കുക ഇത് രണ്ടും കൂടെ ചേരുന്നതാണല്ലോ ഡാർക്ക് റിയാക്ഷൻ. C4 പ്ലാന്റിൽ ആദ്യം നടക്കുന്നത് ഹാച്ച്-ആൻഡ്-സ്ലാക്ക് പാത്വേ, രണ്ടാമത് സെക്കൻഡ് ആയിട്ടാണ് എന്ത് നടക്കുക? കാൽവിൻ സൈക്കിൾ നടക്കുക. ഒന്നോർത്ത് വെച്ചേക്കണം കേട്ടോ. C3 പ്ലാന്റിലെ പ്രൈമറി കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ, C3 പ്ലാന്റിൽ പ്രൈമറി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിക്കുന്നത് C3 പ്ലാന്റിൽ ആരാന്നറിയാമോ? RBP, റുബുലോസ് ബിസ്ഫോസ്ഫേറ്റ്. RBP എന്ന് പറഞ്ഞാൽ എന്താ? റുബുലോസ് ബിസ്ഫോസ്ഫേറ്റ്. C3 പ്ലാന്റിൽ ആദ്യമായിട്ട് കാർബൺ ഡയോക്സൈഡിനെ വാങ്ങിക്കുന്നത് ആരാ? RBP. പ്രൈമറി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട്. C4 പ്ലാന്റിൽ ആദ്യമായിട്ട് കാർബൺ ഡയോക്സൈഡിനെ വാങ്ങിക്കുന്ന ആരാന്നറിയാമോടാ? PEP, ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ്. ആരാ? ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആണ് ആദ്യമായിട്ട് കാർബൺ ഡയോക്സൈഡിനെ വാങ്ങിക്കുക. C3 പ്ലാന്റിൽ ആദ്യമായിട്ട് കാർബൺ ഡയോക്സൈഡിനെ വാങ്ങിക്കുന്നത് RBP. ഈ കാർബൺ ഡയോക്സൈഡിനെ RBP വാങ്ങിച്ചിട്ട് ഉണ്ടാകുന്ന ആദ്യത്തെ പ്രൊഡക്റ്റ് എന്താണെന്നറിയാമോ? ആദ്യത്തെ പ്രൊഡക്റ്റിന്റെ പേരാണ് 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. എന്താ വിളിക്കുക? C3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. ഇതിനെ തന്നെയാണ് C3 ആസിഡ് എന്ന് വിളിക്കുക. കാരണം ഈ ആസിഡിൽ 3 കാർബൺ ഉണ്ട്. ഈ പ്രൈമറി കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ ആരാ? ആദ്യമായിട്ട് കാർബൺ ഡയോക്സൈഡിനെ വാങ്ങിക്കുന്നത് RBP. ഈ RBP കാർബൺ ഡയോക്സൈഡിനെ വാങ്ങിച്ചിട്ട് ആദ്യമായിട്ടുണ്ടായിരുന്ന പ്രൊഡക്റ്റ് ഏതാ? 3PGA, 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ്. ഇവിടെ നോക്കും മക്കളെ, ആദ്യമായിട്ട് കാർബൺ ഡയോക്സൈഡിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് ആരാ? പെപ്പാണ്, ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ. ഈ പെപ്പ് കാർബൺ ഡയോക്സൈഡിനെ വാങ്ങിച്ചിട്ട് ആദ്യമായിട്ടുണ്ടാകുന്ന ഫസ്റ്റ് പ്രൊഡക്റ്റ് ഏതാണെന്നറിയാമോ? ആദ്യത്തെ പ്രൊഡക്റ്റിന്റെ പേരാണ് ഓക്സാലോ അസെറ്റിക് ആസിഡ്. ഇതിനെ തന്നെയാണ് എന്തെന്ന് വിളിക്കുക? നമ്മൾ C4 ആസിഡ് എന്ന് വിളിക്കുക. കാരണം ഓക്സാലോ അസെറ്റിക് ആസിഡിൽ 4 കാർബൺ ഉണ്ട്. ഓർമ്മയുണ്ടോ? അവൻ സെറ്റ നരങ്ങ വെള്ളം കുടിച്ചിട്ട് ടാറിട്ട റോഡിൽ സക്സസ് ആയി, പിന്നെ ഒരു മലയാണിഞ്ഞവന് നരങ്ങ വെള്ളം കുടിച്ചിട്ട് ടാറിട്ട റോഡിൽ സക്സസ് ആയി, പിന്നെ ഒരു മലയാണിഞ്ഞവന് കേട്ടില്ലേ? ഇതാണ് ക്രെബ്സ് സൈക്കിളിന്റെ പാട്ടാണ്. അതിൽ അത് ഓക്സാലോ അസെറ്റിക് ആസിഡാ. ഈ ആസിഡിൽ 4 കാർബൺ ഉണ്ട്. 4 കാർബൺ ഉള്ളത് കൊണ്ട് ഓക്സാലോ അസെറ്റിക് ആസിഡിനെ C4 ആസിഡ് എന്ന് വിളിക്കാം. ഈ ആസിഡ് C4 പ്ലാന്റ്സിൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ. അടുത്തെന്താ അറിയോ മക്കളെ? അടുത്ത ഞാൻ പറഞ്ഞ കേട്ടോ. കാർബൺ ഡയോക്സൈഡ് ആണ് ആദ്യമായിട്ട് RBPനെ വാങ്ങിക്കുക. തെറ്റിപ്പോയി. കാർബൺ ഡയോക്സൈഡിനെ ആദ്യമായിട്ട് വാങ്ങിക്കുന്നത് ആരാ? C3 പ്ലാന്റിൽ RBP. കാർബൺ ഡയോക്സൈഡ് ആദ്യമായിട്ട് വാങ്ങിക്കുന്നത് C4 പ്ലാന്റിൽ ആരാ? പെപ്പ്, ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ്. കാർബൺ ഡയോക്സൈഡ് RBP വാങ്ങിച്ചിട്ടുണ്ടാകുന്ന പ്രൊഡക്റ്റ് ഏതാ? 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡാ. കാർബൺ ഡയോക്സൈഡിനെ പെപ്പ് വാങ്ങിച്ചിട്ടുണ്ടാകുന്ന പ്രൊഡക്റ്റ് ഏതാ? ഓക്സാലോ അസെറ്റിക് ആസിഡാ. കാർബൺ ഡയോക്സൈഡിനെ RBPയുമായിട്ട് ചേർക്കുന്ന എൻസൈം ഉണ്ട്. ആ എൻസൈമിന്റെ പേരെന്ന് ഓർത്ത് വെച്ചോ, റുബിസ്കോയ. ആരാ? റുബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിനേസ്. ഏറ്റവും കൂടുതൽ അബണ്ടന്റ് ആയിട്ട് കാണുന്ന പ്രോട്ടീൻ ആണ് ലോകത്തിൽ റുബിസ്കോ. സാറേ, കാർബൺ ഡയോക്സൈഡിനെ ആദ്യമായിട്ട് വാങ്ങിക്കുന്നത് RBP അല്ലേ? കാർബൺ ഡയോക്സൈഡിനെ RBPയുമായിട്ട് ചേർക്കുന്ന എൻസൈം ആരാ? റുബിസ്കോയ. മക്കളെ, ഞാൻ അധികം സൗണ്ട് ഇടുന്നില്ല. വൈകുന്നേരം ലൈവ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് 3 മണിക്ക് ലൈവ് ഉള്ളതുകൊണ്ട് ഞാൻ അധികം സൗണ്ട് ഇടുന്നില്ല കേട്ടോ. കാർബൺ ഡയോക്സൈഡ് RBPയുമായി ചേർക്കുന്നത് ആരാ? റുബിസ്കോ എന്ന് പറഞ്ഞ എൻസൈമാ. ഇവിടെ കാർബൺ ഡയോക്സൈഡ് ആരുമായിട്ടാ ചേർക്കണത്? പെപ്പുമായിട്ടാ. കാർബൺ ഡയോക്സൈഡിനെ പെപ്പുമായി ചേർക്കുന്ന എൻസൈം ആരാന്നറിയാമോടാ? പെപ്പ് കാർബോക്സിലേസ്. എന്താ വിളിക്കുക? പെപ്പ് കാർബോക്സിലേസ് അല്ലെങ്കിൽ പെപ്കേസ് എന്ന് വിളിക്കാറുണ്ട്. പെപ്പ് കാർബോക്സിലേസ് അല്ലെങ്കിൽ പെപ്കേസ് എന്ന് വിളിക്കാറുണ്ട്. പെപ്പ് കാർബോക്സിലേസ് അല്ലെങ്കിൽ പെപ്കേസ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും പഠിച്ചു വെച്ചാൽ ഒട്ടുമിക്കതുമായി മക്കളെ. C3 പ്ലാന്റിൽ ആദ്യമായി കാർബൺ ഡയോക്സൈഡിനെ വാങ്ങിക്കുന്നത് RBP. C4 ആദ്യമായി കാർബൺ ഡയോക്സൈഡിനെ വാങ്ങിക്കുന്നത് പെപ്പ്.
കാർബൺ ഡയോക്സൈഡിനെ RBPയുമായിട്ട് ചേർക്കുന്നത് റുബിസ്കോ എന്ന് പറഞ്ഞ എൻസൈമ. കാർബൺ ഡയോക്സൈഡിനെ പെപ്പുമായി ചേർക്കുന്നത് പെപ്കേസ് അല്ലെങ്കിൽ പെപ് കാർബോക്സിലേസ് എന്ന എൻസൈമ. കാർബൺ ഡയോക്സൈഡും RBPയും ചേർന്നുണ്ടാകുന്ന പ്രൊഡക്റ്റ് C3 ആസിഡ്, അതാരാ 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. കാർബൺ ഡയോക്സൈഡ് പെപ്പുമായി ചേർന്നുണ്ടാകുന്ന ആസിഡ് C4 ആസിഡ്, അതാരാ ഓക്സാലോ അസറ്റിക് ആസിഡ്. ഓക്കെ അല്ലേ ഗൈസ്? ഇത്രയാണ് നമ്മുടെ C3 പ്ലാന്റും C4 പ്ലാന്റും നമ്മളെ വ്യത്യാസങ്ങൾ മിനിമം അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് പറയാനുള്ളത് എന്താ അറിയാമോടാ? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. അതേപോലെ അടുത്ത ആളാരാ സാറേ? അടുത്ത ആളാരാ? നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ, സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. കേട്ടോടാ? സൈക്ലിക് ഇത് രണ്ടും ലൈറ്റ് റിയാക്ഷൻ ടൈപ്പാണ്. ലൈറ്റ് റിയാക്ഷൻ 2 ടൈപ്പാണ്. ഒന്ന് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ, ഒന്ന് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. നോൺ സൈക്ലിക് തന്നെ വേറൊരു പേരാണ് സെഡ് സ്കീം. എന്താടാ? സെഡ് സ്കീം എന്ന് ചോദ്യം വന്നാൽ അന്തം വിട്ടിരിക്കരുത്. സെഡ് സ്കീം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ? നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ തന്നെ. സൈക്ലിക്കിന്റെ പ്രത്യേകത, സൈക്ലിക് നടക്കണമെങ്കിൽ ഫോട്ടോസിസ്റ്റം 1 മാത്രം മതി. നോൺ സൈക്ലിക് നടക്കണമെങ്കിൽ ഫോട്ടോസിസ്റ്റം 1 മാത്രം പോരാ, ഫോട്ടോസിസ്റ്റം 2 കൂടെ സഹായിക്കണം. ഫോട്ടോസിസ്റ്റം 1 മാത്രം സഹായിച്ചാൽ സൈക്ലിക്ക് നടന്നോളും. ഫോട്ടോസിസ്റ്റം 1ഉം 2ഉം 2 സഹായിച്ചാലോ നോൺ സൈക്ലിക്ക് അങ്ങ് നടന്നോളും. അടുത്ത സൈക്ലിക്ക് നടക്കുന്നത് എവിടാണെന്നറിയോ? ഫോട്ടോസിസ്റ്റം 1 മാത്രമുള്ളിടത്താണ് സൈക്ലിക്ക് നടക്കുക. ഫോട്ടോസിസ്റ്റം 1 മാത്രമുള്ളത് എവിടാ? മക്കളെ നിങ്ങൾ ചിന്തിച്ചു പറ. ഫോട്ടോസിസ്റ്റം 1 മാത്രം എവിടെ കാണുക? സ്റ്റോമാ ലാമെല്ലയിൽ. ഫോട്ടോസിസ്റ്റം 1ഉം 2ഉം എവിടെ കാണുക? തൈലക്കോടിൽ. ഫോട്ടോസിസ്റ്റം 1 മാത്രം കാണുന്നത് സ്റ്റോമാ ലാമെല്ലയിൽ. ഫോട്ടോസിസ്റ്റം 1ഉം ഫോട്ടോസിസ്റ്റം 2ഉം 2ഉം കാണുന്നതോ തൈലക്കോടിൽ. ഓർത്ത് വെച്ചേക്കണം. ഫോട്ടോസിസ്റ്റം 1 മാത്രം കാണുന്നത് സ്റ്റോമാ ലാമെല്ല, ഫോട്ടോസിസ്റ്റം 1ഉം 2ഉം 2ഉം കാണുന്നത് തൈലക്കോയിഡ്. ചിന്തിക്ക്. സൈക്ലിക്ക് നടക്കാൻ ഫോട്ടോസിസ്റ്റം 1 മാത്രം മതി. 1 മാത്രമായിട്ട് എവിടെ കാണുക? സ്റ്റോമാ ലാമെല്ലയിൽ. 1 മാത്രമായിട്ട് സ്റ്റോമാ ലാമെല്ലയില കാണുക. അതുകൊണ്ട് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനും എവിടെ വെച്ചാൽ നടക്കുക? സ്റ്റോമാ ലാമെല്ലയിൽ. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ നടക്കാൻ ഫോട്ടോസിസ്റ്റം 1 മാത്രം പോരെ. 1 മാത്രമായിട്ട് ക്ലോറോപ്ലാസ്റ്റിൽ എവിടെ കാണുക? സ്റ്റോമാ ലാമെല്ലയിൽ. അപ്പോൾ സ്റ്റോമാ ലാമെല്ലയിൽ തന്നെ ആയിരിക്കും സൈക്ലിക്ക് നടക്കുക. നോൺ സൈക്ലിക്ക് നടക്കുന്നത് എവിടാണ്? നിങ്ങൾ ചിന്തിച്ചു പറ. നോൺ സൈക്ലിക്ക് നടക്കാൻ PS1ഉം PS2ഉം 2ഉം വേണ്ടേ? 2ഉമായി എവിടെ കാണുള്ളൂ? 2ഉം കാണുന്നത് തൈലക്കോടിൽ മാത്രമാണ്. അപ്പം നോൺ സൈക്ലിക്ക് നടക്കുന്നത് എവിടാ മക്കളെ? തൈലക്കോട് മെമ്മറൈനിലാണ്. അടുത്ത സൈക്ലിക്കിൽ എന്താ പ്രത്യേകം അറിയാമോ? ATP മാത്രമേ ഉണ്ടാകാറുള്ളൂ. നോൺ സൈക്ലിക്ക് നടന്നാൽ ATPയും ഉണ്ടാകും, കൂടെ NADPH2 എന്ന് പറഞ്ഞ എനർജി ഉണ്ടാകും. ATP ഉണ്ടാകും, NADPH2 ഉണ്ടാകും. 2ഉം ഉണ്ടാകുന്നതാണ് നോൺ സൈക്ലിക്ക്. അടുത്തെന്താ മക്കളെ? സൈക്ലിക്കിൽ PS1 മാത്രമല്ലേ ഉള്ളൂ. PS1 വാട്ടറിനെ പൊട്ടിക്കാറുണ്ടോ? ഇല്ല. വാട്ടറിനെ പൊട്ടിക്കാനുള്ള കഴിവ് PS1 ഇല്ല. ഞാൻ പഠിപ്പിച്ചതാ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യില്ല സാറേ? ഇവിടെ വാട്ടർ സ്പ്ലിറ്റ് ആകില്ല. കാരണം എന്താ വാട്ടർ സ്പ്ലിറ്റ് ആകാത്തതിന്റെ കാരണം എന്താ? വാട്ടർ സ്പ്ലിറ്റ് ആകണമെങ്കിൽ PS2 വരണം. PS2 മാത്രമേ വാട്ടറിനെ സ്പ്ലിറ്റ് ആക്കാനുള്ള കഴിവുള്ളൂ. സൈക്ലിക്കിൽ PS1 മാത്രമേ ഉള്ളൂ. PS1 വാട്ടറിനെ സ്പ്ലിറ്റ് ആക്കാൻ കഴിവില്ല. അപ്പോൾ അവിടെ വാട്ടർ സ്പ്ലിറ്റ് ആകില്ല. സ്പ്ലിറ്റ് ആകാത്ത കാരണം 2H+ ഉണ്ടാകില്ല, ഹാഫ് ഓക്സിജൻ ഉണ്ടാകില്ല. ഈ ഓക്സിജനാണ് പുറത്തേക്ക് പറന്നു പോവുക. 2 ഇലക്ട്രോണും ഉണ്ടാകില്ല. ഇവരൊന്നും ഉണ്ടാകില്ല. എന്നാലോ സാറേ നോൺ സൈക്ലിക്കിൽ PS2 ഉണ്ട്. നോൺ സൈക്ലിക്ക് നടക്കാൻ PS1ഉം PS2ഉം വേണമല്ലോ. PS2 ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് സ്പ്ലിറ്റ് ആകും സാർ? വാട്ടർ സ്പ്ലിറ്റ് ആകും. വാട്ടർ സ്പ്ലിറ്റ് ആകുന്ന ഇക്വേഷൻ കാണിക്ക്. വാട്ടർ സ്പ്ലിറ്റായി 2H+ ഉണ്ടാകും, 2 ഇലക്ട്രോൺ ഉണ്ടാകും, ഒരു ഹാഫ് ഓക്സിജനും ഉണ്ടാകും. ഈ ഓക്സിജൻ എങ്ങോട്ട് പോകുന്നറിയാം? ഹാഫ് ഓക്സിജൻ റിമൂവ്ഡ് ഇൻറ്റു അറ്റ്മോസ്ഫിയർ. ഈ ഹാഫ് ഓക്സിജൻ എങ്ങോട്ട് പോയി സാറേ? അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിലേക്ക് പറന്നു പോകും. ഈ ഓക്സിജനാണ് നമ്മൾ പ്രൊഡക്റ്റ് ആയിട്ട് പറയാറുള്ള ഓക്സിജൻ. ഫോട്ടോസിന്തസിസിലെ പ്രൊഡക്റ്റ് ആയിട്ട് ഓക്സിജൻ പറയാറില്ലേ? ആ പ്രൊഡക്റ്റ് ആയിട്ട് പറയുന്ന ഓക്സിജൻ ഇതേപോലെ നോൺ സൈക്ലിക്ക് നടന്ന് വാട്ടർ സ്പ്ലിറ്റ് ആയിട്ടുണ്ടാകുന്ന ഓക്സിജനാണ്. ഈ ഓക്സിജനാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ് ഫോട്ടോസിന്തസിസിൻ്റെ.
ഓക്കെ അല്ലേ മക്കളെ? ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത്രയും ഈ ഡിഫറൻസ് മനസ്സിലാക്കണം. ഇത് മോഡൽ എക്സാമിന് ചോദിച്ചു പോയി. ഈ വട്ടം ചോദിക്കുമെന്ന് എനിക്ക് അത്ര ഉറപ്പ് പറയാൻ പറ്റില്ല. ബാക്കി എല്ലാ കമ്പാരിസണും പഠിച്ചു വെച്ചോ. എൻ്റെ പൊന്നു മക്കളെ, ഒരു കാര്യം അറിയണം. സൈക്കിളിക്ക് നടന്നാലും ATP ഉണ്ടാകും, നോൺ സൈക്കിളിക്ക് നടന്നാലും ATP ഉണ്ടാകും. പക്ഷെ നോൺ സൈക്കിളിക്കിൽ എക്സ്ട്രാ ആയിട്ട് ഒരു എനർജി ഉണ്ടാകും. അതേതാ? NADPH2. നിങ്ങൾക്ക് മാറിപ്പോകില്ല. 2 എനർജി ഉണ്ടടാ. ഒന്ന് NADH2 ഉണ്ട്, രണ്ടാമത്തെ NADPH2 ഉണ്ട്. NADH2 NADPH2 രണ്ടും എനർജീൻ്റെ രൂപങ്ങളാണ്. NADPH2 നിങ്ങൾ ഏത് ചാപ്റ്ററിലാണ് പഠിക്കണത്? ഫോട്ടോസിന്തസിസിലാണ് പഠിക്കുക. നിങ്ങൾ ഓർത്താൽ മതി. P ഉണ്ടല്ലോ, ഇവിടെ P ഇല്ല. ആകെ നമ്മളെ വ്യത്യാസം എന്താ? ഇവിടെ P ഇല്ല, ഇവിടെ P ഉണ്ട്. P ഉള്ളത് എവിടെ? ഫോട്ടോസിന്തസിസ് ചാപ്റ്ററിൽ. ഇതെവിടെ പഠിക്കുക? റെസ്പിറേഷൻ ചാപ്റ്ററിലാണ് പഠിക്കുക. NADH2 ഉണ്ട്, NADPH2 ഉണ്ട്. NADPH2 എവിടെ പഠിക്കുക? ഫോട്ടോസിന്തസിസ് ചാപ്റ്ററിൽ. NADH2 എവിടെ പഠിക്കുക? റെസ്പിറേഷൻ ചാപ്റ്ററിൽ. P ഉള്ളത് ഫോട്ടോസിന്തസിസിൽ. ഓക്കെ മക്കളെ, ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഈ ഫിഗർ തന്നിട്ട് ചോദിക്കും, ഇതെന്താണ് സാറേ? ഇതാണ് മക്കളെ എന്ത്? ഈ ഫിഗറാണ് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. എന്താ വിളിക്കുക? കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. ABCD എന്താണ്? A എന്ന് പറഞ്ഞാൽ ഫോട്ടോസിസ്റ്റം 2 ആണ്. ഇതാണ് 1, ഇതാണ് 2. ഇത് കൊണ്ടുപോയിട്ട് 1, ഇത് കൊണ്ടുപോയിട്ട് 2 എന്ന് എഴുതല്ലേ? ഇത് 2 ആണെങ്കിൽ ഇതാരാ സാറേ? ഇത് 1. ഇതെന്താണെന്നറിയാമോ? ഇത് സൈറ്റോക്രോം B6F. ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് പ്ലാസ്റ്റോക്വിനോൺ ഇരിപ്പുണ്ട്, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് പ്ലാസ്റ്റോസയാനിനും ഇരിപ്പുണ്ട്. ഓർത്തോണം. ഇത് സൈറ്റോക്രോം B6F. ഇതിൻ്റെയും ഫോട്ടോസിസ്റ്റം 1ൻ്റെ ഇടയ്ക്ക് പ്ലാസ്റ്റോസയാനിൻ. PC എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റോസയാനിൻ. PC എന്ന് പറഞ്ഞാൽ എന്താ സാർ? പ്ലാസ്റ്റോസയാനിൻ ഇരിപ്പുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് PQ ഇരിപ്പുണ്ട്. എന്താ PQ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റോക്വിനോൺ. എന്താ? പ്ലാസ്റ്റോക്വിനോൺ ഇരിപ്പുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് പ്ലാസ്റ്റോസയാനിൻ ഉണ്ട്, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് പ്ലാസ്റ്റോക്വിനോൺ ഉണ്ട്. ഓക്കെ അല്ലേ? ഇതിൽ കൂടെ ഇലക്ട്രോൺ പോവാ. 2 ഫോട്ടോസിസ്റ്റം ഉണ്ട്. 2 ഫോട്ടോസിസ്റ്റം ഉള്ളതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും നടക്കുക? നോൺ സൈക്ലിക് ആയിരിക്കും നടക്കുക. സൈക്ലിക്കിന് ഫോട്ടോസിസ്റ്റം 1 മാത്രം മതിയല്ലോ. ഇവിടെ 2 ഫോട്ടോസിസ്റ്റം ഉണ്ട്. അത് മാത്രമല്ല, ഇത് തൈലക്കോയിഡിൻ്റെ മെമ്മറൈനാ. ഇത് സെല്ലോ ക്ലോറോപ്ലാസ്റ്റ് ഒന്നുമല്ല, ഇത് തൈലക്കോയിഡിൻ്റെ മെമ്മറൈനാ. ഇത് തൈലക്കോയിഡാ. പഠിപ്പിച്ചോർമ്മണ്ട. തൈലക്കോട്. ഈ കാണുന്ന ചെറിയ തൈലക്കോടാണിത്. ഇത് കുറേ കൺഫ്യൂഷൻ. ചിലത് സെല്ലാന്ന് കരുതും, ചിലത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് കരുതും. ഇത് തൈലക്കോടാണ്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലുള്ള തൈലക്കോയിഡാ. തൈലക്കോയിഡിൻ്റെ മെമ്മറയിലല്ലേ ഫോട്ടോസിസ്റ്റം 1ഉം 2ഉം കാണുക. 2 ഉണ്ടെങ്കിൽ നോൺ സൈക്ലിക്കാണ് നടക്കുക. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെയാണ്. എടാ മക്കളെ, ഇനി ഞാൻ പറയാൻ പോണത് എന്താ സാറേ കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ? ഞാൻ എന്താ പറയാൻ പോണത്? പലർക്കും അറിയാത്തൊരു സാധനം. മോഡൽ എക്സാമിന് വന്നു, ഈ വട്ടം വരാൻ ചാൻസ് ഉണ്ട്. അത്ര കൺഫ്യൂസിങ് ടോപ്പിക്കാണ്. ചോദ്യം ഇടുന്നവൻ ഇതിൽ ഭയങ്കര ആഗ്രഹമുണ്ട് ഇത് ഇടണമെന്ന്. കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്, അല്ലെങ്കിൽ നമ്മൾ വിളിക്കും കെമി ഓസ്മോസിസ്. അത് വേണ്ട, കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. ഇൻഷേർട്ട് ഇങ്ങനെ പറയണത്. കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്താ? ശ്രദ്ധിച്ചോ. ആർക്കൊന്നും അറിയാത്ത ഞാൻ പഠിപ്പിച്ചു തരാം. ശ്രദ്ധിച്ചോ മക്കളെ. കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്താ പറയണെന്നറിയാമോ? എങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ നോക്കടാ. സൈക്കിളിക്ക് നടക്കുമ്പോഴും ATP ഉണ്ടാകും, നോൺ സൈക്കിളിക്ക് നടക്കുമ്പോഴും ATP ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത്, സൈക്കിളിക്ക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ നടന്നാലും സൈക്കിളിക്ക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ എഴുതാൻ തന്നെ പാടാ. സൈക്കിളിക്ക് എന്ന് മാത്രം ഇനി എഴുതാം അല്ലേ? നോൺ സൈക്കിളിക്ക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ നടന്നാലും ഏതിലും എന്തുണ്ടാകുന്നുണ്ട്? ATP എനർജി ഉണ്ടാകുന്നുണ്ട്. സൈക്കിളിക്ക് നടന്നോട്ടെ, നോൺ സൈക്കിളിക്ക് നടന്നോട്ടെ, ഏത് നടന്നാലും ATP ഉണ്ടാകും. സൈക്കിളിക്കിലും നോൺ സൈക്കിളിക്കിലും ATP ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് ATP ഉണ്ടാകുക സൈക്കിളിക്കിലും നോൺ സൈക്കിളിക്കിലും എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. സൈക്കിളിക്ക് നടക്കുമ്പോഴും ATP ഉണ്ടാകും, നോൺ സൈക്കിളിക്ക് നടക്കുമ്പോഴും ATP ഉണ്ടാകും. സൈക്കിളിക്കും നോൺ സൈക്കിളിക്കും ഒക്കെ നടക്കുമ്പം എങ്ങനെയാണ് ATP ഉണ്ടാകുക എന്നതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് സാറേ കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. എന്താ പറയണത്? കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്താ സാറേ പറയുന്നത്? ഇറ്റ് എക്സ്പ്ലെയിൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ. ഇറ്റ് എക്സ്പ്ലെയിൻസ് മെക്കാനിസം അബൌട്ട് എന്തിൻ്റെ മെക്കാനിസമാ? ഹൗ
ATP, how ATP formed in cyclic and non-cyclic photophosphorylation. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ നടന്നാലും നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ നടന്നാലും എങ്ങനെയാണ് ATP ഉണ്ടാകുന്നത്? സൈക്ലിക്കിലും നോൺ സൈക്ലിക്കിലും ATP ഉണ്ടാകുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതിൻ്റെ പിന്നിലെ മെക്കാനിസം, അതിൻ്റെ പിന്നിലെ പരിപാടികൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഏത്? കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. സൈക്ലിക്ക് നോൺ സൈക്ലിക്ക്, ഞാനിപ്പം നോൺ സൈക്ലിക്ക് എടുത്തിട്ട് എങ്ങനെയാണ് ATP ഉണ്ടാകുന്ന പറഞ്ഞു തരാം കേട്ടോ. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നോൺ സൈക്ലിക്കാണ്. നോൺ സൈക്ലിക്ക് സൈക്ലിക്ക് ഏകദേശം സെയിം ആണ്. ഫോട്ടോ സിസ്റ്റത്തിൻ്റെ ഒരു എണ്ണം കുറഞ്ഞു എന്നുള്ള വ്യത്യാസം. നോൺ സൈക്ലിക്കിൽ എങ്ങനെയാണ് ATP ഉണ്ടാകുക കേട്ടോ മക്കളെ. നോൺ സൈക്ലിക്ക് എവിടെ വെച്ചാൽ നടക്കുക? തൈലക്കോടിൻ്റെ മെമ്പറൈനിൽ. ഇത് സ്ട്രോമാലാമല്ല അല്ല, ഇത് ക്ലോറോപ്ലാസ്റ്റ് അല്ല, സെല്ലല്ല. ഇതാരാ? തൈലക്കോടിൻ്റെ മെമ്മറൈന. ഇതാണ് തൈലക്കോട്. തൈലക്കോടിൻ്റെ ഉൾഭാഗത്തെ വിളിക്കുന്ന പേര് ലൂമൻ എന്നാ വിളിക്കുക. ലൂമൻ. പുറം ഭാഗം ഏതാ? പുറം ഭാഗം സ്ട്രോമയായിരിക്കും. തൈലക്കോടൊക്കെ ക്ലോറോപ്ലാസ്റ്റ് അല്ലേ ഇരിക്കുക. ഇതാണ് ക്ലോറോപ്ലാസ്റ്റ്. ഇതാണ് നമ്മൾ വരച്ച തൈലക്കോട്. ഈ പുറത്തെ സ്പേസിൻ്റെ ഒക്കെ പേരെന്താ? സ്ട്രോമയാ. ഇതാണ് തൈലക്കോടെങ്കിൽ അതിൻ്റെ പുറം ഭാഗം സ്ട്രോമ, അകം ഭാഗം ആരാ? ലൂമൻ. ഇത് ലൂമൻ, ഇതാരാ? സ്ട്രോമയാ സാർ. ഇതേതാണെന്നറിയാമോടാ? ഇത് ഫോട്ടോ സിസ്റ്റം 2 ആണ് മക്കളെ. ഇതേതാ സാറേ? ഇത് ഫോട്ടോ സിസ്റ്റം 1 ആണ്. ഇവർ രണ്ടുപേരുടെ നടുക്കാര് കാണാം. ആദ്യം കാണുന്ന ആള് സൈറ്റോക്രോം B6F. ആരാ? സൈറ്റോക്രോം B6F കാണാം. സൈറ്റോക്രോം B6Fൻ്റെയും ഫോട്ടോ സിസ്റ്റം 2വിൻ്റെ ഇടയ്ക്ക് ആരുണ്ട്? പ്ലാസ്റ്റോക്വിനോൺ ഉണ്ട്. സൈറ്റോക്രോം B6Fൻ്റെയും ഫോട്ടോ സിസ്റ്റം 1ൻ്റെ ഇടയ്ക്ക് ആരുണ്ട്? പ്ലാസ്റ്റോസയാനിൻ ഉണ്ട്. മക്കളെ നോക്കിക്കോടാ. നോൺ സൈക്ലിക്ക് നടക്കുമ്പോഴേ അതിന് മുമ്പ് വേറെ കാര്യം അറിയണേ. ഇത് തൈലക്കോടാണല്ലോ. തൈലക്കോടിൻ്റെ മെമ്മറിയിൽ ഒരു എൻസൈം ഇരിപ്പുണ്ട്. ഇതാണ് മെമ്മറി. ഇതൊക്കെ മെമ്മറിയില്ല. ഫോട്ടോ സിസ്റ്റം 1, പ്ലാസ്റ്റോസൈൻ, സൈറ്റോക്രോം B6F, പ്ലാസ്റ്റോക്വിനോൺ, ഫോട്ടോ സിസ്റ്റം 2, ഈ എൻസൈം, ഇവരെല്ലാം തൈലക്കോടിൻ്റെ ഉള്ളിലല്ല കാണുക, തൈലക്കോടിൻ്റെ മെമ്മറിയിലാണ് കാണുക. തൈലക്കോടിൻ്റെ മെമ്മറിയിൽ കാണുന്ന ഈ ഒരു എൻസൈം കണ്ടോ? ഈ എൻസൈമിൻ്റെ പേരാണടാ. തൈലക്കോടിൻ്റെ മെമ്മറിയിൽ കാണുന്ന ഈ എൻസൈമിൻ്റെ പേരെന്താണെന്നറിയാമോ? തൈലക്കോടിൻ്റെ മെമ്മറിയിൽ കാണുന്ന ഈ എൻസൈമിൻ്റെ പേരാ ATP സിന്തേസ്. തൈലക്കോടിൻ്റെ മെമ്മറിയിൽ കാണുന്ന ഈ എൻസൈമിൻ്റെ പേരെന്താ? ATP സിന്തേസ് എന്നാ വിളിക്കുക. തൈലക്കോടിൻ്റെ മെമ്മറിയില്ല സാറേ ATP സിന്തേസ് കാണുക. ഇത്ര ഓർത്ത് വെച്ചോ. ഫോട്ടോ സിസ്റ്റം 1 പ്ലാസ്റ്റോസയാനിൻ, സൈറ്റോക്രോം B6F, പ്ലാസ്റ്റോക്വിനോൺ, ഫോട്ടോ സിസ്റ്റം 2 മെമ്മറിയിൽ ഒരു എൻസൈം ഉണ്ട് ATP സിന്തേസ്. കേട്ടോടാ, കേട്ടോ. നോൺ സൈക്കിളിക്ക് നടക്കുമ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നോൺ സൈക്കിളിക്ക് നടക്കുമ്പോൾ വാട്ടർ സ്പ്ലിറ്റ് ആകും ഇല്ലേ? വാട്ടർ സ്പ്ലിറ്റ് ആകുന്നത് ഈ ലൂമൻ്റെ ഉള്ളിൽ വെച്ച. ലൂമൻ്റെ ഉള്ളിൽ വാട്ടർ സ്പ്ലിറ്റ് ആയിട്ട് 2 H+ ഉണ്ടാകും, 2 ഇലക്ട്രോൺ ഉണ്ടാകും, ഹാഫ് ഓക്സിജൻ ഉണ്ടാകും. ഈ ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് പറന്നു പോകും. 2 ഇലക്ട്രോൺ ഫോട്ടോ സിസ്റ്റം 2വിൻ്റെ റിയാക്ഷൻ സെൻറ്ററിലേക്ക് കയറും. ഈ 2 H+ എവിടെ കിടക്കാമെന്നറിയാമോ? ഈ സ്ട്രോമേൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. ഏത്? 2 H+ സ്ട്രോമേൻ്റെ ഉള്ളിൽ തന്നെ കിടന്നോളും. സ്ട്രോമേൻ്റെ ഉള്ളിൽ തന്നെ 2 H+ കിടന്നോളും. ഈ 2 H+ എങ്ങനെ ഉണ്ടായേ? വാട്ടർ സ്പ്ലിറ്റ് ആയപ്പോൾ ഉണ്ടായതാ. എങ്ങനെ വാട്ടർ സ്പ്ലിറ്റ് ആയത്? നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ. നോൺ സൈക്ലിക്കിൽ ഫോട്ടോ സിസ്റ്റം 2 വാട്ടറിനെ സ്പ്ലിറ്റ് ആക്കും, അങ്ങനെ 2 H+ ഉണ്ടാകും. ഇനി നോൺ സൈക്ലിക്ക് നടക്കുമ്പോൾ മക്കളെ ഈ ഇലക്ട്രോണുകൾ ഫോട്ടോ സിസ്റ്റം 2വിൽ നിന്ന് പ്ലാസ്റ്റോക്വിനോൺ കിട്ടും, പ്ലാസ്റ്റോക്വിനോൺ സൈറ്റോക്രോം B6Fന് കിട്ടും, അവിടുന്ന് പ്ലാസ്റ്റോസൈനിന് കിട്ടും, അവിടുന്ന് PS1 ഇങ്ങനെ ഇലക്ട്രോൺ പാസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എത്ര ഓർത്ത് വെച്ചാൽ മതി. നോൺ സൈക്കിളിലേക്ക് നടക്കുമ്പോൾ ഇവർക്കിടയിലൂടെയൊക്കെ ഇലക്ട്രോൺ പാസ് ആകുന്നുണ്ട്. ഇലക്ട്രോൺ ഈ കാണുന്ന ആളാരാ? പ്ലാസ്റ്റോക്വിനോണാ. എപ്പോഴാണോ ഇലക്ട്രോൺ പ്ലാസ്റ്റോക്വിനോണിൽ കൂടെ പോവുക, എപ്പോഴാണോ ഇലക്ട്രോൺ പ്ലാസ്റ്റോക്വിനോണിൻ്റെ ഉള്ളിൽ കൂടെ പോവുക, കണ്ടോ? ഇതാണ് പ്ലാസ്റ്റോക്വിനോൺ. ഇതിനുള്ളിൽ കൂടെ 2 ഇലക്ട്രോൺ അങ്ങ് പോയി, 2 ഇലക്ട്രോൺ ആട്ടാ പോവുക. 2 ഇലക്ട്രോൺ പോയി. 2 ഇലക്ട്രോൺ പ്ലാസ്റ്റോക്വിനോണിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പം പ്ലാസ്റ്റോക്വിനോൺ എന്താ ചെയ്യാന്നറിയാമോ? ഈ കാണുന്ന പുറം ഭാഗം ഏതാ? ഇതൊക്കെ സ്ട്രോമയാ. ഈ സ്ട്രോമയിൽ നിന്ന് 2 H+ എടുത്തുകൊണ്ട് വരും. ഈ പ്ലാസ്റ്റോക്വിനോൺ നേരെ 2 H+ എടുത്തിട്ട് ഈ തൈലക്കോടിൻ്റെ ഉള്ളിൽ കൊണ്ടിടും. ഓക്കെ, 2 രീതിയിലാണ് ഈ തൈലക്കോടിൻ്റെ ഉള്ളിൽ H+ കൂടുക. ഇതാണ് സാറേ തൈലക്കോടിൻ്റെ ഉൾഭാഗം. ഉൾഭാഗം എന്താ സാർ? ലൂമനാണ്. പുറം ഭാഗത്തെ നമ്മൾ എന്താ വിളിക്കുക? പുറം ഭാഗത്തെ സ്ട്രോമ എന്നാ വിളിക്കുക. ഇവിടെ ആരിപ്പുണ്ട്? പ്ലാസ്റ്റോക്വിനോൺ ഇരിപ്പുണ്ട്. നോൺ സൈക്കിളിലേക്ക് നടക്കുമ്പോൾ വാട്ടർ സ്പ്ലിറ്റായി, അങ്ങനെ 2 H+ ഉണ്ടായി. അതേപോലെ ഇലക്ട്രോൺ കടന്നു പോകുമ്പോൾ പ്ലാസ്റ്റോക്വിനോൺ ആക്റ്റീവ് ആകും. പ്ലാസ്റ്റോക്വിനോൺ ഈ സ്ട്രോമയിൽ നിന്ന് 2 H+ എടുത്തുകൊണ്ട് എവിടെ കൊണ്ടിടും? ഉള്ളിൽ കൊണ്ടിടും. അപ്പം അങ്ങനെ നോക്കിയാൽ തൈലക്കോടിൻ്റെ ഉള്ളിൽ നോൺ സൈക്കിളിലേക്ക് നടക്കുന്ന സമയത്ത് എന്ത് കൂടുമെന്നറിയാമോ? നിറച്ച് H+ കൂടും, പ്രോട്ടോണുകൾ കൂടും. നോൺ സൈക്കിളിക്കിൻ്റെ സമയത്ത് ഈ തൈലക്കോടിൻ്റെ ഉള്ളിൽ നിറച്ച് H+ കൂടും മക്കളെ.
ഈ എച്ച് പ്ലസുകൾ ഉണ്ടല്ലോ, ഇവിടെ ഒരു എൻസൈം ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഈ എൻസൈമിൻ്റെ പേരെന്താ? ATP സിന്തേസ്. ATPനെ ഉണ്ടാക്കുന്നു. സിന്തേസ് പറഞ്ഞാൽ ഉണ്ടാക്കുന്നു. ATPനെ ഉണ്ടാക്കുന്ന എൻസൈമാ. ഇവനാണ് ATP ഉണ്ടാക്കുക. ഈ നിറഞ്ഞു കിടക്കുന്ന എച്ച് പ്ലസുകൾ ഉണ്ടല്ലോ, എച്ച് പ്ലസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകൾ എന്നാണ് വിളിക്കുക. ഈ നിറഞ്ഞു കിടക്കുന്ന പ്രോട്ടോണുകളില്ലേ, അവരെല്ലാവരും കൂടെ എന്താ ചെയ്യുന്നറിയാമോ? ഈ ATP സിന്തേസിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി പുറത്തേക്ക് വരും. ഈ രണ്ട് എച്ച് പ്ലസുകൾ, ഇവിടെ കുന്നുകൂടി കിടക്കുന്ന ഒരുപാട് എച്ച് പ്ലസുകൾ തൈലക്കോണിൻ്റെ ലൂമനിൽ നിന്ന് ATP സിന്തേസ് വഴി പുറത്തേക്ക് വരും. പുറം ഭാഗം എന്ന് പറഞ്ഞാൽ ഏതാ? തൈലക്കോടിൻ്റെ പുറം ഭാഗം മുഴുവൻ എന്താ? സ്ട്രോമയിലേക്ക് വരും. അപ്പോൾ നോക്ക്, തൈലക്കോടിൻ്റെ ഉള്ളിൽ എച്ച് പ്ലസ് കൂടി ഈ എച്ച് പ്ലസുകളെ കൂടിയ എച്ച് പ്ലസുകളെ സ്ട്രോമയിലേക്ക് പോകാൻ നോക്കും. ഏതിൻ്റെ ഉള്ളിൽ കൂടെ? ATP സിന്തേസിൻ്റെ ഉള്ളിൽ കൂടെ. ഇതാണ് ATP സിന്തേസ്. ഇതാണ് ATP സിന്തേസ്. ഈ ഭാഗത്തെ നമ്മൾ CF0 ഭാഗം എന്നാണ് വിളിക്കുക. ഈ വട്ടത്തിലുള്ള ഭാഗത്തെ നമ്മൾ CF1 എന്നാണ് വിളിക്കുക. ഇങ്ങനെ രണ്ട് ഭാഗങ്ങളാണ് ATP സിന്തേസിന്. ഒന്ന് CF0 ഭാഗം, കണ്ടോ? ഇങ്ങനെ 1 പോലെ ഇരിക്കുന്നത് 0 പോലെ ഇരിക്കുന്നത് 1. CF0 ഭാഗം, CF1 ഭാഗം. ഇതാണ് ATP സിന്തേസ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ രണ്ട് എച്ച് പ്ലസുകൾ അറ്റ് എ ടൈം, ഒറ്റ സമയത്തിൽ രണ്ട് എച്ച് പ്ലസ്സാണ് കടന്നു പോവുക. ഇവിടുന്ന് രണ്ട് എച്ച് പ്ലസ് ഈ ATP സിന്തേസിലൂടെ കടന്നുപോയി. എപ്പോഴാണോ രണ്ട് എച്ച് പ്ലസ് കടന്നു പോവുക, അപ്പം ഈ ATP സിന്തേസിൻ്റെ CF1 ഭാഗമില്ലേ, ഈ CF1 ഭാഗം രണ്ട് എച്ച് പ്ലസ് കടന്നു പോകുന്ന സമയത്ത്, CF1 ഭാഗത്ത് ഒരു എനർജി ഉണ്ടാകും. ആ എനർജി ഉപയോഗിച്ച് ADPനെ എന്താക്കി മാറ്റും? ATP ആക്കി മാറ്റും. ആര്? CF1 ഭാഗം. ഇങ്ങനെയാണ് ATP ഉണ്ടാകുക. ശ്രദ്ധിച്ചോ മക്കളെ? എന്താ സാറേ കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ? സൈക്ലിക് ആയിക്കോട്ടെ നോൺ സൈക്ലിക് ആയിക്കോട്ടെ സാർ ATP ഉണ്ടാകും. ആ ATP എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. ഞാൻ നോൺ സൈക്ലിക്കൽ എങ്ങനെ ATP ഉണ്ടാകുന്നതെന്ന് പഠിപ്പിച്ചു തരാം കേട്ടോ. നോൺ സൈക്ലിക് നടക്കുമ്പോൾ വാട്ടർ സ്പ്ലിറ്റ് ആകുന്ന കാരണം കുറേ പ്രോട്ടീനിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതേപോലെ ഇലക്ട്രോണുകൾ പാസ്സാകുമ്പോൾ, ഇലക്ട്രോണുകൾ കടന്നു പോകുമ്പോൾ പ്ലാസ്റ്റോക്യുനോൺ സ്ട്രോമയിൽ നിന്ന് രണ്ട് എച്ച് പ്ലസ് രണ്ട് പ്രോട്ടോൺ എടുത്ത് ഉള്ളിൽ കൊണ്ടിടും. അങ്ങനെ എങ്ങനെ നോക്കിയാലും ഈ തൈലക്കോടിൻ്റെ ഉള്ളിൽ പ്രോട്ടോണിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഈ കൂടുതലുള്ള പ്രോട്ടോൺ ഈ തൈലക്കോണിന്റെ മെമ്മറൈനിലുള്ള ATP സിന്തേസ് വഴി കയറി പുറത്തേക്ക് വരും. എപ്പോഴാണോ ATP സിന്തേസിന് ഉള്ളിൽ കൂടെ രണ്ട് എച്ച് പ്ലസ് പോവുക, ഒരു സമയത്ത് രണ്ട് എച്ച് പ്ലസ് കടന്നു പോവുക. എപ്പോഴാണോ ATP സിന്തേസിന് ഉള്ളിൽ കൂടെ രണ്ട് എച്ച് പ്ലസ് കടന്നു പോവുക, അപ്പൊ ATP സിന്തേസിന് രണ്ട് ഭാഗമുണ്ടടാ. ഒന്നിങ്ങനെ 1 പോലെ ഇരിക്കുന്ന CF0 ഭാഗം, 2 0 പോലെ ഇരിക്കുന്ന CF1 ഭാഗം. 1 പോലെ ഇരുന്നാൽ 0 പോലെ ഇരുന്നാൽ 1. ഈ രണ്ട് എച്ച് പ്ലസ് കടന്നു പോകുമ്പം ഈ CF1 ഭാഗമില്ലേ, ഈ CF1 ഭാഗത്ത് ഒരു എനർജി ഉണ്ടാകും. ആ എനർജി ഉപയോഗിച്ച് ഈ ATP സിന്തേസ് ADPനെ എന്താക്കും? ATP ആക്കും. മനസ്സിലായോ ഗൈസ്? ഇങ്ങനെയാണ് സൈക്ലിക്കിലും നോൺ സൈക്ലിക്കിലൊക്കെ എന്തുണ്ടാകുക? ATP ഉണ്ടാകുക. നിങ്ങൾക്ക് അറിയണയാണല്ലോ. ഇങ്ങനെയാണ് ATP ഉണ്ടാകുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഏത് പ്രോസസ്സാണ് ചോദിക്കാറുണ്ട് മക്കളെ? ഇതാണ് നമ്മുടെ മെൽവിൻ കാൽവിൻ. ആരാടാ? മെൽവിൻ കാൽവിൻ. ആരാ മക്കളെ? മെൽവിൻ കാൽവിൻ ഉണ്ടല്ലോ, അത് മെൽവിൻ കാൽവിനേട്ടൻ യൂണിസെല്ലുലാർ, ഒറ്റ സെല്ലുള്ള മെൽവിനേറ്റൻ യൂണിസെല്ലുലാർ ആൽഗയിൽ നിന്ന് കണ്ടുപിടിച്ച പ്രോസസ്സാണ്. ആ പ്രോസസ്സിൻ്റെ പേരെന്താണെന്നറിയാമോ? കാൽവിൻ സൈക്കിൾ. എന്താ? കാൽവിൻ സൈക്കിൾ, അല്ലെങ്കിൽ എന്താ വിളിക്കുക? C3 സൈക്കിൾ എന്നാ വിളിക്കുക. മെൽവിൻ കാൽവിനാണ് കണ്ടുപിടിച്ചത്. എവിടെ നിന്നാണ് കണ്ടുപിടിച്ചത്? ഒറ്റ സെല്ലുള്ള ആൽഗയിൽ നിന്ന് ആദ്യമായി കണ്ടുപിടിച്ചത്. അതിൻ്റെ പേര് കാൽവിൻ സൈക്കിൾ എന്നാണ്, അല്ലെങ്കിൽ C3 സൈക്കിൾ എന്നാണ് വിളിക്കുക. ഇതിന് 3 സ്റ്റെപ്പ് ഉണ്ടടാ. CRR. ഒന്നാമത്തെ സ്റ്റെപ്പ് കാർബോക്സിലേഷൻ, രണ്ടാമത്തെ സ്റ്റെപ്പ് റിഡക്ഷൻ, മൂന്നാമത്തെ സ്റ്റെപ്പ് റീജനറേഷൻ. ഇത് മൂന്നുമാണ് കാൽവിൻ സൈക്കിളിലെ സ്റ്റെപ്പുകൾ. ഇത് കാർബോക്സിലേഷൻ ആ മക്കളെ, ഇത് റിഡക്ഷൻ ആടാ, ഇത് റീജനറേഷൻ ആടാ. ക്യാൻ യു നെയിം ദ പ്രോസസ്? പറ്റും. കാൽവിൻ സൈക്കിൾ. ഐഡന്റിഫൈ A, B and C. A എന്ന് പറഞ്ഞാൽ എന്താ? A എന്ന് പറഞ്ഞാൽ ഇതാണ് A എന്ന് പറഞ്ഞാൽ റുബിലോസ് ബിസ്ഫോസ്ഫേറ്റാ. റുബിലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് ചേർന്ന് എന്തുണ്ടാകും എന്നറിയാമോ? 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആകും. 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് നേരെ C ആകും. C എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? ട്രയോസ് ഫോസ്ഫേറ്റ് ആകും. ഈ ട്രയോസ് ഫോസ്ഫേറ്റ് ആണ് നേരെ വീണ്ടും റീജനറേഷന് പോയിട്ട് RUBP ആയിട്ട് മാറുക. RUBP കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായി ചേർന്നിട്ട് 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയി. അത് നേരെ ട്രയോസ് ഫോസ്ഫേറ്റ് ആയി. വീണ്ടും റീജനറേഷൻ വഴി വീണ്ടും RUBP ആയി. വാട്ട് ഈസ് ദ എൻഡ് പ്രൊഡക്റ്റ് ഓഫ് ദിസ് പ്രോസസ്?
കാൽവിൻ സൈക്കിളിന്റെ എൻഡ് പ്രൊഡക്റ്റ് എന്താണെന്നറിയാമോ? കാൽവിൻ സൈക്കിൾ നടക്കുമ്പോഴാണ് എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് എന്തുണ്ടാകുക? ഗ്ലൂക്കോസ് ഉണ്ടാകുക. ഒരു കാൽവിൻ സൈക്കിൾ നടന്നാൽ ഒരു ഗ്ലൂക്കോസ് ഉണ്ടാകില്ല. ഓർത്തോണം, 6 കാൽവിൻ സൈക്കിൾ അടുപ്പിച്ച് നടന്നാലേ ഒരു ഗ്ലൂക്കോസ് ഉണ്ടാകൂ. ഇത് ഓർത്ത് വെച്ചോ, ഇത് മൈൻഡിൽ ഫിക്സ് ആക്കിക്കോ. ഇതിൻ്റെ കൺസെപ്റ്റൊക്കെ നമുക്ക് ഇവിടെ പറയാം, ലൈവിൽ പറയാം. ഒരു കാൽവിൻ സൈക്കിൾ നടന്നാൽ ഒരു ഗ്ലൂക്കോസ് ഉണ്ടായില്ല. 6 കാൽവിൻ സൈക്കിൾ നടന്നാലേ ഒരു ഗ്ലൂക്കോസ് ഉണ്ടാകുള്ളൂ കേട്ടോ. ഒരു കാൽവിൻ സൈക്കിൾ നടക്കണമെങ്കിൽ 3 ATP വേണം, 2 NADPH2 ചെലവാക്കണം, എങ്കിലേ ഒരു കാൽവിൻ സൈക്കിൾ നടക്കൂ. പക്ഷേ നിങ്ങൾക്ക് ഒരു ഗ്ലൂക്കോസ് ഉണ്ടാക്കാനല്ലേ നമ്മുടെ ഡാർക്ക് റിയാക്ഷൻ നടത്തേണ്ടത്. ഒരു ഗ്ലൂക്കോസ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് എത്ര കാൽവിൻ സൈക്കിൾ നടത്തണം? 6 കാൽവിൻ സൈക്കിൾ നടത്തണം. 6 കാൽവിൻ സൈക്കിളിൽ എത്ര ATP വേണം, എത്ര NADPH2 വേണം? നിങ്ങളൊന്ന് പറയാൻ പറ്റുമോ? ഒരു കാൽവിൻ സൈക്കിൾ നടക്കാൻ 3 ATP. അപ്പോൾ 6 കാൽവിൻ സൈക്കിൾ നടക്കാനോ? 6 × 3 18 ATP വേണം. 18 ATP വേണം. ഒരു കാൽവിൻ സൈക്കിൾ നടക്കാൻ 2 NADPH2 മതി. അപ്പം 6 കാൽവിൻ സൈക്കിൾ നടക്കാനോ? 6 × 12 12 NADPH2 വേണം. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു കാൽവിൻ സൈക്കിൾ നടക്കാൻ 3 ATPയും 2 NADPH2 ആവശ്യമുള്ളൂ. പക്ഷെ ഒരു കാൽവിൻ സൈക്കിൾ ഒരു ഗ്ലൂക്കോസ് ഉണ്ടാക്കില്ല. ഒരു ഗ്ലൂക്കോസ് ഉണ്ടാക്കണമെങ്കിൽ 6 കാൽവിൻ സൈക്കിൾ വേണം. 6 കാൽവിൻ സൈക്കിൾ വേണം നടക്കണമെങ്കിലോ 18 ATPയും 12 NADPH2 വേണം മക്കളെ. ഓക്കേടാ, ഇതാണ് നമ്മുടെ ഹാച്ച് ആൻഡ് സ്ലാഗ് പാത്വേ. ഓർമ്മയുണ്ടോ? ഇതാണ് നമ്മുടെ C4 പാത്വേ. പറഞ്ഞാണല്ലോ, C4 പ്ലാന്റിൽ മാത്രമേ നടക്കൂ. C4 പ്ലാന്റിൽ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കാൽവിൻ സൈക്കിൾ മാത്രമല്ല, കാൽവിൻ സൈക്കിളിന് മുമ്പ് ഹാച്ച് ആൻഡ് സ്ലാഗ് പാത്വേ രണ്ടും നടന്നാലേ അവിടെ ഡാർക്ക് റിയാക്ഷൻ കംപ്ലീറ്റ് ആകൂ. ഈ കാണുന്ന സൈക്കിൾ കണ്ടോ? ഈ കാണുന്ന സൈക്കിളാണ് ഹാച്ച് ആൻഡ് സ്ലാഗ് പാത്വേ. ഈ സൈക്കിൾ നടക്കണമെങ്കിൽ ഈ സെല്ലും വേണം. ഇത് ഏത് സെല്ലാണെന്നറിയാമോ? മീസോഫിൽ സെൽ. ഇത് ബണ്ടിൽ ഷീത്ത് സെൽ. ഓർത്തോണം, ഹാച്ച് ആൻഡ് സ്ലാഗ് പാത്വേ നടക്കണമെങ്കിൽ ബണ്ടിൽ ഷീത്ത് സെല്ലും വേണം, മീസോഫിൽ സെല്ലും വേണം. 2 സെല്ലും ഉണ്ടെങ്കിലേ ഹാച്ച് ആൻഡ് സ്ലാഗ് പാത്വേ നടക്കുകയുള്ളൂ. ഒന്ന് ഓർത്ത് വെച്ചേക്കട മക്കളെ. ഇവിടെ ചോദിക്കുക ABC ഏതൊക്കെയാണെന്ന്. ഐഡന്റിഫൈ ഡയഗ്രാം ഏതാ? C4 പാത്വേ അല്ലെങ്കിൽ ഹാച്ച് ആൻഡ് സ്ലാഗ് പാത്വേ, 2 സെയിം ആണല്ലോ. ABCD എന്താ? A എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ബൈകാർബണേറ്റാ. കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ കയറിയിട്ട് ഇവിടെ ബൈകാർബണേറ്റ് ആയിട്ടാണ് ഇൻസേർട്ട് കൊടുത്തേക്കുന്നത്. ബൈകാർബണേറ്റ് നേരെ പെപ്പുമായി കൂടി ചേർന്ന് എന്താ ഉണ്ടാകുക? ഓക്സാലോ അസെറ്റിക് ആസിഡ് നേരെ എന്താകും എന്നറിയാമോ? ഓക്സാലോഅസെറ്റിക് ആസിഡ്. ഇത് ബൈകാർബണേറ്റ്, ഇത് ഓക്സാലോഅസെറ്റിക് ആസിഡ്. C എന്താ അറിയാമോടാ? C നമ്മുടെ മാലിക് ആസിഡാ. C എന്താ? മാലിക് ആസിഡ്. ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ലയിച്ച ഫോമാണ് ബൈകാർബണേറ്റ്. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. കാർബൺ ഡൈ ഓക്സൈഡ് പെപ്പും നമ്മൾ പറഞ്ഞല്ലോ, C4 പാത്വേയിൽ അല്ലെങ്കിൽ C4 പ്ലാന്റിൽ കാർബൺ ഡൈ ഓക്സൈഡ് നേരെ ഫോസോ ഇനോൾ പൈറുവേറ്റ് പെപ്പുമായി കൂടിച്ചേരും. എന്നിട്ട് ഓക്സാലോ അസെറ്റിക് ആസിഡ് ഉണ്ടാകും. ഫസ്റ്റ് പ്രൊഡക്റ്റ് C4 ആസിഡ്. ഓക്സാലോ അസെറ്റിക് ആസിഡ് നേരെ മാലിക് ആസിഡ് ആകും. നേരെ എന്തായി സാറേ? മാലിക് ആസിഡ്. മക്കളെ, അവിടെ മാലിക് ആസിഡ് അല്ല വരിക. ഇവിടെ ഇൻസിയായിട്ട് ഇവിടെ ഓക്സാലോ അസെറ്റിക് ആസിഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അടുത്ത് കൊടുത്തേക്കുന്നത് അവിടുത്തെ പ്രോസസ്സിൻ്റെ പേരാ. ഇവിടുത്തെ പ്രോസസ്സിൻ്റെ പേരെന്താ? ട്രാൻസ്പോർട്ട്. ഈ ഡയഗ്രാം കംപ്ലീറ്റ് ആയിട്ട് ഇൻസിയാറ്റിൽ നോക്കി വെക്കണം. ഈ ഡയഗ്രാം കുറേ നാളായി ചോദിച്ചിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യനാ. കുറേ നാളായി ചോദിച്ചിട്ട്. ഇത് ട്രാൻസ്പോർട്ട്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ട്രാൻസ്പോർട്ട്. ഇത് രണ്ടാമത്തത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് അതല്ല. ഫസ്റ്റ് സ്റ്റെപ്പ് കാർബോക്സിലേഷനാ. പെപ്പ് കാർബൺ ഡൈ ഓക്സൈഡുമായി ചേരുന്ന കാർബോക്സിലേഷൻ. രണ്ടാമത്തെ ഏതാ മക്കളെ? ട്രാൻസ്പോർട്ട്. മൂന്നാമത്തെ ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പാ. നാലാമത്തെ ട്രാൻസ്പോർട്ട്. വീണ്ടും അഞ്ചാമത്തെ എന്താണെന്നറിയാമോ? ഫിക്സേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പാ. ഇങ്ങനെ 5 സ്റ്റെപ്പുകളുണ്ട് C4 പാത്വേയിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെ? C3 പാത്വേ എന്ന് പറഞ്ഞാൽ എന്താ? C3 പാത്വേ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കാൽവിൻ സൈക്കിൾ തന്നെ. അതിൽ കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ 3 സ്റ്റെപ്പേ ഉള്ളൂ. എന്നാൽ ഹാച്ച് ആൻഡ് സ്ലാഗ് പാത്വേയിൽ 4 സ്റ്റെപ്പ് ഉണ്ട്. ഒന്നാമത്തത് കാർബോക്സിലേഷൻ. കാർബോക്സിലേഷൻ അല്ലല്ലോ,
കാർബോക്സിലേഷൻ. രണ്ടാമത്തെ എന്താണെന്നറിയാമോടാ? രണ്ടാമത്തെ ട്രാൻസ്പോർട്ട്. മൂന്നാമത്തെ എന്താണെന്നറിയാമോ? ഡീകാർബോക്സിലേഷൻ. മൂന്നാമത്തെ എന്താ? ഡീകാർബോക്സിലേഷൻ. നാലാമത്തെ വീണ്ടും എന്താ? വീണ്ടും ട്രാൻസ്പോർട്ട്. നോക്കടാ, ഇവിടെ ഇരുന്ന ഓക്സാലോഅസെറ്റിക് ആസിഡ് ഈ സെല്ലിലേക്ക് വരുന്നതാണ് ട്രാൻസ്പോർട്ട്. ഇവിടെ അങ്ങനെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് കാൽവിൻ സൈക്കിൾ പോയി ഇവിടെ കാൽവിൻ സൈക്കിൾ നടക്കും. പിന്നെ മിച്ചമുള്ള പൈറൂവിക് ആസിഡാ. ആ പൈറൂവിക് ആസിഡ് ഇവിടെ ഉണ്ടായത് വീണ്ടും ഇങ്ങോട്ട് പോകുന്നതാണ് അടുത്ത ട്രാൻസ്പോർട്ട്. ഇവിടുത്തെ ആസിഡ് ഇങ്ങോട്ട് വന്നാൽ ട്രാൻസ്പോർട്ട്, ഇവിടെ ഉണ്ടായ ആസിഡ് ഇങ്ങോട്ട് പോയാലും ട്രാൻസ്പോർട്ട്. രണ്ട് ട്രാൻസ്പോർട്ട് ഉണ്ട് കേട്ടോ. ലാസ്റ്റ് ഇവിടെ ഉണ്ടായ പൈറുവിക് ആസിഡ് വീണ്ടും പെപ്പായിട്ട് മാറും. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്, റീജനറേഷൻ. അല്ലെങ്കിൽ ആ സ്റ്റെപ്പിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫിക്സേഷൻ എന്ന് വിളിക്കുക. ഫിക്സേഷൻ. ഓർത്തോണം, C3 പാത്വയിൽ 3 സ്റ്റെപ്പേ ഉള്ളെങ്കിൽ ഈ C4 പാത്വയിൽ 4 സ്റ്റെപ്പ് ഉണ്ട്. റൈറ്റ് വൺ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് സൈക്കിൾ. ഈ C4 സൈക്കിളിൻ്റെ പ്രത്യേകത എന്താ? ഈ C4 സൈക്കിൾ നടക്കുന്നത് കൊണ്ട് C4 പ്ലാന്റിന് എന്താണ് അഡ്വാൻറ്റേജ്? അതുകൊണ്ടാണ് അവരിൽ എന്ത് കാണാത്തത്? ഫോട്ടോ റെസ്പിറേഷൻ കാണാത്തത്. ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആണ്. പ്ലാന്റിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു വേസ്റ്റ് പ്രോസസ്സാണ് ഫോട്ടോ റെസ്പിറേഷൻ. എന്താ സാറേ? ഒരു വേസ്റ്റ് പ്രോസസ്സാണ്. ഈ വേസ്റ്റ് പ്രോസസ്സ് C3 പ്ലാന്റിൽ നടക്കും, പക്ഷെ എന്ത് നടക്കാറില്ല? C4 പ്ലാന്റിൽ നടക്കാറില്ല. ഈ C4 പ്ലാന്റിൽ നടക്കാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? പ്രസൻസ് ഓഫ് ക്രാൻസ് അനാട്ടമി. എന്തുകൊണ്ടാണ്? പ്രസൻസ് ഓഫ് ക്രാൻസ് അനാട്ടമി. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? പ്രസൻസ് ഓഫ് C4 പാത്വേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം അല്ലെങ്കിൽ എഴുതാം ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ ഒപ്റ്റിമം. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് C4 പ്ലാന്റിൽ ഫോട്ടോ റെസ്പിറേഷൻ എന്ന വാഴ പ്രോസസ്സ് നടക്കാത്തത്. കാരണം എന്താ? ക്രാൻസ് അനാട്ടമി ഉള്ളത് കൊണ്ട് C4 ഫോട്ടോ റെസ്പിറേഷൻ നടക്കാറില്ല. ക്രാൻസ് അനാട്ടമി എന്ന് പറയുന്നത് എന്താ? മിസോഫിലും ബണ്ടിഷ്യത്ത് ഇങ്ങനെ അടുത്ത് നിൽക്കുക, അതാണ് ക്രാൻസ് അനാട്ടമി. ഇതിൽ ഈ ക്രാൻസ് അനാട്ടമിയിൽ എന്താ നടക്കുക? C4 പാത്വേ, ആച്ചാൻസ്ലാക്ക് പാത്വേ നടക്കുക. ആച്ചാൻസ്ലാക്ക് പാത്വേ നടക്കുന്നത് കൊണ്ടും ഫോട്ടോ റെസ്പിറേഷൻ നടക്കില്ല എന്ന് പറയാം. അല്ലെങ്കിൽ എന്താ? നല്ല ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ ആണ്. C3 പ്ലാന്റിന് ലോ ടെമ്പറേച്ചർ ഇഷ്ടം. ലോ ടെമ്പറേച്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് വേഗം ഫോട്ടോ റെസ്പിറേഷൻ നടക്കുക. എന്നാൽ C4 പ്ലാന്റിലേക്ക് വരുമ്പോഴോ അവർക്ക് ഹൈ ടെമ്പറേച്ചർ ഇഷ്ടം. ഹൈ ടെമ്പറേച്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അങ്ങനെ ഫോട്ടോ റെസ്പിറേഷൻ നടക്കാറില്ല. അപ്പോൾ എന്തൊക്കെയാ സാറേ C4 ഫോട്ടോ റെസ്പിറേഷൻ നടക്കാത്തതിൻ്റെ കാരണം? പ്രസൻസ് ഓഫ് ക്രാൻസ് അനാട്ടമി എന്ന് എഴുതാം, പ്രസൻസ് ഓഫ് C4 പാത്വേ അല്ലെങ്കിൽ ആച്ചാൻസ്ലാക്ക് പാത്വേ എന്ന് എഴുതാം, ഹൈ ടെമ്പറേച്ചർ ഒപ്റ്റിമം. നല്ല ടെമ്പറേച്ചർ ആവശ്യമുള്ളത് കൊണ്ടും C4 എന്ത് നടക്കാറില്ല? ഫോട്ടോ റെസ്പിറേഷൻ നടക്കാറില്ല. അപ്പം എന്താ? ഈ ആച്ചാൻസ്ലാക്ക് പാത്വേ കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ? ഈ ആച്ചാൻസ്ലാക്ക് പാത്വേ നടക്കുന്നത് കൊണ്ടാണ് C4 ഫോട്ടോ റെസ്പിറേഷൻ നടക്കാത്തത്. ഓക്കെ അല്ലേ ഗൈസ്? ഫോട്ടോ റെസ്പിറേഷൻ ഈസ് എ വേസ്റ്റ് പ്രോസസ്. വേസ്റ്റ് കാരണം എന്താണെന്നറിയാമോ? ഫോട്ടോ റെസ്പിറേഷൻ വഴി എനർജി ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ഫോട്ടോ റെസ്പിറേഷൻ വഴി ഷുഗർ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ്, അതും ഉണ്ടാകുന്നില്ല. ഫോട്ടോ റെസ്പിറേഷൻ വഴി എനർജിയോ ഗ്ലൂക്കോസോ ഒന്നും ഉണ്ടാകുന്നില്ല. അത് വേസ്റ്റ് അല്ലേ മക്കളെ? ആലോചിച്ച് നോക്ക്. ഒന്നെങ്കിൽ എനർജി കിട്ടണം, അല്ലെങ്കിൽ ഫുഡ് കിട്ടണം. മനുഷ്യന്മാരെ പോലെ തന്നെ എനർജിയും ഫുഡും രണ്ടും കിട്ടുന്നില്ലെങ്കിൽ അതെന്താടാ സാറേ? എന്താ സാറേ? വേസ്റ്റ് പ്രോസസ്സാ. നെയിം ദ പ്രൊഡക്ട്സ് ഫോംഡ്. ഫോട്ടോ റെസ്പിറേഷൻ വേസ്റ്റ് പ്രോസസ്സാ. ഇതെവിടെ മാത്രമേ നടക്കൂ? C3 പ്ലാന്റിൽ മാത്രമേ നടക്കൂ, C4 നടക്കില്ല. എന്തുകൊണ്ടാണ് C4 നടക്കാത്തത്? പ്രസൻസ് ഓഫ് ക്രാൻസ് അനാട്ടമി ആയതുകൊണ്ട്, പ്രസൻസ് ഓഫ് ആച്ചാൻസ്ലാക്ക് പാത്വേ ഉള്ളത് കൊണ്ട്, ഹൈ ടെമ്പറേച്ചർ ഒപ്റ്റിമം ആയതുകൊണ്ട്. ഇവിടെ എന്താ പറ്റുമെന്നറിയാമോ? ReBP കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേരാതെ ReBP റുബിസ്കോ എന്ന് പറയുന്ന എൻസൈമിൻ്റെ സഹായത്തിൽ ചേർന്നിട്ട് 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡും ഉണ്ടാകും. അതേപോലെ 2-ഫോസ്ഫോഗ്ലൈക്കോലേറ്റും ഉണ്ടാകും. 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡും ഉണ്ടാകും, 2-ഫോസ്ഫോഗ്ലൈക്കോലേറ്റും ഉണ്ടാകും. ഇതിൽ 2 കാർബൺ ഉണ്ട്, ഇതിൽ 3 കാർബൺ ഉണ്ട് കേട്ടോ. ഓർത്തോണം, ഇത് രണ്ടുമാണ് ഫോട്ടോ റെസ്പിറേഷൻ്റെ പ്രൊഡക്റ്റ്. ഇതുവഴി ATP എനർജിയോ ഇതുവഴി ഗ്ലൂക്കോസോ ഒന്നും ഉണ്ടാകുന്നില്ല. ആകെ ഈ രണ്ട് സാധനങ്ങൾ ഉണ്ടാകുക, അല്ലാതെ ഒരു ATP എനർജി ഒന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇത് വേസ്റ്റ് പ്രോസസ് ആയത്. നെയിം ദ പ്രൊഡക്റ്റ് ഫോംഡ്. ഏതൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടാകുക? 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഒന്നാമത്തെ പ്രൊഡക്റ്റ്, 2-2-ഫോസ്ഫോഗ്ലൈക്കോലേറ്റ് രണ്ടാമത്തെ പ്രൊഡക്റ്റ്.
വൈ ഇറ്റ് ഈസ് ആബ്സെന്റ് ഇൻ C3 അല്ല, ആബ്സെന്റ് ഇൻ C4. ഈ ഫോട്ടോ റെസ്പിറേഷൻ C4 എന്തുകൊണ്ടാണ് ആബ്സെന്റ് ആയത്? ഡ്യൂ ടു പ്രസൻസ് ഓഫ് എൻ്റെ എനർജി ഒക്കെ തീർന്നു മക്കളെ. ഫുഡ് രാവിലെ കഴിച്ചില്ല, അതാണ്. പ്രസൻസ് ഓഫ് ക്രാൻസ് അനാട്ടമി, നേരെ കോളേജിൽ നിന്ന് വരികയായിരുന്നു. പ്രസൻസ് ഓഫ് ക്രാൻസ് അനാട്ടമി, അല്ലെങ്കിലോ പ്രസൻസ് ഓഫ് ഹാച്ച് ആൻഡ് പ്രസൻസ് ഓഫ് ആച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ ഉള്ളത് കൊണ്ട്. അല്ലെങ്കിൽ അടുത്ത് എന്താ മക്കളെ? ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ ഒപ്റ്റിമം. നല്ല ടെമ്പറേച്ചർ ഇഷ്ടമാണ് അവന്. നല്ല ടെമ്പറേച്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിൽ ഫോട്ടോ റെസ്പിറേഷൻ നടക്കില്ല. അപ്പോൾ C4 നല്ല ടെമ്പറേച്ചർ ഇഷ്ടമാണല്ലോ, അപ്പോൾ അവരിൽ ഫോട്ടോ റെസ്പിറേഷൻ നടക്കില്ല. അടുത്ത പറ മക്കളെ. ലിസ്റ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ്, ഡിഫൈൻ ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ. പറ, ഫോട്ടോസിന്തസിസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകൾ ഏതെങ്കിലും 4 എഴുതി വെച്ചോടാ മക്കളെ. എന്താടാ? 1 സൺലൈറ്റ്, 2 എന്താ കാർബൺ ഡൈ ഓക്സൈഡ്, 3 എന്താ സാറേ വാട്ടർ, 4 എന്താ സാറേ ടെമ്പറേച്ചർ. ഏതെങ്കിലും 4 ഫാക്ടറുകൾ എഴുതി വെച്ചോ. ഇനി എഴുതാം മക്കളെ. എന്താടാ? ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ലീഫിൻ്റെ സൈസും ഷേപ്പും. വലിയ ലീഫാണെങ്കിൽ കൂടുതൽ ലൈറ്റിനെ വലിച്ചെടുക്കും, കൂടുതൽ ഫോട്ടോസിന്തസിസ് നടക്കും. അടുത്തെന്താ അറിയാമോ? നമ്പർ ഓഫ് മീസോഫിൽ സെൽ. കൂടുതൽ മീസോഫിൽ സെൽ ഉണ്ടെങ്കിൽ കൂടുതൽ ഫോട്ടോസിന്തസിസ് നടക്കും. കാരണം പ്ലാന്റിൽ ഫോട്ടോസിന്തസിസ് നടത്തുന്ന സെല്ലുകളാണ് മീസോഫിൽ സെൽ. അവരുടെ കയ്യിൽ മാത്രമേ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളൂ. കൂടുതൽ മീസോഫിൽ സെൽ ഉണ്ടെങ്കിലോ കൂടുതൽ ഫോട്ടോസിന്തസിസ് ആയിരിക്കും. ഇതൊക്കെ ഫാക്ടറുകളാണ്. എൻ്റെ പൊന്നുമക്കളെ, ഈ ഫാക്ടറുകളിൽ ഏതാണോ മിനിമം ഉള്ള ഫാക്ടർ, മിനിമം എന്ന് പറഞ്ഞാൽ കുറവുള്ളത്, ഏത് ഫാക്ടറാണോ കുറവ് പ്ലാന്റിന് കിട്ടുന്നത്, അതാണ് മക്കളെ എന്ത്? അതാണ് ലിമിറ്റിംഗ് ഫാക്ടർ. ഇത്രയും ഫാക്ടറുകളിൽ പ്ലാന്റിന് ഏത് ഫാക്ടറാണോ കുറവ് കിട്ടുക, അതാണ് ഗൈസ് എന്ത്? ലിമിറ്റിംഗ് ഫാക്ടർ. ഇത്രയും ഫാക്ടറുകളിൽ എല്ലാ ഫാക്ടറും പ്ലാന്റിന് കൂടുതലായിരിക്കുമോ കിട്ടുക? അല്ല, വേറൊന്നിനെ കമ്പയർ ചെയ്യുമ്പോൾ ചിലതൊക്കെ കുറവായിരിക്കും. ഈ കുറവ് കിട്ടുന്ന ഫാക്ടർ ആരാ? ലിമിറ്റിംഗ് ഫാക്ടർ. മിനിമം ഉള്ള ഫാക്ടർ ആരാ? ലിമിറ്റിംഗ് ഫാക്ടർ. ഒരു പ്ലാന്റിൽ നോക്കടാ, ഇതൊരു പ്ലാന്റ് ആണ് കേട്ടോ ഗൈസ്. ഇതെന്താ മക്കളെ? ഇതൊരു പ്ലാന്റാ. ഇതെന്താ സാറേ? ഇതൊരു പ്ലാന്റാന്നിരിക്കട്ടെ, കളർ കൊടുക്കാം, അല്ലേ മനസ്സിലാവൂല. ഇതെന്താ സാറേ? ഇതെന്ത്? ഇത് പറ്റില്ലല്ലേ? ഇതെന്താ സാറേ? ഒരു പ്ലാന്റാ. ഇതെന്താ? ഒരു പ്ലാന്റ്. ഈ പ്ലാന്റിന് നല്ല പോലെ എന്ത് കിട്ടുന്നുണ്ട്? ലൈറ്റ് കിട്ടുന്നുണ്ട്, നല്ല പോലെ ടെമ്പറേച്ചർ കിട്ടുന്നുണ്ട്, നല്ല പോലെ വാട്ടർ കിട്ടുന്നുണ്ട്. എന്നാൽ ഈ പ്ലാന്റ് കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കുറഞ്ഞു പോയി. അപ്പോൾ ഈ 4 ഫാക്ടറിൽ ഇവന്മാരൊക്കെ കൂടുതലാ, ഇവനല്ലേ കുറവ് കിട്ടുക. ഈ കുറവ് കിട്ടുന്ന ഫാക്ടറിനെ നമ്മൾ എന്ത് വിളിക്കുക? ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് വിളിക്കുക. ഒരു പ്ലാന്റിൽ ഏത് ഫാക്ടറാണോ കുറവ്, അവനാണ് ലിമിറ്റിംഗ് ഫാക്ടർ. എഴുതി വെച്ചോ. റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസിന്റെ റേറ്റ്, സ്പീഡ്. റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഡിപ്പെൻഡ്സ് ഓൺ ഏത് ഫാക്ടർ ആണെന്നറിയാമോ? ലിമിറ്റിംഗ് ഫാക്ടർ. ഓർത്തോണം, കുറേ ഫാക്ടറുകൾ വേണം ഫോട്ടോസിന്തസിസിനെ. പക്ഷേ ഒരു പ്ലാന്റിൻ്റെ ഫോട്ടോസിന്തസിസിൻ്റെ റേറ്റ്, സ്പീഡ് നിയന്ത്രിക്കുന്നത് ആരാ? ലിമിറ്റിംഗ് ഫാക്ടറാണ്. എന്താ ലിമിറ്റിംഗ് ഫാക്ടർ? കുറവുള്ള ഫാക്ടറിനെ ആശ്രയിച്ചായിരിക്കും ഒരു പ്ലാന്റിലെ ഫോട്ടോസിന്തസിസിൻ്റെ സ്പീഡ് മാറുക. കുറവുള്ള ഫാക്ടറിനെ ആശ്രയിച്ചായിരിക്കും ഒരു പ്ലാന്റിലെ ഫോട്ടോസിന്തസിസിൻ്റെ സ്പീഡ് മാറുക. റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഡിപ്പെൻഡ്സ് ഓൺ ലിമിറ്റിംഗ് ഫാക്ടർ ആയിരിക്കും ഫോട്ടോസിന്തസിസിന്റെ സ്പീഡിനെ, റേറ്റിനെ നിയന്ത്രിക്കുക. ഇതാണ് മക്കളെ എന്ത്? ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ. ഇതിനെന്താ വിളിക്കുക? ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ. ഇതാണ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ. ലിമിറ്റിംഗ് ഫാക്ടർ വെച്ചുള്ള നിയമം, ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ. ഇത് കണ്ടുപിടിച്ചാരാന്ന് 1 മാർക്കിന് ചോദിച്ച് എഴുതിക്കോ. കറുമ്പൻ. ഞാൻ റേസിസ്റ്റ് ഒന്നും അല്ല, ചുമ്മാ പറഞ്ഞ കേട്ടോ. കറുമ്പൻ, ഓർത്തിരിക്കാൻ പറ. ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചത് ആരാ? കറുമ്പനാ മക്കളെ. ശ്രദ്ധിച്ചോടാ. ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഇതെന്താ സാറേ? ഒരു പ്ലാന്റ് ആണ് സാറേ. ഈ പ്ലാന്റിൽ ലൈറ്റ് കൊഞ്ചം കുറഞ്ഞു പോയി സാർ. ഈ പ്ലാന്റിൽ ടെമ്പറേച്ചർ കൂടിപ്പോയി സാർ. ഈ പ്ലാന്റിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടിപ്പോയി സാർ. ഈ പ്ലാന്റിൽ വാട്ടറും കൂടിപ്പോയി സാർ. ഈ 4 ഫാക്ടറിൽ ഇവന്മാര് കൂടുതൽ, ലൈറ്റ് കുറവ്. ആരാ? ലിമിറ്റിംഗ് ഫാക്ടർ. അപ്പം ലൈറ്റ് ആയിരിക്കും ആര് വരിക? ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് വരിക. അപ്പോൾ ഈ പ്ലാന്റിലെ ഫോട്ടോസിന്തസിസ് ആരെയെ ഡിപ്പെൻഡ് ചെയ്യുക? ലിമിറ്റിംഗ് ഫാക്ടർ ആരെയാണോ അവനെ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പം ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുക. ലൈറ്റാണ് ഇപ്പോൾ ഈ പ്ലാന്റിൽ കുറവ്. എപ്പോഴാണോ ലൈറ്റ് കൂട്ടാൻ ശ്രമിക്കുന്നത് അപ്പോഴേ ഫോട്ടോസിന്തസിസും കൂടുകയുള്ളൂ. മനസ്സിലായോ?
ഈ പ്ലാന്റിൽ ആരാണോ കുറവ് അവൻ ലിമിറ്റിംഗ് ഫാക്ടർ. ഈ ലിമിറ്റിംഗ് ഫാക്ടർ ആയിരിക്കും ഈ പ്ലാന്റിലെ ഫോട്ടോസിന്തസിസിന്റെ സ്പീഡിനെ നിയന്ത്രിക്കുക. എപ്പോഴാണോ നിങ്ങൾ ആ ലിമിറ്റിംഗ് ഫാക്ടറിനെ, ആ കുറവുള്ള ഫാക്ടറിനെ കൂട്ടാൻ നോക്കുന്നത്, അപ്പം ഈ പ്ലാന്റിലെ ഫോട്ടോസിന്തസിസ് ഇങ്ങനെ കൂടി വരും. എപ്പോഴാണോ പ്ലാന്റിലെ ലിമിറ്റിംഗ് ഫാക്ടർ നിങ്ങൾ കൂട്ടാൻ നോക്കുന്നത്, അപ്പോൾ പ്ലാന്റിലെ ഫോട്ടോസിന്തസിസ് കൂടി വരും മക്കളെ, കൂടി വരും. ഓക്കെ അല്ലേ ഗൈസ്? ഓക്കെ അല്ലേടാ? ഈ ഗ്രാഫ് ആരും പഠിപ്പിക്കാത്തതാ. ഈ ഗ്രാഫ് ആരും പഠിപ്പിക്കില്ല. NCERT കൊടുത്തിരിക്കുന്ന ഗ്രാഫാ. ടഫ് ആകുകയാണെങ്കിൽ ഈ ഗ്രാഫൊക്കെ വരും. നോക്ക്, ഇതൊരു ഗ്രാഫാ മക്കളെ. ഈ ഗ്രാഫിൻ്റെ എക്സ് ആക്സിസിൽ എന്തെടുത്തു? ലൈറ്റ് ഇൻറ്റൻസിറ്റി, ലൈറ്റിൻ്റെ അളവെടുത്തു. വൈ ആക്സിസിൽ എന്തെടുത്തു സാറേ? റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് സ്പീഡും എടുത്തു. ഇവിടെ ലൈറ്റ് ഇൻറ്റൻസിറ്റി, ഇവിടെ ഫോട്ടോസിന്തസിസ് സ്പീഡ്. ശ്രദ്ധിച്ചോ, ഞാൻ പറഞ്ഞ കേട്ടോ. ആദ്യം എന്താ പറ്റിയ സാറേ? ആദ്യം ലൈറ്റ് 0. ഇതാണല്ലോ എക്സ് ആക്സിസ്. ഇവിടെ 0യാ. ലൈറ്റ് 0 ആയപ്പം ഫോട്ടോസിന്തസിസും എന്താ? 0യാ. ലൈറ്റ് നിങ്ങൾ കൂട്ടിയാൽ ഫോട്ടോസിന്തസിസും കൂടും. ലൈറ്റ് കുറച്ചുകൂടെ കൂട്ടിയാലോ ഫോട്ടോസിന്തസിസ് ഇനിയും കൂടും. ലൈറ്റ് കുറച്ചുകൂടെ കൂട്ടിയാലോ ഫോട്ടോസിന്തസിസ് ഇനിയും എന്ത് ചെയ്യും? കൂടും. ലൈറ്റ് കുറച്ചുകൂടെ കൂട്ടിയാലോ ഫോട്ടോസിന്തസിസ് എന്ത് ചെയ്യും സാറേ? ഇനിയും കൂടും. ഓക്കെ, ലൈറ്റ് പതുക്കെ കൂട്ടിയപ്പം നമുക്ക് ആദ്യം ലൈറ്റ് കുറവായിരുന്നു. ലൈറ്റ് കുറവാണ് സത്യത്തിൽ. ലൈറ്റ് കുറവായപ്പം അവനല്ലേ ലിമിറ്റിംഗ് ഫാക്ടർ? ലൈറ്റ് കുറവായപ്പം അവനാണ് ലിമിറ്റിംഗ് ഫാക്ടർ. ലൈറ്റ് കുറവുള്ളപ്പം അവനാ ലിമിറ്റിംഗ് ഫാക്ടർ. ഈ ലിമിറ്റിംഗ് ഫാക്ടറായ ലൈറ്റ് എപ്പോഴാണോ ഞാൻ കൂട്ടിയത്, ലൈറ്റ് കൂട്ടാൻ തുടങ്ങിയപ്പം, ലിമിറ്റിംഗ് ഫാക്ടർ കൂട്ടുമ്പോഴല്ലേ ഫോട്ടോസിന്തസിസ് കൂടുക. ലിമിറ്റിംഗ് ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുമല്ലോ ഫോട്ടോസിന്തസിസിൻ്റെ റേറ്റ്, സ്പീഡ് നടക്കുക. ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ കുറവുള്ള ഫാക്ടർ. ആ കുറവുള്ള ഫാക്ടർ എപ്പോഴാണോ നിങ്ങൾ കൂട്ടുന്നത്, അപ്പോഴാണ് ഫോട്ടോസിന്തസിസും കൂടുക. ലൈറ്റ് പൊതുവെ കുറവായിരുന്നു. ലൈറ്റ് കൂട്ടാൻ ശ്രമിച്ചപ്പം ഫോട്ടോസിന്തസിസും കൂടി. കണ്ടോ, ലൈറ്റ് കൂട്ടാൻ നോക്കി, ഫോട്ടോസിന്തസിസ് കൂടി. നിങ്ങൾ ഒരു പോയിന്റ് എത്തി, ആ പോയിന്റിന് ശേഷവും ലൈറ്റിനെ കൂട്ടുക. ഒരു പോയിന്റ് എത്തി, ആ പോയിന്റിന് ശേഷവും നിങ്ങൾ ലൈറ്റിനെ കൂട്ടുക. ആ പോയിന്റിന് ശേഷവും നിങ്ങൾ എത്ര ലൈറ്റിനെ കൂട്ടിയാലും ഫോട്ടോസിന്തസിസ് അങ്ങ് കൂടി പോകണമെന്നില്ല. ഓക്കെ, ലൈറ്റ് കൂടി. ശ്രദ്ധിച്ചോ, ഞാൻ പറഞ്ഞ കേട്ടോ മക്കൾ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ലൈറ്റാണ് ഇവിടെ ലിമിറ്റിംഗ് ഫാക്ടർ കേട്ടോ. ലൈറ്റാണ് ഇവിടെ ഒരു പ്ലാന്റിൻ്റെ കഥയാണ് പറയണത്. ഈ പ്ലാന്റിൽ ആരാ കുറവ്? ലൈറ്റാണ് കുറവ്. അപ്പം ലൈറ്റ് എന്താ? ലിമിറ്റിംഗ് ഫാക്ടറാ. ലൈറ്റ് ഞാൻ കൂട്ടി. ലൈറ്റ് കൂട്ടിയപ്പോഴോ ഫോട്ടോസിന്തസിസ് ഇങ്ങനെ കൂടി വന്നു കേട്ടോ. ഞാൻ ആദ്യം ഇവിടെ ആണ് അടയാളപ്പെടുത്തിയത്, മാറിപ്പോയതാണ്. ഇതാണ് വേണ്ടത്. ലൈറ്റ് കൂട്ടി, ഇപ്പോൾ ഫോട്ടോസിന്തസിസ് കൂടി. ലൈറ്റ് കൂട്ടി, ഫോട്ടോസിന്തസിസ് കൂടി. ലൈറ്റ് കൂട്ടി, ഫോട്ടോസിന്തസിസ് കൂടി. ലൈറ്റ് കൂട്ടി, ഫോട്ടോസിന്തസിസ് കൂടി. ലൈറ്റ് കൂടി, ഫോട്ടോസിന്തസിസ് കൂടി. കാരണം എന്താ? ലൈറ്റ് കൂട്ടാൻ നേരം ഫോട്ടോസിന്തസിസ് കൂടാൻ കാരണം എന്താ? ലൈറ്റ് ആയിരുന്നു ലിമിറ്റിംഗ് ഫാക്ടർ. ലൈറ്റ് ആയിരുന്നു ആദ്യം കുറവുള്ള ഫാക്ടർ. ആ കുറവുള്ള ലൈറ്റ് ഞാൻ പതുക്കെ കൂട്ടി. കുറവുള്ള ലൈറ്റ് ഞാൻ പതുക്കെ കൂട്ടിയപ്പോഴോ ഫോട്ടോസിന്തസിസ് നല്ല പോലെ കൂടി. പക്ഷേ ഒരു പർട്ടിക്കുലർ പോയിന്റിന് ശേഷം ഞാൻ കൂട്ടിയപ്പം, ലൈറ്റ് കൂട്ടിയപ്പം ലൈറ്റ് നല്ല പോലെ കൂടുന്നില്ല. ലൈറ്റ് പിന്നെയും കൂടുന്നില്ല. ലൈറ്റ് പിന്നെ എന്തായി? കോൺസ്റ്റൻ്റ് ആയി. ആദ്യം ഞാൻ ലൈറ്റ് കൂട്ടി വന്നപ്പം ഫോട്ടോസിന്തസിസ് എൻ്റെ ഒപ്പം കൂടിയായിരുന്നു. ആദ്യം ഞാൻ ലൈറ്റ് കൂട്ടി വന്നപ്പോഴോ ഓക്കെ, ആദ്യം ഞാൻ ലൈറ്റ് കൂട്ടി വന്നപ്പോൾ ഫോട്ടോസിന്തസിസ് എൻ്റെ ഒപ്പം കൂടി. ലൈറ്റ് കൂട്ടി വന്നു, ഫോട്ടോസിന്തസിസ് എൻ്റെ ഒപ്പം കൂടി. ലൈറ്റ് കൂട്ടി വന്നു, ഫോട്ടോസിന്തസിസ് എൻ്റെ ഒപ്പം കൂടി. എന്നാൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞ് ലൈറ്റ് കൂട്ടിയപ്പോഴും ഫോട്ടോസിന്തസിസ് കൂടിയില്ല. ഫോട്ടോസിന്തസിസ് അവിടെ വെച്ച് എന്തായി? കോൺസ്റ്റൻ്റ് ആയി. അതിൻ്റെ അർത്ഥം എന്താ? ഇത്രയും റീജിയനിൽ മാത്രമേ ലൈറ്റ് ലിമിറ്റിംഗ് ഫാക്ടർ ഉള്ളൂ. ഇത്രയും റീജിയനിലെ ലൈറ്റിനെ കൂട്ടിയാൽ ഫോട്ടോസിന്തസിസ് കൂടുള്ളൂ. ലൈറ്റ് കൂട്ടി വന്നപ്പം ഈ പോയിന്റ് കഴിഞ്ഞപ്പോൾ ലൈറ്റ് നല്ല പോലെ കൂടി. ലൈറ്റ് നല്ല പോലെ കൂടിക്കഴിഞ്ഞാലോ ലൈറ്റ് ഇനി എന്തല്ല? ലിമിറ്റിംഗ് ഫാക്ടർ അല്ല. ആദ്യം ലൈറ്റ് കുറവാ, ഇവിടെ 0 അല്ലേ. പിന്നെ കൂട്ടി വന്നപ്പോഴോ കുറവുള്ള ലൈറ്റ് കൂടി വരിക. കുറവുള്ള ലൈറ്റ് കൂടി വന്നു. ഈ പോയിന്റ് വരെ എന്താ? ലൈറ്റ് ലിമിറ്റിംഗ് ഫാക്ടർ ആയിരുന്നു. ഈ പോയിന്റ് കഴിഞ്ഞ് നിങ്ങൾ കൂട്ടിയപ്പോഴോ, നിങ്ങൾ ലൈറ്റിനെ കൂട്ടിയപ്പം ലൈറ്റ് പ്ലാന്റിന് നല്ല പോലെ കിട്ടുന്നുണ്ട്. വേറെ ഒരുപാട് ഫാക്ടർ പ്ലാന്റിന് കുറഞ്ഞു. ശ്രദ്ധിച്ചോ, ഇത് ഒരു പ്ലാന്റ്. ലൈറ്റ് എത്ര സാറേ? 0 പ്ലാന്റിന് കിട്ടുന്നത്. 0 ഒന്നും കിട്ടുന്നില്ല. വാട്ടർ 2 ലിറ്റർ കിട്ടുന്നുണ്ട്. വാട്ടർ 2 എന്നിരിക്കട്ടെ. വാട്ടർ 2 ലിറ്റർ ഒന്നും നോക്കണ്ട. കാർബൺ ഡൈ ഓക്സൈഡ് 3. ലൈറ്റ് വാട്ടർ ഒരു 10 എടുക്കാം. വാട്ടർ 10 എടുക്കാം. അടുത്ത കാർബൺ ഡൈ ഓക്സൈഡ് എന്താ? 20 എടുത്തു. അടുത്ത ടെമ്പറേച്ചർ എത്ര? ഒരു 30 വേണ്ട 15 എടുത്തു കേട്ടോ. 15 ഇത്ര കിട്ടുക.
അപ്പോൾ നോക്കി വാട്ടർ 10 കാർബൺ ഡൈ ഓക്സൈഡ് 20 ടെമ്പറേച്ചർ 15 ലൈറ്റ് 0 അപ്പോൾ കുറവുള്ളത് ലൈറ്റ് അല്ലേ, അപ്പോൾ ലൈറ്റ് ആയിരിക്കും ലിമിറ്റിംഗ് ഫാക്ടർ. അപ്പോൾ ലൈറ്റ് നിങ്ങൾ എപ്പോൾ കൂട്ടിയോ അപ്പോഴേ ഫോട്ടോസിന്തസിസ് കൂടുള്ളൂ. കാരണം ഫോട്ടോസിന്തസിസിൻ്റെ സ്പീഡ് ആ പ്ലാന്റിലെ ലിമിറ്റിംഗ് ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുക. ഈ ഫാക്ടറിനൊന്നും ഡിപ്പെൻഡ് ചെയ്യില്ല, കാരണം ഇവൻ ലിമിറ്റിംഗ് ഫാക്ടർ അല്ല. ലിമിറ്റിംഗ് ഫാക്ടർ ലൈറ്റാണ്, കാരണം ലൈറ്റാ പ്ലാന്റിനെ കുറവ് കിട്ടുക. ഈ 0 എന്നുള്ള ലൈറ്റിനെ നിങ്ങൾ കൂട്ടി വന്നു. ഈ 0 എന്നുള്ള ലൈറ്റിനെ നിങ്ങൾ എന്ത് ചെയ്തു? കൂട്ടി വന്നു. 0 1 ആയി, 2 ആയി, 3 ആയി, 4 ആയി, 5 ആയി, 6 ആയി, 7 ആയി, 8 ആയി, 9 ആയി, 10 ആയി. ലൈറ്റ് എത്രയായി? 10 ആയി. ലൈറ്റ് 10 ആയി. ലൈറ്റ് 10 ആയി കേട്ടോ. ലൈറ്റ് 10 ആകുന്നത് വരെ ഫോട്ടോസിന്തസിസും ലൈറ്റിൻ്റെ ഒപ്പം കൂടി അങ്ങ് വന്നു മക്കളെ. ലൈറ്റിൻ്റെ ഒപ്പം അങ്ങ് കൂടി വന്നു. അതിനുശേഷം എന്താ പറ്റിയെന്ന് അറിയാമോടാ? 10 ആയി. ഞാൻ ലൈറ്റ് 11 ആക്കി. എന്താ പറ്റുക? ലൈറ്റിനെ ഞാൻ 11 ആക്കുമ്പം ഇപ്പം ആരാ കുറവ്? ലൈറ്റിനെ 11 ആക്കിയാൽ വാട്ടറാണ് ഇപ്പം ലിമിറ്റിംഗ് ഫാക്ടർ ആകുക. വാട്ടർ എത്താ 10 ഉള്ളൂ. നേരത്തെ ലിമിറ്റിംഗ് ഫാക്ടർ വാട്ടർ അല്ല, ലൈറ്റ് ആയിരുന്നു. കാരണം ലൈറ്റ് ആയിരുന്നു ഏറ്റവും കുറവ്. കൂട്ടി വാട്ടറിൻ്റെ 10 എത്തി. 11 ആക്കിയപ്പോഴോ? 11 ആക്കിയപ്പം ഏറ്റവും കുറവ് വാട്ടറായി. അപ്പോൾ വാട്ടർ എന്തായി മാറി? ലിമിറ്റിംഗ് ഫാക്ടറായി മാറി. ആദ്യം വരെ ലൈറ്റ് ആയിരുന്നു, പക്ഷെ 10നേക്കാൾ കൂട്ടിയപ്പം വാട്ടറായി. പിന്നെന്ത്? ലിമിറ്റിംഗ് ഫാക്ടറായി. അപ്പോൾ നോക്ക്, വാട്ടറാണ് ഇപ്പോൾ ലിമിറ്റിംഗ് ഫാക്ടർ. അപ്പോൾ എന്താ ഇനിയിപ്പോൾ ഫോട്ടോസിന്തസിസ് ആർക്കനുസരിച്ചായിരിക്കും മാറുക? വാട്ടറിനനുസരിച്ചായിരിക്കും മാറുക. ആദ്യം ലൈറ്റ് ആയിരുന്നു ലിമിറ്റിംഗ് ഫാക്ടർ, അപ്പോൾ ലൈറ്റ് കൂട്ടിയപ്പോൾ ഫോട്ടോസിന്തസിസ് കൂടി. എന്നാൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞപ്പം ലിമിറ്റിംഗ് ഫാക്ടർ ലൈറ്റ് അല്ല, വാട്ടറിലേക്ക് മാറി. അപ്പം നീ നോക്ക്, ഇനി ഫോട്ടോസിന്തസിസ്, ഈ പ്ലാനറ്റിന്റെ ഫോട്ടോസിന്തസിസ് ആരെ ഡിപ്പെൻഡ് ചെയ്യുക? വാട്ടറിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക. അപ്പം നിങ്ങൾ എത്ര ലൈറ്റിന് കൂട്ടിയാലും ഫോട്ടോസിന്തസിസ് കൂടില്ല. കാരണം എന്താ? ലൈറ്റ് അല്ല ലിമിറ്റിംഗ് ഫാക്ടർ. നിങ്ങൾ ഇനി വാട്ടറിനെ കൂട്ടിയാലേ ഫോട്ടോസിന്തസിസ് കൂടൂ. ഇതുവരെ ലൈറ്റ് കൂടി വന്നു, എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് ലൈറ്റ് ലിമിറ്റിംഗ് ഫാക്ടർ അല്ല, ഇവിടുന്ന് അങ്ങോട്ട് ലിമിറ്റിംഗ് ഫാക്ടർ അല്ല, ഇവിടെ ലിമിറ്റിംഗ് ഫാക്ടർ ആയിരുന്നു. ലിമിറ്റിംഗ് ഫാക്ടർ ആയിരുന്ന സമയത്ത് ലൈറ്റ് കൂട്ടിയപ്പോൾ ഫോട്ടോസിന്തസിസ് കൂടി. എന്നാൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞപ്പം ലൈറ്റ് ലിമിറ്റിംഗ് ഫാക്ടർ ആകുന്നത് മാറി. ലൈറ്റ് ലിമിറ്റിംഗ് ഫാക്ടർ ആകുന്ന മാറിയാൽ ഇനി വേറെ ആരാണോ ലിമിറ്റിംഗ് ഫാക്ടർ അവനനുസരിച്ചേ ഫോട്ടോസിന്തസിസ് കൂടുകയുള്ളൂ. ലൈറ്റിനനുസരിച്ച് ഫോട്ടോസിന്തസിസ് കൂടില്ല. ലൈറ്റ് നിങ്ങൾ ഇനി എത്ര കൂട്ടിയാലും ഫോട്ടോസിന്തസിസിൻ്റെ റേറ്റ് എന്താകും? കോൺസ്റ്റൻ്റ് ആകും. ഓക്കെ. അറ്റ് ഇൻക്രീസ്ഡ് ലൈറ്റ് ഇൻറ്റൻസിറ്റി ഒരു പർട്ടിക്കുലർ പോയിന്റിന് ശേഷം ഇൻക്രീസ് ചെയ്താൽ, ലൈറ്റ് ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ആയാൽ ഫോട്ടോസിന്തസിസ് ഇൻക്രീസ് ആകില്ല. കാരണം ലൈറ്റ് ഇൻക്രീസ് ആയാൽ എന്താ? ലൈറ്റ് ഇൻക്രീസ് ആയാൽ പിന്നെ ലൈറ്റ് ലിമിറ്റിംഗ് ഫാക്ടർ ആവുമോ? ഇൻക്രീസ് ആയ ഒരു സാധനം ലിമിറ്റിംഗ് ഫാക്ടർ ആവുമോ? കുറവുള്ളതല്ലേ ലിമിറ്റിംഗ് ഫാക്ടർ. ലൈറ്റ് ഇൻക്രീസ് ആയാൽ പിന്നെ ലൈറ്റ് ലിമിറ്റിംഗ് ഫാക്ടർ അല്ല, പിന്നെ ലിമിറ്റിംഗ് ഫാക്ടർ വേറെ ഏതെങ്കിലുമാണ്. അറ്റ് ലൈറ്റ് ഹൈ ലൈറ്റ് ഇൻറ്റൻസിറ്റി വാട്ട് ഹാപ്പൻ ടു ഫോട്ടോസിന്തസിസ് എന്താകും? കോൺസ്റ്റൻ്റ് ആകും. ലൈറ്റ് ഭയങ്കര കൂടുതലാണെങ്കിൽ പിന്നെ ഫോട്ടോസിന്തസിസ് എന്തായി? ലൈറ്റ് നല്ല കൂടുതലായി. ലൈറ്റ് കുറവായിരുന്നപ്പോൾ ഫോട്ടോസിന്തസിസ് കൂടുമായിരുന്നു. പക്ഷെ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞ് ലൈറ്റ് കൂട്ടിയപ്പോഴോ ഫോട്ടോസിന്തസിസ് കൂടാതെയായി, ഫോട്ടോസിന്തസിസ് കോൺസ്റ്റൻ്റ് ആയി. ഹൈ ലൈറ്റിൽ ഫോട്ടോസിന്തസിസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ലോ ലൈറ്റിൽ ഫോട്ടോസിന്തസിസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ അല്ലേ ഗൈസ്? ഇത്രയാണ് നമ്മുടെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ചാപ്റ്റർ. നല്ലപോലെ അങ്ങ് പഠിക്കുക. മനസ്സിലായൊന്ന് കമൻറ്റ് ചെയ്തേക്കണേടാ. നല്ല വൃത്തിക്ക് പഠിക്കണം. 1.5 മണിക്കൂറോളം ഉണ്ട്. ചാപ്റ്റർ ഫുള്ളായിട്ട് എടുത്തു തന്നിട്ടുണ്ട്. വായിച്ചേക്കണേടാ.